VVSEF എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രേഡാണ്. ഓർഗാനിക് ജെംസ്റ്റോൺസ്, ഫോർ എക്സാമ്പിൾ പേൾ, കെമിക്കലി സ്ട്രക്ചർ ബോണ്ട് ആയിട്ടുള്ള ഓരോ ജെംസ്റ്റോൺസ് ആണ് ഇൻഓർഗാനിക് ജെംസ്റ്റോൺസ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഡയമണ്ട്. കൽക്കരി എന്ന് പറഞ്ഞ സാധനത്തിൽ നിന്ന് ഇവോൾവ് ചെയ്ത് വരുന്ന സംഭവമാണ് ഈ ഡയമണ്ട്സ്. ഡയമണ്ട് പൊട്ടില്ലേ, ഡയമണ്ട് പൊട്ടോ, മാർക്കറ്റിൽ ഇറങ്ങണ ഒരു 90% സ്റ്റോൺസും ട്രീറ്റഡ് ആണ് വരുന്നത്. കളർ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇപ്പോൾ മ്യാൻമർ റൂബി ഉണ്ട്, ബർമീസ് റൂബി, ഭയങ്കര ഒരു റെഡ്, ഒരു 20 സെൻസിന് മുകളിൽ വരുന്ന ഡയമണ്ട്സാണ് നമ്മൾ സോൾട്ടർ എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് പെടുത്തുക. പെർസെന്റ് ആണ് 2 വർഷത്തിൽ കണക്കിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇൻക്രീസ് ആയിട്ടില്ല. എല്ലാവർക്കും നമസ്കാരം, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് റോ ആൻഡ് അൺഫിൽറ്റേഡ്. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മൾ പല സ്ഥലത്തും കാണാറുള്ള ഇങ്ങനെ ഫ്ലെക്സും ഇല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയ നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു പോസ്റ്റേഴ്സ് കാണും, ഈ 91.6% ഹോൾമാർക്ക്. എപ്പോഴേലും അതിൻ്റെ പുറയിൽ ഉള്ള ഒരു പ്യോറിറ്റിയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അതെങ്ങനെയാണ്, അതെവിടെ നിന്നാണ് വരുന്നതെന്ന്? സോ ഇതേ കാര്യം എനിക്കിങ്ങനെ മൈൻഡിൽ തോന്നി. ഡയമണ്ട്സിന് അതുപോലെ പ്യോറിറ്റി ഉണ്ടോ, അതുപോലെ ഒരു പ്യോറിറ്റി ചെക്ക് ഉണ്ടോ, അതിനൊരു നമ്പർ ഉണ്ടോ എന്ന് തോന്നി. അങ്ങനെ ഞാൻ എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടിനെ അപ്രോച്ച് ചെയ്തു. ഇവർക്ക് തൃശ്ശൂർ ടൗണിൽ തന്നെ ഒരു ലാബുണ്ട്, ജമോളജിക്കൽ അനാലിസിസ് സെൻറ്റർ, GAC എന്നാണ് എൻ്റെ പേര്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. GACയുടെ മെയിൻ 4 മെമ്പേഴ്സാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. ഓക്കെ, എൻ്റെ പേര് ഇന്നീസ് എന്നാണ്. ഐ ആം ഫൗണ്ടർ ആൻഡ് CEO ഓഫ് ജമോളജിക്കൽ അനാലിസിസ് സെൻറ്റർ, GAC. Myself Abhishek, Managing Director of GAC. Hi, I am Evin, co-founder and CFO of GAC. Hi all, myself Neeraj. I am Chief Gemologist of GAC and Social Media Manager. നമ്മളെ പലപ്പോഴായിട്ട് ഇവിടെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലായാലോ സോഷ്യൽ മീഡിയയിലായാലും നമ്മളിങ്ങനെ കേൾക്കാറുമുണ്ട്, പേരൻസിനെ എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുമുണ്ട്, ഈ ഡയമണ്ട് ഭയങ്കര റെയർ ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ആസ് എ ജമോളജിസ്റ്റ് അല്ലെങ്കിൽ ആസ് എ ജമോളജിസ്റ്റ് എക്സ്പേർട്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ സൈഡിൽ നിന്നുള്ളൊരു ഒപ്പീനിയൻ അതിനെക്കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? ഡയമണ്ട് ആക്ച്വലി റെയർ ആയിട്ടുള്ളൊരു ഇതാണ്. ഡയമണ്ട് ഇപ്പോൾ നമുക്കൊരു 90 ടൺ മൈൻ ചെയ്ത് കഴിഞ്ഞാലാണ് ഒരു 1 കാരറ്റ് ഡയമണ്ട് കിട്ടുന്നത്. അതും ഗ്രേഡുകളുണ്ട്, VVSEF, അങ്ങനത്തെ ക്വാളിറ്റീസ് ഉണ്ട് ഡയമണ്ട്. അതിലേറ്റവും നല്ല ഗ്രേഡാണ് ഫ്ലോലെസ്, ഇന്റേണലി ഫ്ലോലെസ്, F ഗ്രേഡ് എന്നൊക്കെ പറയുന്നത്. അത് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റെയർ ആണ്. F ഗ്രേഡ് എന്ന് പറയുമ്പോൾ ഡയമണ്ട് ഒരു സ്പെസിഫിക് ഡയമണ്ട് പറഞ്ഞാൽ ഫ്ലോലെസ് എന്നാണ് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് ഗ്രേഡ് ഡയമണ്ടിന്റെ. അപ്പൊ ആ ഗ്രേഡുള്ള ക്വാളിറ്റി കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റെയർ ആണ്. പല ഗ്രേഡുകളുണ്ട്. അപ്പോൾ പുവർ ക്വാളിറ്റി കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ ഭയങ്കര കുറവായിരിക്കും. ഫ്ലോലെസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കളർലെസ് ആണ്, മറ്റേത് നിയർ ടു കളർലെസ് എന്നാണ് പറയാം. ട്രാൻസ്പെറന്റ് ആണ്, മഞ്ഞ ഷെയ്ഡൊക്കെ വരും. ഡയമണ്ട് ആക്ച്വലി നമ്മള് ഇപ്പൊ നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് VVSEF എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രേഡാണ്. ആ ഗ്രേഡാണ് ഏറ്റവും കൂടുതൽ ജ്വല്ലറിക്കാർ ഇവിടെ കേരളത്തിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ ഗ്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൂഷൻസ് ഒന്നും ഉണ്ടാവില്ല, ക്ലിയർ ആയിരിക്കും. അതേപോലെ അതിന്റെ കളറാണെങ്കിലും കളർലെസ് ആയിരിക്കും, കളർലെസ് ആയിരിക്കും. അപ്പൊ ആ ഒരു ഗ്രേഡാണ് നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും യൂസ് ആകുന്നത്. അങ്ങനത്തെ ഗ്രേഡുള്ള ക്വാളിറ്റി ഉള്ള ഡയമണ്ട് കിട്ടണമെങ്കിൽ അത് എക്സ്ട്രീംലി റെയർ ആണ്. ഇപ്പോൾ ടെക്നിക്കൽ ടേംസിലേക്ക് നമ്മൾ പോകണ്ട, ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറയാം. 90 ടൺസ് ഓഫ് മണ്ണ് നീക്കിയിട്ട് അതിൽ നിന്ന് 1 കാരറ്റ് ഓഫ് ഡയമണ്ട് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കാം. ലൈക്ക് ഒരു കാരറ്റ് എന്ന് പറയുന്നത് 0.2 grams ആണ്, 200 മില്ലി ഉള്ളൂ. സോ അത്രയും ചെറിയ ക്വാണ്ടിറ്റി ഓഫ് ഡയമണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ 90 ടൺസ് ഓഫ് മണ്ണ് അവിടെ നിന്ന് മാറ്റിയിട്ടാണ് അത് എടുക്കുന്നത്, മൈൻ ചെയ്തെടുക്കുന്നത്. പിന്നെ ഒരു കാര്യം നിങ്ങൾ അറിയേണ്ടതെന്ന് വെച്ചാൽ ഇത് ലൈക്ക് 150 മില്യൺ ടു ബില്യൺ ഇയേഴ്സ് ഓഫ് ടൈം എടുത്തിട്ടാണ് ഒരു ഡയമണ്ട് ഉണ്ടാവുന്നത്. ലൈക്ക് ഒരു ഡയമണ്ട് ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ എടുക്കുകയാണ്, ലൈക്ക് ഒരു ഡയമണ്ട് ഉണ്ടാവുന്നത് അതിൻ്റെ മിനിമം ഇയർ ഓഫ് ഏജ് എന്ന് പറയുന്നത് 150 ബില്യൺ ടു 200 ബില്യൺ ആണ് അതിൻ്റെ ഏജ്. അത് ഉണ്ടായി വരുന്ന പ്രോസസ്സ് അത്രയും ടഫാണ്. ലൈക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒപ്റ്റിമം ടെമ്പറേച്ചറും ഒപ്റ്റിമം ഹീറ്റ് ഒപ്റ്റിമം പ്രഷറും എല്ലാം നമ്മുടെ ഭൂമിയുടെ അടിത്തട്ടിൽ കറക്റ്റ് രീതിയിൽ ഉണ്ടായാൽ മാത്രമേ ആ ഡയമണ്ട് പുറത്തേക്ക് എമർജ് ചെയ്ത് വരുള്ളൂ. സോ ലൈക്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം, യു ക്യാൻ ഗെസ് ഹൗ മച്ച് റെയർ ഇറ്റ് ഇസ്. പിന്നെ അത് കിട്ടിയതിന് ശേഷം അതിൻ്റെ ഗ്രേഡ്സ് ആണ് ഇപ്പോൾ ഇനീസ് ഡിസ്കസ് ചെയ്ത പോലെ ഫ്ലോലെസ്, പിന്നെ ഇന്റേണലി ഫ്ലോലെസ്, VVS, വെരി വെരി സ്ലൈറ്റ്ലി ഇൻക്ലൂഡഡ്, അങ്ങനെ കുറേ ഗ്രേഡ്സ് ഉണ്ട്. അത് നമ്മൾ ജമോളജിക്കൽ ടേംസിലാക്കി മാറ്റി വെച്ചേക്കണം, ക്രൈറ്റീരിയാസ് മാറ്റി വെച്ചേക്കുന്നതാണ്. അതിൻ്റെ ബേസിസിലാണ് ഡയമണ്ട് നമ്മുടെ മാർക്കറ്റിൽ അതിൻ്റെ പ്രൈസ് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു എങ്ങനെയാണ് ഇത് ഡയമണ്ട് എന്ന് പറയുന്നത്? നമ്മൾ ഈ മറ്റേ നാച്ചുറൽ സ്റ്റോൺ അതോ സിന്തറ്റിക് ആണോ അതോ അതിന് ഓർഗാനിക് ഓർ ഇൻഓർഗാനിക് എന്നുള്ള ടേമിലാണ് കൊടുക്കാൻ പറ്റുന്നത്? സോ നമ്മൾ ജെം സ്റ്റോൺസ് ആസ് ഇൻ ഗ്രൂപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാം, ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക്.
സോ ഓർഗാനിക് ജെം സ്റ്റോൺസ് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മൈൻഡിൽ വരുന്നത് ഓർഗാനിക്, അതായത് ഒരു ലിവിങ് ഓർഗാനിസത്തിൽ നിന്ന് ഉണ്ടാവുന്നതാണ് ഓർഗാനിക് ജെം സ്റ്റോൺസ്. ഫോർ എക്സാമ്പിൾ പേള്, പിന്നെ കോറൽ. നിങ്ങൾ സീൻ്റെ അടിത്തട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ഓഷ്യൻ്റെ അടിത്തട്ടിൽ കണ്ടിട്ടുണ്ടാവും. കോറൽ എന്ന് പറഞ്ഞ റീഫ്, കോറൽ റീഫ്. അതിൽ നിന്ന് അത് ഡ്രൈ ചെയ്ത് അതിലേക്ക് ഡൈ ചെയ്തതിന് ശേഷം കളർ കുറച്ച് ആഡ് ചെയ്തതിന് ശേഷം മാർക്കറ്റിലേക്ക് കൊടുക്കുന്നതാണ് കോറൽ എന്ന് പറയുന്ന ജെം സ്റ്റോൺ. അതേപോലെ പേള്, മുത്ത്, അതും എല്ലാവർക്കും വളരെ അറിയാവുന്ന ഒരു കാര്യമാണ്. പേൾസും അത് രണ്ടും ഓർഗാനിക് ജെം സ്റ്റോൺസ് ആണ്. പിന്നെ വരുന്ന കാറ്റഗറിയാണ് ഇൻഓർഗാനിക് ജെം സ്റ്റോൺസ്. അത് കെമിക്കലി ബോണ്ടഡ് ആയിട്ടുള്ള, കെമിക്കലി സ്ട്രക്ചർ ബോണ്ട് ആയിട്ടുള്ള ഓരോ ജെം സ്റ്റോൺസ് ആണ് ഇൻഓർഗാനിക് ജെം സ്റ്റോൺസ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഡയമണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കാർബൺ എന്ന് പറയുന്ന കോമ്പൗണ്ട് മാത്രമേ ഉള്ളൂ. ആ കാർബൺ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഒരു ഡെഫിനറ്റ് ക്രിസ്റ്റൽ സ്ട്രക്ചർ എല്ലാം കൂടിയിട്ട് ചേർന്നിട്ട് ഉണ്ടാവുന്നതാണ് ഡയമണ്ട്. ലൈക്ക് ഇന്ന ക്രിസ്റ്റൽ സ്ട്രക്ചർ, ക്യൂബിക് എന്ന് പറയുന്ന ക്രിസ്റ്റൽ സ്ട്രക്ചർ കാരണമാണ് ആ ഡയമണ്ടിൻ്റെ ആ ഷേപ്പ് വരുന്നതും ആ ഡയമണ്ട് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതും ഈ ക്രിസ്റ്റൽ സ്ട്രക്ചർ ഉള്ളത് കൊണ്ടാണ്. ആ ക്രിസ്റ്റൽ സ്ട്രക്ചർ ഡയമണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ലൈക്ക് അത് അതിന്റെ സ്പെസിഫിക് ക്രിസ്റ്റൽ സ്ട്രക്ചർ ആണ്. കാർബൺ ആണ് അതിന്റെ മെയിൻ എലമെന്റ് വരുന്നത്. സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ബോണ്ടിങ് ആണ് ഡയമണ്ട്സിന്റെ. നമ്മൾ ഈ പറഞ്ഞ കൽക്കരി എന്ന് പറഞ്ഞ സാധനത്തിൽ നിന്ന് ഇവോൾവ് ചെയ്ത് വരുന്ന സംഭവമാണ് ഈ ഡയമണ്ട്സ്. അപ്പൊ ആൾക്കാർക്ക് സംശയം ഉണ്ടാവും, ഡയമണ്ട് പൊട്ടില്ലേ, ഡയമണ്ട് പൊട്ടോ? ഡയമണ്ട് പൊട്ടും. ഡയമണ്ട് ഹാർഡസ്റ്റ് ആണ്, ടഫസ്റ്റ് അല്ല. ടഫ്നെസ് തമ്മിലുള്ള ഒരു മേജർ ഡിഫറൻസ് ഉണ്ട്. അതിന്റെ ഒരു വ്യത്യാസം ഒന്ന് പറയാം എങ്ങനെയാണ്? എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ഒരു സാധനം എടുത്തു, നമ്മളത് അടിച്ചു പൊട്ടിക്കാൻ നോക്കി, അത് ഹാർഡ് എന്നല്ല പറയാ, അത് അതിന്റെ ടഫ്നെസ് അങ്ങനെയാണ് പറയുന്നത്. ഐറ്റം അതായത് ഡയമണ്ട്സിനേക്കാളും കൂടുതൽ ഹാർഡ്നെസ് ആയിട്ടുള്ള ഒരു സാധനം അതെടുത്ത് ഡയമണ്ട് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതും ഒരു സ്ക്രാച്ച് വീഴുന്നുണ്ടോ, ആ ഒരു സാധനത്താണ് നമ്മൾ ഹാർഡ്നെസ് എന്ന് പറയാം. ഇംഗ്ലീഷ് സ്ക്രാച്ച് ചെയ്യണമെങ്കിൽ ഡയമണ്ട് വെച്ചിട്ടാണ് നമുക്ക് സ്ക്രാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ടഫ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടഫ്നെസ് കുറവാണ്. അതിന്റെ കട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് വരുമ്പോൾ അതിന്റെ ടിപ്പൊക്കെ ഭയങ്കര പോയിന്റഡ് ആയിരിക്കും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരു ചുറ്റി വെച്ച് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം പൊട്ടും. മനസ്സിലായി. അതാണ് ഹാർഡ്നെസ്സും ടഫ്നെസ്സും തമ്മിലുള്ള വ്യത്യാസം. ആൾക്കാർ വിചാരിക്കുന്നത് റെസിസ്റ്റ് സ്ക്രാച്ച്, the ability to resist scratch is known as hardness. Toughness എന്ന് പറഞ്ഞാൽ ability to resist the external ഫോഴ്സ്, എക്സ്റ്റേണൽ ഫോഴ്സ്. ഇപ്പോൾ ഒരു ഹാമർ എടുത്തിട്ട് നമ്മളൊരു ജംസ്റ്റോണിന്റെ പുറത്ത് അടിക്കുകയാണ്, ഇപ്പോൾ സപ്പോസ് ഡയമണ്ടിന്റെ പുറത്ത് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പൊട്ടും. ബിക്കോസ് അത് ടഫ് അല്ല, എന്നാൽ ഹാർഡാണ്. ഹാർഡ് ആയതുകൊണ്ട് നമുക്ക് സ്ക്രാച്ച് ഇടാൻ പറ്റില്ല. റെസിസ്റ്റ് സ്ക്രാച്ച്, അതാണ് ഹാർഡ്നെസ്. നേരത്തെ എൻ്റെ ഈ കോറലിന്റെ കാര്യം പറഞ്ഞായിരുന്നു, നമ്മള് സീ ബെഡിന്റെ അടിയിൽ നിന്ന് കിട്ടുന്ന. സോ അത് ഞാൻ എപ്പോഴും കേട്ടിട്ടുള്ള, ഇതിനകത്ത് ആൾക്കാർ ഇതിനകത്ത് ഇങ്ക് നിറച്ചിട്ട് ഇത് വെക്കുന്ന ഡൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് സോ ഇത് ഡൈ ചെയ്ത ഇതിന്റെ എങ്ങനെ ഇതിന്റെ പ്രൈസിങ് കാര്യങ്ങളൊക്കെ യൂഷ്വലി അത് ഈ ജെം സ്റ്റോൺസിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അതിന്റെ കളറിനും അതിന്റെ ഹ്യൂ, സാച്ചുറേഷൻ, അതിനൊക്കെയാണ് കൂടുതൽ ആൾക്കാർ പൈസ കൊടുത്ത് വാങ്ങാനുള്ള കാരണം തന്നെ അതിന്റെ ഒരു കാണുമ്പോൾ ഒരു അപ്പിയറൻസിന്റെ ഇതിലാണ് അവർ വാങ്ങുന്നത്. അപ്പോൾ ഇതിന് കൂടുതൽ കളർ വരികയാണെങ്കിൽ ആൾക്കാർ കൂടുതൽ പൈസ കൊടുത്ത് അത് വാങ്ങും. ബ്യൂട്ടി എൻഹാൻസ് ചെയ്യുന്നു. അതായത് ആസ് റോ, ഒരു ജെംസ്റ്റോൺ ആസ് റോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി എല്ലാവർക്കും അത് ഐ പ്ലീസിങ് ആവില്ല. പെട്ടെന്ന് കണ്ടാൽ അത് ഇഷ്ടപ്പെടണമെന്നില്ല. പെട്ടെന്ന് അതിനൊരു പ്രൈസ്, നമുക്ക് അത്രയും പ്രൈസ് ഞാൻ കൊടുക്കുന്നുണ്ട്, എന്തുകൊണ്ട് ഞാൻ ഇത്ര പ്രൈസ് കൊടുക്കണം എന്നുള്ളൊരു തോന്നൽ മിക്കവർക്കും വരും, കൺസ്യൂമറിന് വരും. അപ്പോൾ അത് കട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് അതിൽ കുറച്ച് ബ്യൂട്ടി എൻഹാൻസ് ചെയ്തിട്ടാണ് നമ്മുടെ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നത്. ടു എൻഹാൻസ് ഇസ് ബ്യൂട്ടി. അതൊന്ന് കാണുമ്പോൾ, ഒരാളത് അഡോൺ ചെയ്യുമ്പോൾ, ഒരാളത് ഇടുമ്പോൾ, കൈകളിൽ ഇടുമ്പോൾ അല്ലെങ്കിൽ നെക്ലസ് ആയിട്ട് ഇടുന്ന സമയത്ത് കുറച്ച് എടുത്ത് കാണണം. ലൈക്ക് അത് അട്രാക്ട് ചെയ്യണം ആൾക്കാരെ. അതാണല്ലോ നമ്മുടെ മെയിൻ ഫോക്കസ്. ലൈക്ക് ജ്വല്ലറി യൂസ് ചെയ്യണതിന്റെ മെയിൻ ഫോക്കസ് അതാണ്. അത് ലക്ഷറി ഐറ്റം, ലക്ഷറി ഗുഡാണ്. നമ്മൾ ഒരാളെ കാണിക്കാനാണ്, അതിലേക്ക് അഡോൺ ചെയ്യുന്നത്. നമ്മുടെ ഓവറോൾ ബ്യൂട്ടീനെ നമ്മൾ എടുത്ത് കാണിക്കുകയാണ്. അതിനാണ് ഈ ബ്യൂട്ടി എൻഹാൻസ് ചെയ്യുന്നത്. എന്ന് വെച്ചിട്ട് അതൊരിക്കലും നാച്ചുറൽ സ്റ്റോൺ ആവാണ്ട് പോകുന്നില്ല. അത് നാച്ചുറൽ സ്റ്റോൺ തന്നെയാണ്. അതിൽ ചെറിയൊരു ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് അത് ബ്യൂട്ടി എൻഹാൻസ് ചെയ്യിപ്പിക്കുകയാണ്. എല്ലാ ജെം സ്റ്റോൺസും ട്രീറ്റ്മെന്റ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മാർക്കറ്റിലേക്ക് വരെ എല്ലാ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടാണ് വരുള്ളൂ. അത് കസ്റ്റമേഴ്സിനുള്ള വലിയൊരു ഡൗട്ടാണ്. അവർ നമ്മളെ കുറെ കസ്റ്റമേഴ്സ് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് ചോദിക്കും, ട്രീറ്റഡ് ജെം സ്റ്റോൺ ആണോ, ട്രീറ്റഡ് ജെം സ്റ്റോൺ ആണോ. ഈ മാർക്കറ്റിൽ ഇറങ്ങുന്ന ഒരു 90% സ്റ്റോൺസും ട്രീറ്റഡ് ആണ് വരുന്നത്. 90% ട്രീറ്റ്മെന്റ് കഴിഞ്ഞാലാണ് നമുക്ക് അത് യൂസ് ചെയ്യാനാണെങ്കിലും നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഹാർഡ്നെസ് അല്ലെങ്കിൽ അതിന്റെ കളർ കാര്യങ്ങളൊക്കെ എൻഹാൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് അത് ട്രീറ്റഡ് ചെയ്ത്. പക്ഷെ ഓവറായിട്ട് ട്രീറ്റ്മെന്റുകളുണ്ട്, അതിന്റെ ഇൻക്ലൂഷൻസ് കാര്യങ്ങളൊക്കെ കളയാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മള് ഗ്ലാസ് ഫിൽഡ് അങ്ങനെ ട്രീറ്റ്മെന്റുകളുണ്ട്, ഗ്ലാസ് ഫിൽഡ്, ഫ്ലെക്സ് ഫിൽഡ്, അങ്ങനത്തെ ട്രീറ്റ്മെന്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ഓയിൽ ഫില്ലിങ്, അങ്ങനത്തെ ട്രീറ്റ്മെന്റുകൾ ആക്ച്വലി പൊട്ടയാണ്.
അങ്ങനത്തെ ഇപ്പൊ റൂബി സഫയറിലൊക്കെ ഇങ്ങനത്തെ ട്രീറ്റ്മെന്റുകൾ വരാറുണ്ട്. അതൊന്നോടൊന്ന് പറഞ്ഞ ഈ ഗ്ലാസ് ഫീൽഡും മറ്റേ അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നത്? ട്രീറ്റ്മെന്റ്സിലേക്ക് നമുക്ക് കടക്കാം. അത് നമുക്ക് ആക്ച്വലി മൈക്രോസ്കോപ്പിക് ഒബ്സർവേഷനിലൂടെയാണ് നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അതിന് നമുക്ക് എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ജെമോളജിസ്റ്റ് ആള് മൈക്രോസ്കോപ്പിക് ഒബ്സർവേഷനിൽ കൂടെ അത് ഐഡന്റിഫൈ ചെയ്യുന്നതാണ് ഏത് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ആണ് അതിന് ട്രീറ്റ്മെന്റുകൾക്ക് ഓരോ മാർക്കിങ്ങുകൾ ഉണ്ടാവും സ്റ്റോണിനുള്ളിൽ. അതൊരു എക്സ്പേർട്ടിനാണ് ഇങ്ങനെ പോയാലും. റൂബി തന്നെ പല കളറിലുണ്ട്. അതായത് അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് 2 കാര്യങ്ങൾ വെച്ചിട്ടാണ്. ഒന്ന് അതിന്റെ ഉള്ളിലുള്ള ഇൻക്ലൂഷൻസും പിന്നെ അതിന്റെ കളറും. കളർ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇപ്പോൾ മ്യാൻമർ റൂബി ഉണ്ട്, ബർമീസ് റൂബി, ഭയങ്കര ഒരു റെഡ്, ഒരു വിവിഡ് റെഡ് ഉള്ള കളർ, നല്ലൊരു റെഡ് ഉള്ള കളറാണ് ഈ റൂബി പറഞ്ഞത്, ബർമീസ് റൂബി. അതുപോലെ തന്നെ ഇപ്പൊ എമറാൾഡിലേക്ക് വരാണെങ്കിൽ മൊസംബിക് ഉണ്ട്, അതുപോലെ തന്നെ സാമ്പിയൻ, കൊളംബിയൻ, ഇതുപോലെ മൈൻസ് വെച്ചിട്ടാണ് ഇവര് കാറ്റഗറൈസ് ചെയ്യുന്നത് ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഈ മൈൻസിന്റെ കാര്യം പറഞ്ഞില്ലേ, പല കാറ്റഗറി ഓഫ് മൈൻസിന്റെ കാര്യം പറഞ്ഞില്ലേ. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും ഓരോ മൈൻഡിന്റെ കല്ല് നമ്മളെടുത്തത് കൺസ്യൂമറിന് കൊടുക്കുമ്പോഴത്തേക്ക് റേറ്റ് ഡിഫറൻസ് വരുമോ? അതോ ഡിഫറൻസ് വരും? ലൈക്ക് ആ അവൈലബിലിറ്റി ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ സഫയർ ആ ഒരു മൈനിൽ നിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന്റെ റയറിറ്റി കുറച്ച് കൂടുതലാണ്. ലൈക്ക് ആ ഒരു സ്പോട്ടിൽ മാത്രമായിരിക്കും അതിന് വേണ്ടിയിട്ടുള്ള ഒപ്റ്റിമം ടെമ്പറേച്ചറും ഒപ്റ്റിമം പ്രഷറും ഉണ്ടായിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് സ്പെസിഫിക്കലി ആ ഒരു ഏരിയയിലുള്ള മൈൻ ആ ഒരു പ്രത്യേക ഇപ്പോൾ ഹ്യൂവിൻ്റെ കാര്യം പറഞ്ഞു. പല ജെംസ്റ്റോൺസ് പല ഹ്യൂ, സാച്ചുറേഷൻ ആൻഡ് കളേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു കറക്റ്റ് ഒപ്റ്റിമം ടെമ്പറേച്ചർ എത്തിയത് കൊണ്ടാണ് അതിന് ആ ഡാർക്ക് കളർ വരുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ സപ്പോസ് എമറാൾഡ് എടുത്ത് കഴിഞ്ഞാൽ യെല്ലോ സഫയർ, സിലോൺ യെല്ലോ സഫയർ എന്ന് പറഞ്ഞ സ്റ്റോൺ ഉണ്ട്, പുഷ്യരാഗം എന്ന് പറയുന്നത്. സിലോൺ യെല്ലോ സഫയർ, ഓക്കെ. അതിന്റെ കളർ എന്ന് വെച്ചാൽ ഒരു ലൈറ്റ് യെല്ലോ ആണ്, ഒരു പെയിൽ യെല്ലോ കളറാണ്. ഭയങ്കര ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള സ്റ്റോൺ ആണ് ഈ സിലോൺ സഫയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബാങ്കോക്ക് സഫയേഴ്സ് ഉണ്ട്. ബാങ്കോക്ക് അത്യാവശ്യം ട്രീറ്റഡ് ആയിട്ടുള്ള സ്റ്റോൺസ് ആണ്. അത് ഒരു വിവിഡ് യെല്ലോ ആ ഒരു കളറിലേക്ക് വരിക. കൂടുതൽ കസ്റ്റമേഴ്സും ചോദിച്ചു വരുന്നത് ബാങ്കോക്കാണ്, പക്ഷെ പ്രൈസ് കൂടുതൽ സിലോൺ സഫയർ. അല്ല, അത് ഞാൻ കണ്ടോണ്ട് ഈ വിവിഡ് യെല്ലോ ഡയമണ്ട് ഒരു പ്രത്യേക ഒരു ലുക്ക് ആൾക്കാർ കുറെ വേറെ കണ്ടോണ്ട്. പിന്നെ ഉള്ള ഒരു ഡൗട്ടാണ് ഡയമണ്ട് ഏതൊക്കെ കളറിൽ കിട്ടുന്നത്. യെസ്, ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ള ട്രാൻസ്പെറന്റ് ആണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ട്രാൻസ്പെറന്റ് തന്നെ കാണാൻ പറ്റുള്ളൂ. കളർ ചേഞ്ചിങ് വരുന്ന ഡയമണ്ട്സ് എക്സ്ട്രീംലി റയർ ആണ്. ഇപ്പൊ നമ്മള് 90 ടൺസിന്റെ കാര്യം പറഞ്ഞു, അതൊരു ക്യാരറ്റ് കിട്ടും. അപ്പോൾ ആ ഒരു ക്യാരറ്റ് എന്ന് പറയുന്നത് കളർലെസ് ഡയമണ്ട് ആയിരിക്കും. നമ്മളിപ്പോൾ മാർക്കറ്റിൽ കാണുന്ന പോലെ കളർലെസ് ഡയമണ്ട് ആയിരിക്കും. പക്ഷേ ഈ ഒരു കളർലെസ് ഡയമണ്ടിൽ നിന്ന് നമ്മൾ കളർലെസ് ഡയമണ്ട് കണ്ടുപിടിച്ച മൈനിൽ നിന്ന് ഒരു കളർ ഡയമണ്ട് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ 10,000 ഡയമണ്ട്സ് കണ്ടുപിടിച്ചാൽ അതിൽ ഒരെണ്ണമായിരിക്കും കളർ ഡയമണ്ട്സ് കിട്ടുക, കളർ ഡയമണ്ട് കിട്ടുക. ഈ കളർലെസ് ആയിട്ടുള്ള 10,000-ൽ നിന്ന് മേ ബി ഒന്നായിരിക്കാം ഒരു കളേർഡ് ആയിട്ടുള്ള ഡയമണ്ട് കിട്ടുക. ആ കളർ ഡയമണ്ട് വരുന്നതിനുള്ള ഒരു ഫാക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ കെമിക്കൽ കമ്പോഷൻ ഉണ്ടാകുന്ന ഒരു ചേഞ്ച് ആണ്. ലൈക്ക് കാർബൺ ആണ് അതിന്റെ മെയിൻ കോമ്പൗണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതിലേക്ക് വേറെ ഇമ്പ്യൂരിറ്റീസ് ആയിട്ടുള്ള നൈട്രജൻ, കൊബാൾട്ട്, നിക്കൽ, ക്രോമിയം എന്ന് പറയുന്ന കെമിക്കൽസ് അങ്ങനെ എന്തെങ്കിലും അതിലൊരു ഡിസ്റ്റോർഷൻ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കളർ എൻറ്റയർലി ചേഞ്ച് ആവും. ഓക്കെ. അപ്പോൾ ഇത് ഇന്നലെ എൻ്റെ സംഭവം ഈ CVD വേഴ്സസ് നാച്ചുറൽ നമ്മൾ ഇന്നലെ സംഭവം ഡിസ്കസ് ചെയ്തില്ലായിരുന്നു. അത് ഏതിന്റെ അംബ്രല അടി വരും ഈ ഒരു പറഞ്ഞ 2 ടേംസ്? വേറൊരു ഇതാണ്, അത് വേറെ കാറ്റഗറി, വേറൊരു കാറ്റഗറിയാണ്, ലാബ് ഗ്രോൺ ആണ്. ഇതൊക്കെ 1000 of years ഭൂമിയുടെ അടിയിൽ ഇരുന്നിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇന്നലെ നമ്മളൊരു സംഭവം സംസാരിച്ചിട്ടാണ് CVD വേഴ്സസ് നാച്ചുറൽ സ്റ്റോൺസിനെ കുറിച്ച്. ഞാൻ അത് ആക്ച്വലി ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അത് അതിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ അത് എന്നെ സ്ട്രൈക്ക് ചെയ്തത്, ഈ CVD എന്ന് പറയുന്ന സംഭവം ഭയങ്കര ക്വിക്കായിട്ട് ഗ്രോ ചെയ്യുന്നൊരു സാധനമാണ്. അത് ഇപ്പം പറഞ്ഞതിൻ്റെ ഒരു ആംബ്രലയുടെ വടി വരുന്നതാണോ അതോ? നമ്മളിപ്പോൾ പറഞ്ഞതൊക്കെ നമ്മൾ നാച്ചുറൽ സ്റ്റോൺസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഓക്കെ. CVD HTHP എന്ന് പറയുന്നത് നാച്ചുറലേ അല്ല. CVD HTHP എന്ന് പറയുന്നത് ലാബ് ഗ്രോൺ എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. ഇപ്പോൾ ലാബ് ഗ്രോൺ ആയിട്ട് മാൻ മെയ്ഡ് ഇന്ററാക്ഷൻ കൂടെ നമ്മളത് ഗ്രോ ചെയ്തെടുക്കുന്നതാണ്. പക്ഷെ അതിന്റെ കെമിക്കൽ കോമ്പോസിഷനും കാര്യങ്ങളൊക്കെ സെയിം ആണ്. ആക്ച്വലി നമുക്കത് മൈക്രോസ്കോപ്പിക് ഒബ്സർവേഷനിലൂടെ ഐഡന്റിഫൈ ചെയ്ത് കണ്ടുപിടിക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. നമ്മള് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ കോമ്പോസിഷൻ സെയിം, എക്സാക്ട് സെയിം ആയിരിക്കും. കാർബൺ ആറ്റം തന്നെ ആയിരിക്കും CVDയും HPHTയും. CVD എന്ന് പറയുന്നത് കെമിക്കൽ വേപ്പറൈസ്ഡ് ഡെപ്പോസിഷൻ, ആ ഒരു പ്രോസസ്സ് വഴി ഉണ്ടാക്കുന്നു. HPHT എന്ന് പറഞ്ഞാൽ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചറിൽ ഉണ്ടാക്കുന്നു. രണ്ട് പ്രോസസ്സാണ്. പക്ഷെ ഇതെല്ലാം വരുന്നത് ലാബ് ഗ്രോൺ എന്നുള്ള ഒരു ടേമിന്റെ അടിയിലാണ്. ഈ സാധനം ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് നമ്മള് മൈൻഡ്രോണിന്റെ ലേറ്റസ്റ്റ് എക്യുപ്മെന്റ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ഐഡന്റിഫൈ ചെയ്യുന്നത്. ആ മെഷീൻ ഇല്ലാണ്ട് നമുക്ക് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമല്ല. അപ്പോൾ ഒരു മൈക്രോസ്കോപ്പിന്റെ അടിയിൽ വെച്ച് നോക്കിയാൽ നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. CVD സ്റ്റോൺസുകൾ അത്രയും പ്രിസൈസ് ആയിട്ട് അത്രയും ആ ഒരു ഡയമണ്ടിന്റെ ഒരു ഫയർ ഉണ്ട്. ഡയമണ്ട് ബാക്കി സ്റ്റോണുകളും ബാക്കി CZ, AD, മോയ്സനൈറ്റ് അങ്ങനത്തെ സ്റ്റോണുകൾ നമുക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഡയമണ്ടിന്ന്. പക്ഷെ ഈ CVD HTHP വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ
ലേറ്റസ്റ്റ് എക്യുപ്മെന്റ്സ് ഒന്നും ഇല്ലാത്ത ഒരു ലാബിലാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമല്ല. ഓക്കെ. അപ്പോൾ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു ജ്വല്ലറി വാങ്ങി കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് തന്നെ ഇഷ്ടം പോലെ നമ്മളൊരു ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ മാനുഫാക്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് മിസ്റ്റേക്കിലി കയറി വരാൻ ഭയങ്കര സാധ്യതയുള്ള സ്റ്റോണുകളാണ് ഈ CZ അല്ലെ CVD HTHP. മിസ്റ്റേക്കിലി അത് കയറി വരാറുണ്ട്. നമ്മളത് ഐഡന്റിഫൈ ചെയ്യും, നമ്മളത് മാർക്ക് ചെയ്തിട്ട് നമ്മളത് മാനുഫാക്ചർക്ക് റിട്ടേൺ ചെയ്യും. റിട്ടേൺ ചെയ്ത് അവരത് മാറ്റിയിട്ട് നമ്മുടെ അടുത്തേക്ക് വീണ്ടും കൊണ്ടുവന്നതിന് ശേഷമാണ് നമ്മളത് സർട്ടിഫൈ ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേജ്, ആ ഒരു വർക്കാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ അതിന്റെ QCയും ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുക, കസ്റ്റമറിന് ഏറ്റവും നല്ല ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ജ്വല്ലറിയുടെ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ജ്വല്ലറിനെയും മാനുഫാക്ചറിനെയും നമ്മൾ സപ്പോർട്ട് ചെയ്യും. ജ്വല്ലറിയും മാനുഫാക്ചറിനെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ ഓക്കെ, മനസ്സിലായി. ഇപ്പൊ നിങ്ങളൊരു സാധനം പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ ഡബിളായിട്ട് ഞങ്ങളൊരു കാര്യം ഗ്യാരണ്ടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ട്രസ്റ്റ് ഉണ്ടാവില്ല ഒരു സാധനം മേടിക്കാണെന്ന്. കാരണം ഞാൻ ഇത്ര പൈസ കൊടുത്ത് മേടിക്കാൻ പോകുന്ന ഒരു ഐറ്റം ആയിരിക്കും, ലക്ഷറി പ്രൊഡക്റ്റ് ആണ്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ ഇത്ര പൈസ കൊടുത്ത് മേടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിത് എങ്ങനെ വിശ്വസിച്ച് മേടിക്കും എന്നുള്ളൊരു ട്രസ്റ്റാണ് നമ്മൾ GSC നൽകുന്നത്. ലൈക്ക് 200 times നമ്മളത് നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നു. നമ്മളെപ്പോഴും ഇതൊരു ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് നമ്മൾ പറയുള്ളൂ. അപ്പൊ ആൾക്കാർക്ക് ഭയങ്കര സംശയം ഉണ്ടാവും ഡയമണ്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് മോഡലാണോ, റിസഷൻ നടക്കുന്ന ഈ ഒരു ടൈമിൽ ഡയമണ്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണോ? നമ്മളെപ്പോഴും പറയാ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് സോൾട്ടയർ ഡയമണ്ട്സ് ആണ്. സോൾട്ടയർ ഡയമണ്ട്സ് ആണ് നമുക്ക് നോക്കുമ്പോൾ സോൾട്ടയർ ആണ്. ഈ സോൾട്ടയറിന്റെ മീനിങ് ഒന്ന് പറയാം. സോൾട്ടയർ ഒരു 20 സെന്റ്സിന് മുകളിൽ വരുന്ന ഡയമണ്ട്സാണ് നമ്മൾ സോൾട്ടയർ എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് പെടുത്തുക. സിംഗിൾ പീസ് ആയിരിക്കും. അതിന്റെ വെയിറ്റ് 20 സെന്റിന് മേലെയായിരിക്കും. 20 സെന്റ് കണക്കെന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ക്യാരറ്റ് 100 സെന്റ് ആണ്. നമ്മളിപ്പോ 1 ഏക്കർ 100 സെന്റ് ആണെന്ന് പറയുന്ന പോലെ തന്നെ ഒരു ക്യാരറ്റ് 100 സെന്റ് ആണ്. അതേപോലെ ഒരു ക്യാരറ്റ് എന്ന് പറയുന്നത് 0.2 grams ആണ്. ഗ്രാംസിന്റെ ചെറിയ യൂണിറ്റ് ആണ്, ഗ്രാംസിനേക്കാളും കുറവ് യൂണിറ്റ് ആണ് നമ്മുടെ ക്യാരറ്റ് വരുന്നത്. ബിക്കോസ് നമ്മൾ മൈന്യൂട്ട് ആണ്, ജെം സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ മൈന്യൂട്ട് സൈസുകളിലും വരാറുണ്ട്. അപ്പം ഗ്രാംസിൽ അത് മെഷർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് അതിന്റെ താഴത്തുള്ളൊരു ഗ്രേഡ് സ്കെയിലിൽ നമ്മളത് മെഷർ ചെയ്യുന്നത്. അപ്പൊ ഇത് പറഞ്ഞു വരുന്നപ്പോ ഇത് റിസഷന് അല്ല, നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കൺസ്യൂമർ നോക്കുവാണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഇപ്പോൾ റീസെന്റ് ലൈക്ക് ഇപ്പോൾ 2 വർഷം മുന്നേ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയോ ബില്യൺ ലൈക്ക് 4.5% ആണ് 2 വർഷത്തിൽ കണക്കിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇൻക്രീസ് ആയിട്ട് ഡയമണ്ടിന്റെ മാർക്കറ്റ് ഇൻക്രീസ് ആയിട്ട് 100 ബില്യൺ ആണ് ഡയമണ്ട് മാർക്കറ്റിന്റെ ഗ്ലോബൽ വാല്യൂ. ഇനി 2030 എത്തുമ്പോൾ അത് 200 ബില്യൺസിന് മേളിലേക്ക് പോകാൻ എക്സീഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്കറിയാലോ ഗോൾഡ് വില കയറ്റം കയറിക്കൊണ്ടിരിക്കുക, ഡബിൾ അല്ല അതിന് മുകളിലേക്ക് ലൈക്ക് പാസ്റ്റ് 20 years വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഒരു ഹൈക്കാണ് ഗോൾഡിന്റെ പ്രൈസിൽ. ഡയമണ്ടും അതേപോലെ ഒരു ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആണ്. അതിന്റെ ഇടയിൽ ഈ മാർക്കറ്റിൽ ഇങ്ങനെ ഈ CVD HTHP അങ്ങനത്തെ ഇതുകൾ വരുമ്പോൾ ഒരു കോൺട്രവേഴ്സി കാരണം ആൾക്കാർക്ക് ഒരു പേടി വരുന്നതാണ്. പക്ഷെ അതൊന്നും ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ല. ലാബ് ഗ്രൗണ്ട് ഡയമണ്ട്സ് കാര്യങ്ങളൊന്നും അതിന് ലാബ് ഗ്രൗണ്ട് ഡയമണ്ട്സ് ആക്ച്വലി പറയാൻ പറ്റില്ല. പക്ഷെ അതൊരിക്കലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് അല്ല, ഓപ്ഷൻസ് അല്ല. അത് മാർക്കറ്റിൽ സെയിൽ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന് റീസെയിൽ ഇല്ല. മനസ്സിലായി. ഡയമണ്ട് വിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്തോ, നമ്മള് അറേഞ്ച് ചെയ്ത് തരും, സപ്പോർട്ട് വരും. അതായത് ഡയമണ്ട് വിൽക്കാൻ പറ്റിയില്ലെങ്കിൽ കയ്യിലുണ്ടായിട്ട് അത് വിൽക്കാൻ പറ്റാത്തവര്, ബുദ്ധിമുട്ടുന്നവര്, ലോൺ കിട്ടാത്തവര്, ഇപ്പൊ ഡയമണ്ടിന് ലോൺ കിട്ടില്ല എന്നൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒരു പരാതികളുണ്ട്. ഗോൾഡ് ലോൺ പോലെ ഡയമണ്ടിന് ലോൺ ആരും പ്രൊവൈഡ് ചെയ്യണില്ല എന്നുള്ളൊരു ഇതുണ്ട്. അപ്പൊ അത് അങ്ങനെ കിട്ടാത്തവരുണ്ടെങ്കിൽ അത് നമ്മളെ കോൺടാക്ട് ചെയ്തോ, നമ്മുടെ കമ്പനിയായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. ഡയമണ്ടിന് ലോൺ ആണെങ്കിലും അതേപോലെ ക്വാളിറ്റി ആണെങ്കിലും ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് അതിന് ആവശ്യമായ ലോണും അതേപോലെ ബൈബാക്കും കാര്യങ്ങളൊക്കെ നമുക്കും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ബാങ്കിൽ ഇപ്പൊ ഗോൾഡ് ഒരു പവന്റെ ഗോൾഡ് കൊണ്ട് നോക്കുന്ന അവർ പറയും, അവർ കാൽക്കുലേറ്റ് അടിച്ച് നോക്കി പറയും ഇത്ര എമൗണ്ട് കിട്ടുമെന്ന്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് പറയാൻ പറ്റും ഡയമണ്ട് കൈ കൊണ്ടുവന്നു കഴിഞ്ഞാൽ. യെസ്, ഡയമണ്ടിന് പറഞ്ഞ ഒരു റിപ്പോർട്ടുണ്ട്. റാപ്പപ്പോർട്ടിന്റെ ഇത് വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ പ്രൈസിങ് എടുക്കുക. ആക്ച്വലി ഡയമണ്ടിന് മാത്രമേ ഉള്ളൂ, ബാക്കി ജെം സ്റ്റോൺസിന് ഇതേപോലെ ഒരു ഇതില്ല. ശരിക്കും നമുക്ക് ഇഷ്ടമുള്ള പ്രൈസ് ആണ്. ഇപ്പൊ എന്റെ ജെം സ്റ്റോണിന് ഇതാണ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്കും പോയിട്ട് പറയാൻ പറ്റില്ല. അതിന് ആ പ്രൈസ് ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്നുള്ള എന്റെ പ്രൈസ് എത്രയാണ് അതാണ് ശരിക്കുള്ള പ്രൈസ്. ഇപ്പൊ ഞാനിപ്പോ ഇവന്റെ അടുത്ത് ഡിമാൻഡ് ചെയ്യുന്നു, ഇതാണ് എന്റെ സെല്ലർ, ഞാൻ ഇയാളുടെ അടുത്ത് ഡിമാൻഡ് ചെയ്യുന്നു, എനിക്ക് റൂബി വേണം എന്നുള്ളത് പറയുന്നു. അപ്പോൾ ആക്ച്വലി മാർക്കറ്റിൽ റൂബി കുറവാണ്, ഡിമാൻഡ് പക്ഷെ ഒരുപാടുണ്ട്, സപ്ലൈ ചെയ്യാൻ കുറവാണ്. അപ്പോൾ ഇയാൾ എന്താ ചെയ്യുക, കുറച്ച് പ്രൈസ് കൂട്ടി വെക്കും.
ലൈക്ക് കുറച്ച് പ്രൈസ് എൻഹാൻസ് ചെയ്യും, ലൈക്ക് കുറച്ച് കൂട്ടി വെക്കും. അതായത് ആ ഡിമാൻഡ് കുറച്ചും കൂടി ഒന്ന് സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിമാൻഡ് ഒന്ന് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. ലൈക്ക് ജെംസ്റ്റോൺ മാർക്കറ്റ് ഇപ്പോൾ കൂടുതലും അങ്ങനെയാണ്. പിന്നെ റയറിറ്റി 4 Cs എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റയറിറ്റി അതൊരു മെയിൻ ഫാക്ടർ, മേജർ ഫാക്ടർ. 5C അല്ലേ നമ്മുടെ GSCയുടെ മെയിൻ ഹൈലൈറ്റ്. അതിനെ കുറിച്ച് കേൾക്കട്ടെ എങ്ങനെ സംഭവം. സോ 4Cs എന്ന് പറയുന്നത് ജെമോളജിക്കൽ ടേം ആണ്. 4C അതായത് ക്ലാരിറ്റി, കളർ, കട്ട്, ക്യാരറ്റ്. അത് കൂടാണ്ട് 5th വരുന്ന ഒരു C ആണ് സർട്ടിഫിക്കേഷൻ. സർട്ടിഫിക്കേഷൻ അത് നമ്മളായിട്ട് നമ്മൾ GSC ആയിട്ട് കൊണ്ടുവന്ന ഒരു ടെക്നിക്കൽ ടേം ആണ്. ലൈക്ക് അത് ഈ 4Cs എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ നമ്മുടെ ഈ ജെംസ്റ്റോൺ മാർക്കറ്റിൽ കൊടുക്കുന്നുണ്ടോ, അതേപോലെ 5th C ആയ സർട്ടിഫിക്കേഷനും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അതാ GSC പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ ക്ലാരിറ്റി നോക്കി, കളർ നോക്കി, കട്ട് നോക്കി, ക്യാരറ്റ് നോക്കി, എല്ലാം നോക്കി പർച്ചേസ് ചെയ്തു. പക്ഷെ അത് റിയൽ ആണോ ഇല്ല എന്നുള്ളത് നിങ്ങൾ അറിയണ്ടേ. അതിനാണ് 5th C വരുന്ന സർട്ടിഫിക്കേഷൻ. അത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ GSC എന്ന് പറയുന്ന എക്സ്പേർട്സ് ഇവിടെ ഇരിക്കുന്നത്. ലൈക്ക് GSCയിൽ സർട്ടിഫൈഡ് ജെമോളജിസ്റ്റുകൾ ഉള്ളത്. ഈ ജയ്പൂർ അങ്ങനത്തെ മാർക്കറ്റിലൊക്കെ നമ്മളിപ്പോൾ നമ്മൾ ആമസോണിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ റിസ്റ്റ് ബാൻഡ്, നാച്ചുറൽ ജെംസ്റ്റോൺസ് വെച്ചിട്ടുള്ള എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും നമ്മൾ ആമസോണിലൊക്കെ വാങ്ങാൻ നോക്കുമ്പോഴാണെങ്കിലും അതിന് അതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും കൂടെ. സർട്ടിഫൈഡ് ജെംസ്റ്റോൺസ് എന്ന് പറഞ്ഞിട്ട് അവർ വിൽക്കുന്നുണ്ടാവാം. പക്ഷെ അതൊരു ജെനുവിൻ ലാബ് ആയിരിക്കില്ല, ഒരു ജെനുവിൻ സർട്ടിഫിക്കറ്റ് ആവില്ല. അതിനൊരു ഓതന്റിക്കേഷൻ അവർ തന്നെ കേറി അടിച്ച് ഹൈലൈറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സർട്ടിഫിക്കറ്റിന് ഓരോത്തിനും ഓരോ യൂണീക് QR വെച്ചിട്ടാണ് സോഫ്റ്റ്വെയർ വഴിയാണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ അവിടെ ജനറേറ്റ് ചെയ്യുമ്പോൾ അപ്പൊ തന്നെ നമ്മുടെ സോഫ്റ്റ്വെയറിൽ നമ്മുടെ വെബ്സൈറ്റിൽ കസ്റ്റമർക്ക് വ്യൂ ചെയ്യാൻ പറ്റും. ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ ഇഷ്യൂ ചെയ്താൽ അപ്പം തന്നെ അത് നമ്മുടെ വെബ്സൈറ്റിൽ ഉണ്ടാവും, അതിനും ഓരോ യൂണിക് QR ഉണ്ടാവും. QR സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്ട്ലി നമ്മുടെ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മുടെ കാർഡ് വ്യൂ ആവും. അതേപോലെ ഇപ്പോൾ സർട്ടിഫിക്കേഷൻ നമ്പർ ഉണ്ടാവും, അത് ടൈപ്പ് ചെയ്ത് കൊടുത്താലും നമ്മുടെ കാർഡ് വ്യൂ ആവും. അപ്പോൾ ഈ QR ഇതൊക്കെ ഉള്ള കാരണം ആർക്കും ഇത് ഫേക്ക് ചെയ്യാൻ പറ്റില്ല, ഫേക്ക് ചെയ്ത് നമ്മുടെ വെബ്സൈറ്റിൽ കയറ്റാൻ പറ്റില്ല. മനസ്സിലായി. പിന്നെ അതേപോലെ നമ്മൾ അതിൽ നിന്ന് കസ്റ്റമർ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വെബ്സൈറ്റ് ത്രൂ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, കസ്റ്റമറിന് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മൾ ഈസിലി നമ്മളെ കോൺടാക്ട് ചെയ്യാം. 24/7 നമ്മുടെ സപ്പോർട്ട് ടീമുണ്ട്. അപ്പോൾ അവരത് എങ്ങനെയാണ് അവർക്ക് സപ്പോർട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫുൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വരുന്നത് ലൈക്ക് ഇപ്പം ആസ് എ കൺസ്യൂമർ ഞാനൊരു കടയിൽ പോവുക, ഇല്ലെങ്കിൽ പേഴ്സൺ X ഒരു കടയിൽ പോവുക, കടയിൽ പോയി കണ്ടു കഴിഞ്ഞിട്ട് ആ ഒരു ജ്വല്ലറി, റിങ്ങോ വളയോ മോതിരം എന്തെന്തോ വെച്ചാൽ ഇഷ്ടപ്പെട്ട് അതിൻ്റെ മുകളിൽ ഒരു ഡയമണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ പറയുക കളർ സ്റ്റോൺസ് ഒരെണ്ണം ഇരിപ്പുണ്ട്. ആ കസ്റ്റമറിനൊരു സംശയം, ഇത് നമ്മുടെ വലിയ സെല്ലേഴ്സ് ഒന്നും അല്ല, മലബാർ കല്യാണം അതൊരു നമ്മുടെ സാധാ ഒരു കട റോഡിലുള്ള അവർക്ക് അത് എങ്ങനെ അറിയാൻ പറ്റും അത് ഒറിജിനൽ ആണോ അല്ലയോ? അവിടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ GSC സർട്ടിഫൈഡ് ആണെന്ന് ചോദിക്കുക. GSC സർട്ടിഫൈഡ് ആണെങ്കിൽ അവർക്ക് 200% ഷുവർ, 200% ധൈര്യമായിട്ട് വാങ്ങാം. അതിനകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റെടുക്കുക. ആ സർട്ടിഫിക്കറ്റ് സ്കാൻ ചെയ്ത് നോക്കണം, കാരണം അത് നമ്മുടെ സർട്ടിഫിക്കറ്റ് തന്നെയാണോ അല്ലേ അതോ ഫേക്ക് ചെയ്തതാണോ എന്ന് നമ്മുടെ സർട്ടിഫിക്കറ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അറിയാൻ പറ്റും. അത് സ്കാൻ ചെയ്തിട്ട് വരുന്നില്ലെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അത് സ്കാം ആണ്. ഓക്കെ. ഈ സ്കാൻ ചെയ്യുമ്പോഴേ അവിടെ എന്തൊക്കെയാ കാണിക്കുന്നത്? സ്കാം ചെയ്യുമ്പോൾ നമ്മളിപ്പം ജ്വല്ലറി ഐറ്റം ആണെങ്കിൽ ജ്വല്ലറി ഐറ്റത്തിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും മെയിൻ ആയിട്ട് ഉണ്ടാവുക. നാച്ചുറൽ ഡയമണ്ട് ആണെങ്കിൽ നാച്ചുറൽ ഡയമണ്ട് ഉണ്ടാവും, ജ്വല്ലറി ഐറ്റത്തിന് വെയിറ്റ് ഉണ്ടാവും, സ്റ്റോൺ ഉണ്ടെങ്കിൽ സ്റ്റോണിന്റെ വെയിറ്റ് ഉണ്ടാവും, അതിന് നാച്ചുറൽ ആണോ സിന്തറ്റിക് ആണോ, പിന്നെ അതിന്റെ SG RI അങ്ങനെ പല പല കാര്യങ്ങളും ടെസ്റ്റുകളുടെ റിസൾട്ടും കാര്യങ്ങളും എല്ലാം അടങ്ങിയ റിപ്പോർട്ടുള്ള ഒരു കാർഡ് ആയിരിക്കും തരാം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആ കസ്റ്റമറിന് ഇപ്പോൾ ഒരു 6 months കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 1 year കഴിഞ്ഞ് വാങ്ങിച്ചത് മതി, അല്ലെങ്കിൽ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ പുതിയ വാങ്ങണം, അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് എങ്ങനെ അത് GSC കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അതിനെന്തോ GSCനെ കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. GSCനെ കോൺടാക്ട് ചെയ്താൽ നമ്മൾ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ജ്വല്ലറിക്കാരും എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ജ്വല്ലറിക്കാരും കൊടുക്കുന്നുണ്ട്. അവരുടെ ഡയമണ്ട് ആണെങ്കിലും അവരുടെ കളർ സ്റ്റോൺ ആണെങ്കിലും അവർ എക്സ്ചേഞ്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സ്ചേഞ്ച് ചെയ്യാം, ബൈബാക്ക് ഉണ്ട്, എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവർ. അതിന്റെ കൂടെ GSC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ കസ്റ്റമറിന് ഒരു 200% കൺഫേം ആണ്, അതൊരു നാച്ചുറൽ ആണ്. അതിന്റെ ക്വാളിറ്റി നമ്മൾ കാർഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ കസ്റ്റമറിന് ഒരു 200% കോൺഫിഡന്റ് ആയിട്ട് അത് കാർഡിന്റെ കേസ് നമ്മൾ പറഞ്ഞു, നമ്മുടെ സർട്ടിഫിക്കേഷന്റെ കേസ് നമ്മൾ പറഞ്ഞു. ഇത് കൂടാണ് നമ്മുടെ മേജർ ഫാക്ടർ എന്ന് പറയുന്നത്, നമ്മൾ മറ്റുള്ള ലാബിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് നമ്മൾ നിൽക്കുന്ന മേജർ ഫാക്ടർ ട്രാൻസ്പെറൻസിയാണ്. ലൈക്ക് ഞങ്ങൾ ഓപ്പൺ ആണ്, നിങ്ങളുടെ ഡൗട്ട്സ് ഞങ്ങൾ എപ്പോഴും ഓപ്പൺ ആണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും
ഞങ്ങളുടെ അടുത്ത് ചോദിക്കാം. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താ നടക്കണേ എന്നുള്ളത്, എന്തൊക്കെ പ്രോസസ്സാണ്, എന്തൊക്കെ ടെസ്റ്റാണ് നമ്മൾ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് നേരിട്ട് കാണാം. അപ്പൊ നീരജ് പറയുന്നത് ഒരു കസ്റ്റമറിന് ഇപ്പൊ ഡൗട്ട് ഫീൽ ചെയ്യുക, ഇത് ഈ ലാബിന്റെ അകത്ത് എന്തോ നടക്കുന്ന അവർക്ക് സംശയം, സ്കെച്ച് നടക്കുന്നുണ്ടെന്നുള്ള ഒരു ഫീലിംഗ് കൊടുക്കുന്നില്ല നമ്മൾ. പറഞ്ഞു കഴിഞ്ഞിട്ട് കസ്റ്റമർ നേരിട്ട് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലാബിൽ ഫുൾ പ്രോസസ്സ് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. നമ്മൾ അത്രയും ട്രാൻസ്പെറന്റ് ആണ്, നമ്മൾ അത്രയും എന്താണ് പറയുക, നമ്മുടെ മെയിൻ ഇത് തന്നെ ട്രാൻസ്പെറൻസി ആണ്. നമ്മളിപ്പോൾ മാർക്കറ്റിങ്ങിന് പോകണമെങ്കിൽ നമ്മളൊരു കസ്റ്റമറിനോട്, നമ്മൾ ജ്വല്ലറിക്കാരാണെങ്കിലും നമ്മുടെ കസ്റ്റമേഴ്സിനോട് എല്ലാവരോടും നമ്മൾ പറയുന്നത് അത്രയും ട്രാൻസ്പെറന്റ് ആണ്. നമ്മൾ സാറിന് ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ ലാബിൽ വന്നിട്ട് ഫുൾ പ്രോസസ്സ് നമുക്ക് കാണാം, കണ്ടിട്ട് നമുക്ക് വർക്ക് തന്നാൽ മതി എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം നമുക്ക് എല്ലാ ലേറ്റസ്റ്റ് എക്യുപ്മെന്റ്സും എല്ലാ ലേറ്റസ്റ്റ് ടെക്നോളജിയും എല്ലാ അത്രയും പ്രൊഫഷണൽ ടീം നമ്മുടെ കയ്യിലുണ്ട്. അതാണ് നമ്മുടെ കോൺഫിഡൻസ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അത്രയും ട്രാൻസ്പെറൻസി ആണ് നമുക്ക്. കാരണം നമുക്ക് അത്രയും വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു ടീമും ഒരു എക്യുപ്മെന്റ്സും ലേറ്റസ്റ്റ് ടെക്നോളജിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജിയും എക്യുപ്മെന്റ്സും ചെയ്യുന്നത്. നിങ്ങൾ ഈ മിഷനറീസ് ഒക്കെ എങ്ങനെ എവിടെ നിന്നാണ് സോഴ്സ് ചെയ്യുന്നത്? നമ്മളിത് ജയ്പൂര്, ഗുജറാത്ത്, സൂററ്റ് അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്നാണ് സോഴ്സ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉണ്ട്, GIയുടെ എക്യുപ്മെന്റ്സ് ഉണ്ട്, അമേരിക്കയിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ആ എക്യുപ്മെന്റ്സും നമ്മൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ജമോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അമേരിക്ക എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇതിന്റെ സ്റ്റാൻഡേർഡ്. ഇവരാണ് ക്രൈറ്റീരിയ, ഇതിന്റെ മൊത്തം സ്റ്റാൻഡേർഡ്സ്. എല്ലാ ലാബും ഫോളോ ചെയ്യുന്നത് സെയിം സ്റ്റാൻഡേർഡ്സ് ആണ്. സോ അവരൊരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആണെന്ന് പറഞ്ഞിരുന്നത്. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് അവരാണ്. നമ്മളാണെങ്കിലും ഫോളോ ചെയ്യുന്നത് GIയുടെ സ്റ്റാൻഡേർഡ്സ്. നമ്മുടെ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് റേഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എല്ലാ ഇൻസ്ട്രുമെന്റ്സും GIA സർട്ടിഫൈഡ് ആണ്. GIയുടെ ആണ്. GIA തന്നെ മാനുഫാക്ചർ ചെയ്ത് വിടുന്ന ടൂൾസ് ആണ്, എക്യുപ്മെന്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മനസ്സിലായി. ഞാൻ അപ്പോൾ ഇനി ഒരു കാര്യം ചെയ്യട്ടെ. ഇപ്പോൾ എത്രയും നമ്മൾ ഈ സ്റ്റോണിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ മൈൻഡിൽ പെട്ടെന്ന് സംഭവം ക്ലിക്കായത് ഈ നവരത്ന സ്റ്റോൺസ്. അത് ഞാൻ കേട്ടോണ്ട് നമ്മുടെ ബോഡിയിൽ 7 ചക്രാസ് ഉണ്ട്, അതായിട്ട് എന്തോ റിലേറ്റഡ് ആണോ? ചക്രാസ് വേറൊരു കാര്യമാണ്. 7 ചക്രാസ് നമുക്ക് ഇപ്പൊ എടുക്കണ്ട, നവരത്നാസിനെ പറ്റി തന്നെ പറയാം. ഓക്കെ, അതായിട്ട് റിലേറ്റഡ് ആണ് ഈ നവരത്ന സ്റ്റോൺസ്, നമ്മുടെ ചക്ര 7 ബോഡിയിലെ 7 അത് എൻറ്റയർലി ഡിഫറെന്റ് ഒരു കാറ്റഗറി പോകും. ആസ്ട്രോജമോളജിസ്റ്റ് എന്ന് പറയും, ആസ്ട്രോജമോളജി എന്ന് പറയും. ആസ്ട്രോളജിയും ജമോളജിയും തമ്മിൽ മിക്സർ ആയിട്ടുള്ളതാണ്. രണ്ടും പഠിച്ചിട്ടുള്ള ആൾക്കാരെ പറയുന്നതാണ് ആസ്ട്രോജമോളജിസ്റ്റ്. നമ്മൾ ആക്ച്വലി ജമോളജിസ്റ്റുകളാണ് നമ്മളെല്ലാവരും. നമ്മള് ജമോളജിസ്റ്റ് കം ഡയമണ്ട് ഗ്രേഡേഴ്സ് കൂടിയാണ്. നമുക്ക് വേണ്ടപ്പെട്ട ഒരു ആസ്ട്രോജമോളജിസ്റ്റ് ഉണ്ട് നമ്മുടെ സെയ്ദ് മുസാമിൽ തങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ഫ്രണ്ടും ആണ്, നമ്മുടെ ഒരു മെന്ററും കൂടിയാണ്. ആളൊരു ആസ്ട്രോജമോളജിസ്റ്റ് ആണ്, ഇവിടെ ഗുരുവായൂരുള്ളതാണ്, തൃശ്ശൂർ തന്നെ. ആളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ഇതിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ആളൊരു അടിപൊളി മനുഷ്യനാണ്, കുറെ നോളജ് ഉള്ള ഒരാളാണ്. മെയിൻ ഹൈലൈറ്റ് ഞങ്ങൾ പോലും മെന്ററായിട്ട് കാണുന്ന ഒരാളാണ്. ലൈക്ക് ഫോർ ഡൗട്ട്സ്, ഇതിന്റെ റിലേറ്റഡ് ഡൗട്ട്സ് ആയാലും ഇപ്പൊ ഏത് സ്റ്റോൺ ധരിച്ചു കഴിഞ്ഞാലും നമുക്ക് വെൽനസ് ഉണ്ടാവും. നവരത്നയിലേക്ക് കിടക്കാം. നവരത്ന എന്ന് പറയുമ്പോൾ 9 രത്നങ്ങൾ, അത് 9 പ്ലാനറ്റ്സും അസോസിയേറ്റഡ് ആയിട്ടുള്ള ജെം സ്റ്റോൺസ് ആണ്. അതിൽ ഏറ്റവും ടോപ്പ് വരുന്നത് നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ പ്ലാനറ്റ്സിൽ ഏറ്റവും മെയിൻ പ്ലാനറ്റ് എന്ന് പറയുക, പ്ലാനറ്റ് അല്ല, മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് സണ്ണാണ്. അതായത് മേജർ പാർട്ട് സണ്ണാണ്. അതിനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് റൂബിയാണ്. റൂബി നമ്മുടെ നവരത്നാസിലുണ്ട്. അങ്ങനെ ഓരോ ജെം സ്റ്റോണിനെയും അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഈ നവരത്നാസ് ഉണ്ടായിരിക്കുന്നത്. ഇത് ഓൾമോസ്റ്റ് എല്ലാ ജ്വല്ലറിക്കാരും എല്ലാവർക്കും കസ്റ്റമേഴ്സിനെ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അത് പണ്ട് മുതലേ ഫോളോ ചെയ്ത് വരുന്ന ഒരു നോമാണ്, പണ്ട് മുതലേ ഫോളോ ചെയ്ത് വരുന്ന ഒരു വിശ്വാസമാണ്. ലൈക്ക് നവരത്നാസ് ധരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓവറോൾ വെൽനെസ് കൂടും, ലൈക്ക് ഓവറോൾ നമ്മുടെ ഫാമിലിക്കായാലും വെൽത്ത് ആയാലും എല്ലാം നല്ല രീതിയിൽ സ്കെയിലപ്പ് ആവും എന്നുള്ള ഒരു വിശ്വാസത്തിന് പുറത്തിലാണത് കയറി വരുന്നത്. അതിൽ കംപ്ലീറ്റ് വിശ്വാസം ലൈക്ക് മിത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിത്തല്ല. അത് വിശ്വസിച്ച് വന്ന് അത് വെൽനെസ് കിട്ടിയവരുണ്ട്. എന്നാൽ സയൻറ്റിഫിക് രീതിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ലൈക്ക് അത്രയും ഡീപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് ആസ്ട്രോളജി ആയിട്ട് കണക്റ്റഡ്, ആസ്ട്രോളജി ആയിട്ട് കണക്റ്റഡ്. ജമോളജിക്കൽ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സ്റ്റോണുകളൊക്കെ നാച്ചുറൽ ആണോ, നമ്മളിതിൽ പറയുന്നില്ല ഇത് ധരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ദിവസം ഇത്ര പൈസ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ വെൽനസ് കൂടും, ഹെൽത്ത് കൂടും, അങ്ങനെ നമ്മൾ പറയില്ല. ധരിക്കേണ്ട സ്റ്റോണുകൾ അത് പറഞ്ഞു കൊടുക്കണത്, അതിനെ കുറിച്ച് അതിൽ കുറെ പഠിക്കാണ്ട്. ആസ്ട്രോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പഠിച്ച, ഞാൻ പറഞ്ഞില്ലേ സെയ്ദ് മുസാമിൽ തങ്ങൾ എന്ന് പറഞ്ഞ ആള് ഇത് പഠിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ആസ്ട്രോളജിസ്റ്റിന്റെ ഒപ്പീനിയൻ എടുത്തിട്ട്
വേറെ എന്താണ് എപ്പോഴും നല്ലതാണ് നമ്മളും സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ആസ്ട്രോളജിസ്റ്റിന്റെ അടുത്ത് പോവുക, കൺസൾട്ട് ചെയ്യുക. നമ്മുടെ ചോദിക്കാറുണ്ട്, എന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും നമ്മുടെ അടുത്തും ചോദിക്കാറുണ്ട്, എടാ ഏത് സ്റ്റോൺ ആയിട്ടുണ്ട്, എന്റെ മാർച്ച് മാസമാണ് അല്ലെങ്കിൽ എന്റെ ഏപ്രിൽ മാസമാണ്, ഞാൻ ഈ സ്റ്റോൺ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് പൈസ കിട്ടുമോ, അങ്ങനെ നോർമലി വരുന്ന ഒരു ഡൗട്ടാണ്. അത് നമ്മളത് സജസ്റ്റ് ചെയ്യില്ല. നമ്മൾ എപ്പോഴും പറയുന്നത് ഇത് അറിയാവുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് ഒരു നാളനുസരിച്ച് ഏജ് അനുസരിച്ചിട്ട് ഇത്ര ഏജിൽ ഈ സ്റ്റോൺ ഉണ്ടാവും, ഈ ഏജ് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റോൺ ഉണ്ടാവും. അതായത് ഈ കാര്യങ്ങളുണ്ട്, അതും നമുക്ക് പറയാൻ പറ്റില്ല. ഈ ആസ്ട്രോജമോളജിസ്റ്റ് തന്നെയാണ് അത് റെക്കമെൻഡ് ചെയ്യുക. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന ടൈമായി, ആ ടൈമിൽ നിങ്ങൾ ഈ സ്റ്റോൺ ഇട്ടാൽ നിങ്ങൾക്ക് വെൽനെസ് ഉണ്ടാവും, ഇല്ലെങ്കിൽ സമ്പത്തില് കൂടുതൽ വർക്ക് ചെയ്യും, ബിസിനസ് കൂടുതൽ നന്നാവും, മാനഹാനി അതൊക്കെ അവർക്കാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്ക് ആ ഒരു ഇതിലേക്ക് ഇല്ല. നമ്മളെല്ലാം സയന്റിഫിക് ഒരു ജെം സ്റ്റോൺ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നല്ല നാച്ചുറൽ ആണോ സിന്തറ്റിക് ആണോ, അതിന്റെ പ്രോപ്പർട്ടീസ് എന്താണ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, കെമിക്കൽ പ്രോപ്പർട്ടീസ്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സംഭവം. ഒരു സയന്റിഫിക് പ്രോപ്പർട്ടി പറഞ്ഞുതരാം, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഡയമണ്ട് അധികം ധരിക്കരുത് എന്ന് പറഞ്ഞ് അത്യാവശ്യം മാർക്കറ്റിലൊക്കെ നമ്മുടെ ഇടയിൽ എല്ലാവരും അറിയപ്പെട്ട കാര്യം ഡയമണ്ട് ഒരുപാട് ധരിക്കരുത് എന്നുള്ളത്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഡയമണ്ട് ഹീറ്റ് അട്രാക്ട് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ലൈക്ക് നമ്മുടെ സറൗണ്ടിങ് ആയിട്ടുള്ള ഹീറ്റ് അട്രാക്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. സോ നമ്മുടെ ബോഡി ഒരു മിനിമം ടെമ്പറേച്ചറാണ് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ലൈക്ക് 34 ഡിഗ്രി സെൽഷ്യസ് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് നിർബന്ധമാണ്. അപ്പോൾ ഒരുപാട് ഡയമണ്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഫ്ലക്ച്വേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഫ്ലക്ച്വേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താണ്, ഡയമണ്ട് ഹീറ്റിനെ അബ്സോർബ് ചെയ്യും, നമ്മുടെ സറൗണ്ടിങ് ആയിട്ടുള്ള ഹീറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് നമ്മുടെ ഓവറോൾ ബോഡി ടെമ്പറേച്ചറിനെ ഫ്ലക്ച്വേറ്റ് ചെയ്യും. അപ്പോൾ ടെമ്പറേച്ചർ മാറുമ്പോൾ എന്തായാലും തീർച്ചയായും പനി വരും. ലൈക്ക് ഫീവറിനോട് നമ്മൾ പ്രോൺ ആയിരിക്കും, ലൈക്ക് കോൾഡ് ഉണ്ടാവും, പനി ഉണ്ടാവും. അങ്ങനെ എപ്പോഴും നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയാൻ ചാൻസ് ഉണ്ട്. ഡയമണ്ട്സ് ഇടുമ്പോൾ എപ്പോഴും മിനിമലായിട്ട് യൂസ് ചെയ്യാന്നുള്ളതാണ് നമ്മളെപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഇത്രയും പറഞ്ഞ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. ഇനി ഞാൻ ഡൗട്ട് ചോദിക്കട്ടെ, ആസ് നിങ്ങൾ ജെമോളജിസ്റ്റ് എക്സ്പേർട്സ്, ഈ ഇത്രയും സയൻസ് ആയിട്ട് നിങ്ങൾക്ക് നല്ല ബന്ധമുണ്ട് ഈ ഒരു കല്ലിന് ടെസ്റ്റിലോട്ട് വരുമ്പോഴത്തേക്കും. ഇപ്പം നേരത്തെ എൻ്റെ സംസാരിച്ചത് ആസ്ട്രോളജിയെ കുറിച്ച്, അതിൽ നിങ്ങൾ എന്തുമാത്രം വിശ്വസിക്കുന്നുണ്ട്? ഞങ്ങൾ ആക്ച്വലി നമ്മൾ 50-50. ഞാൻ പറഞ്ഞില്ല, എല്ലാവർക്കും ചിലപ്പോൾ ഇത് വർക്കൗട്ട് ആവണമെന്നില്ല, പക്ഷെ ഇത് വർക്കൗട്ട് ആവുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, ഇപ്പോ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഒരു സ്റ്റോറി എന്തെങ്കിലും ഷെയർ എൻ്റെ അടുത്ത് മെയിൻലി വരുന്ന ക്വസ്റ്റ്യൻ ആണ്, നീ ഇത്ര ജെമോളജിസ്റ്റ് ആയിട്ട് നീ ഒരു ജെമ്മുള്ള ഒരു റിങ്ങോ മാലയോ ഒന്നും നീ ധരിക്കുന്നില്ല. ഞാനൊരു പ്രാവശ്യം ട്രൈ ചെയ്തതാണ്, എനിക്കതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഉണ്ടായില്ല. ലൈക്ക് എൻ്റെ ഹെൽത്തിനോ അല്ലെങ്കിൽ എൻ്റെ വെൽനെസ്സിനോ അല്ലെങ്കിൽ ഓവറോൾ രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി ഒരു ഗുണമുണ്ടായിട്ടില്ല. ബിക്കോസ് അതിൽ വിശ്വസിക്കുന്ന ഒരുപാടുണ്ട്, ഞാനത് ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നതും കൂടിയാണ്. ലൈക്ക് അതിട്ട് അവരുടെ ജീവിതത്തിൽ അത് ഉണ്ടായിട്ടുണ്ട്, അതിനുള്ള പ്രൂഫുകളും ഉണ്ട്. ലൈക്ക് അത് വിശ്വാസം, അത് ഒരാളുടെ വിശ്വാസം. ഞാൻ എന്ത് വിശ്വസിക്കുന്നുള്ളത് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ, പേഴ്സണൽ എക്സ്പീരിയൻസ്. ഞാൻ ഇട്ട് നോക്കിയതാണ്. പറയുന്നത് നമ്മുടെ ആക്ടേഴ്സ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ സൽമാൻ ഖാൻ ധരിക്കുന്ന ഒരു ടോർക്കോയ്സ് എന്ന് പറഞ്ഞൊരു സ്റ്റോൺ ഉണ്ട്, ഒരു നീളമുള്ള അതെന്താ വെച്ചാൽ ഈവിളായി പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആളത് വെയർ ചെയ്യുന്നത് പറയുന്നത്. ഓരോരുത്തരുടെ ഓരോ ബിലീഫ്സ് ആണ്. ഈവലായി പുള്ളി ഇടുന്ന ഒരു സ്കൈ ബ്ലൂ കളർ സ്റ്റോൺ അല്ലേ? ഇനി അപ്പൊ മറ്റേ ഈവലൈൻ്റെ ഒരു സ്റ്റോൺ ഇല്ലേ, ഒരു ബ്ലൂ ബ്ലാക്ക് വൈറ്റ് എല്ലാം വരുന്നത്, അത് നിങ്ങൾ സിന്തറ്റിക് ആണ് ആക്ച്വലി, പ്യൂർലി സിന്തറ്റിക്. അത് വേസ്റ്റ് ആണെന്ന് പറഞ്ഞു വരുന്നത്. ടർക്കോയ്സ് എന്ന് പറയുന്നത് ആക്ച്വലി നാച്ചുറൽ സ്റ്റോൺ ആണ്, അതും ഇറാനിയൻ ടർക്കോയ്സ് ആണ്. സൽമാൻ ഖാൻ ധരിക്കുന്ന സ്റ്റോൺ ഇറാനിയൻ ടർക്കോയ്സ്. അതിനെന്തോ ഒരു വില എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? സെമി പ്രഷ്യസ് സ്റ്റോൺസിൽ വരുന്നതാണ്, കാറ്റഗറിയിൽ പെടുന്നതാണ്. പ്രഷ്യസും ഉണ്ട്, സെമി പ്രഷ്യസും ഉണ്ട്. അത് ഡിപ്പെൻസ് ഓൺ അതിന്റെ കളർ ക്ലാരിറ്റി, ക്യാരറ്റ്, അതിന്റെ ഫോഴ്സീസ് ഞാൻ പറഞ്ഞില്ലേ, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും അതിന്റെ പ്രൈസ്. സൽമാൻ ഖാൻ ധരിക്കുന്നതാണ്, എന്തായാലും അതിന് നല്ലൊരു വില ഉണ്ടാവും. നമ്മൾ മേജർലി അറിഞ്ഞിരിക്കുന്നത് ഇതിന് നമുക്ക് ഒരാൾക്ക് ഫിക്സ്ഡ് പ്രൈസ് സംഭവമില്ല. ഇത് സൽമാൻ ഖാനാണ് കൊടുക്കണമെന്നില്ല. ഇപ്പം വലിയൊരു ജ്വല്ലറിയാണ് വിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അതിന്റെ പ്രൈസ് ടാഗ് അങ്ങനത്തെ ഒരു പ്രൈസ് ടാഗ് ഇട്ടിട്ടാണ് കൊടുക്കുള്ളൂ. സാധാ വഴിയിലുള്ള കടയാണെങ്കിൽ അതിനനുസരിച്ചുള്ള വില വ്യത്യാസം കാണും. ഇപ്പോൾ റീസെന്റ് നിത അംബാനി മോന്റെ കല്യാണത്തിന് ഇട്ട് ധരിച്ചിരുന്ന എമറാൾഡിന്റെ ഒരു കൊളംബിയൻ എമറാൾഡ് ആയിരുന്നു അത്. 530 ക്യാരറ്റ്സ് ഓഫ് കൊളംബിയൻ എമറാൾഡ്, 530 ഒരു 230 സംതിങ്, 2 കൊളംബിയൻ എമറാൾഡ്സ് ആണ്. കൊളംബിയൻ മൈൻ എന്ന് പറയുന്നത് വളരെ റെയർ ആണ്. ലൈക്ക് അവിടുന്ന് എമറാൾഡ്സ് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ റെയർ ആണ്. ബിക്കോസ് അതിന്റെ കളറ് ഒരു ലീഫി ഗ്രീൻ
അല്ലെങ്കിൽ ഒരു ഡാർക്ക് ഗ്രീൻ കളറിലുള്ള എമറാൾഡ്, അത് ആ ഒരു പോർഷൻ ഓഫ് മൈനിൽ നിന്ന് അത് കിട്ടുള്ളൂ. അത് അത്രയും സ്പെഷ്യലാണ് കമ്പയർ ടു അതർ എമറാൾഡ്സ്. എമറാൾഡ് ഒരുപാട് കാണപ്പെടുന്നത് സാമ്പിയൻ മൈനിൽ നിന്നാണ്, സാമ്പിയൻ ആഫ്രിക്ക, സാമ്പിയൻ മൈനിൽസിൽ നിന്നാണ് എമറാൾഡ് ഏറ്റവും കൂടുതൽ അബൻഡന്റ്ലി കിട്ടുന്നത്. നമ്മുടെ നാട്ടിലോട്ട് വരുന്ന ഇത് ആഫ്രിക്കയാണ് മേജർ സോഴ്സ്. ആഫ്രിക്കയാണ് നമ്മുടെ നാട്ടിൽ മൈൻ ചെയ്യണ ഒരു സ്റ്റോൺ ഉണ്ട്, ഏതാണെന്നറിയോ? ഒരു ട്രിവാൻഡ്രത്തുനിന്ന് ഒരു സ്റ്റോൺ നമ്മള്, നീ ട്രിവാൻഡ്രത്തുനിന്നല്ലേ, അവിടെ ഒരു മൈൻ ചെയ്യുന്ന ഒരു സ്റ്റോൺ ഉണ്ട്. എനിക്കറിയാൻ വയ്യ. അവിടെ നമ്മുടെ കാറ്റ്സൈ ഉണ്ട്, ഇത് ട്രിവാൻഡ്രത്ത് ചെയ്യുന്ന, ട്രിവാൻഡ്രത്ത് അതിന്റെ മൈൻ ഉണ്ട്. ഓ ഓക്കെ. പക്ഷെ അത് എനിക്ക് തോന്നുന്നു സ്റ്റോപ്പ് ചെയ്ത് വെച്ച ക്ലോസ്ഡ്. പക്ഷെ ട്രിവാൻഡ്രത്ത് അത് അവൈലബിൾ ആണ്. ക്രൈസോബറിൽ കാറ്റ്സൈ എന്ന് പറയുന്നത് അത് സ്പീഷീസ് ആണ്. ക്രൈസോബറിൽ എന്ന് പറയുന്നത് അത് കുറച്ച് എന്താ പറയാ റയർ ആണ്, എക്സ്പെൻസീവ് ആണ്. ക്രൈസോബർ കാറ്റ്സൈ തന്നെ പല ടൈപ്പ്, കോട്സ് കാറ്റ്സൈ ഉണ്ട്, ക്രൈസോബറിൽ കാറ്റ്സൈ ഉണ്ട്. അതിൽ ഈ ക്രൈസോബറിൽ കാറ്റ്സൈ എന്ന് പറയുന്നത് കുറച്ച് റയർ ആണ്, കുറച്ച് ട്രാൻസ്പെറന്റ് ആണ്. കാറ്റ്സൈകള് നോർമലി ഒപ്പേക് സ്റ്റോൺസ് ആണ്, ലൈറ്റ് അതിലൂടെ പാസ് ആകില്ല. ക്രൈസോബറിൽ കാറ്റ്സൈ എന്ന് പറയുന്നത് അതിൽ കുറച്ചുകൂടി ട്രാൻസ്പെറന്റ് ആണ്, നല്ല ഗ്രീനി കളർ ഉണ്ടാവും. ഒരു കാറ്റ്സൈ എന്ന് പേര് വരാൻ കാരണം പൂച്ചയുടെ കണ്ണ് കണ്ടിട്ടുണ്ടാവും, അതിന്റെ നടുക്ക് ഫിനോമിനൻ ഉണ്ട്. അതായത് ഒരു പൂച്ചയുടെ കണ്ണിന്റെ നടുക്കിലൊരു ലൈൻ, നേരിയ ലൈൻ പോകുന്നുണ്ടാവും. അതേപോലെ അതുപോലെ തന്നെ ടൈഗേഴ്സ് ഐ ഉണ്ട്. അത് ടൈഗറിന്റെ ഐ പോലെയാണ്. ടൈഗറിന്റെ ഒരു കളർ ഉണ്ട്, ഒരു ഓറഞ്ചിഷ് കളർ ഉണ്ട്, അതിനെ ടൈഗേഴ്സ് ഐ എന്ന് പറയും. ട്രാൻഡ്രത്ത് ചെയ്യുന്ന അങ്ങനെ ഒരുപാട് ഹിഡൻ മൈൻസ് ഉണ്ട്, നമ്മളിപ്പോഴും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരുപാട് ഹിഡൻ മൈൻസ് ഉണ്ട്. മനസ്സിലായി. ഇപ്പൊ ഗവൺമെന്റിന് അത് എക്സ്പോസ്ഡ് അല്ല, അങ്ങനെ അത് പുറത്തേക്ക് വിടാൻ പറ്റാത്ത രീതിയിലുള്ള ചെയ്യുന്നത്. എനിക്കപ്പോൾ ഇപ്പോൾ നിങ്ങൾ നമ്മളിപ്പോൾ ലൊക്കേഷൻ്റെ കാര്യം പറഞ്ഞു, ട്രിവാൻഡ്രം. ഇനി അടുത്ത എൻ്റെ മനസ്സിലുള്ള ഞാൻ കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ടെസ്റ്റിംഗ് ലാബ് വരുന്നത് തൃശ്ശൂർ ടൗണിലാണ്. നിങ്ങൾ തൃശ്ശൂർ, നിങ്ങൾ അവിടെ താമസിക്കുന്ന ആൾക്കാരാണ്, ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. എനിക്ക് മൈൻഡിലുള്ള ഡൗട്ട് എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ എങ്ങനെ ഒരു ഹബ്ബായി മാറിയത്, ഈ ഗോൾഡ്, ഡയമണ്ട്സ്, കല്ലിനൊക്കെ ഒരു ഹബ്ബായി മാറിയത്? വൺ ഓഫ് ദ നോൺ തൃശ്ശൂർ ഇപ്പൊ നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കാണാം, തൃശ്ശൂരാണ് ഗോൾഡ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ഗോൾഡ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് സിറിയൻ ക്രിസ്ത്യൻസ് റോമൻസ് ഒക്കെ ഉണ്ടല്ലോ, അവരിവിടെ വന്നിട്ട് സീ ത്രൂ ഇവിടെ വന്നിട്ട് ട്രേഡ് ചെയ്യാൻ തുടങ്ങിയതാണ്. വുഡ്, ഫർണിച്ചർ, പിന്നെ ഗോൾഡ്, ഇതായിരുന്നു മെയിൻ അവരുടെ സെല്ലിംഗ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ആ ടൈമിൽ ടാക്സും കാര്യങ്ങളൊന്നുമില്ല. കൊടുങ്ങല്ലൂര് വന്ന് തൃശ്ശൂര് വിൽക്കലായിരുന്നു. തൃശ്ശൂരായിരുന്നു മെയിൻ സെയിൽസും ഹബും കാര്യങ്ങളും ഉണ്ടായിരുന്നത്. അങ്ങനെ കഴിഞ്ഞ് നമ്മുടെ ശക്തൻ തമ്പുരാൻ ആള് ഇവിടെ സിറിയൻ ക്രിസ്ത്യൻസിന് ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യണത്. മാർക്കറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ ഓപ്പൺ ചെയ്യാണ്, ഫുൾ സപ്പോർട്ട് ചെയ്ത് മാർക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവിടുന്ന് പിന്നെ നമ്മുടെ എല്ലാ സ്ഥലത്തും, കേരളത്തിലത്തെ എല്ലാ സ്ഥലത്തേക്കും, അത് കേരളം മാത്രമല്ല തമിഴ്നാടും ഇന്ത്യ ഇന്ത്യയില് ഏറ്റവും കൂടുതൽ നമ്മുടെ ഇവിടുന്ന് ആയി തുടങ്ങി. പിന്നീട് അത് ടാക്സ് ആയി, അങ്ങനെ ടാക്സ് കാര്യങ്ങൾ കൂടിയപ്പം അത് തന്നെ നമ്മുടെ കേരളത്തിന് ഭയങ്കര പ്രോഫിറ്റ് വന്നു തുടങ്ങി. ടാക്സ് വന്ന കാരണം അതുവരെ ടാക്സ് ഇല്ലാത്തതുകൊണ്ട് അവര് വരുന്നു, ഇവിടുന്ന് ഡയറക്റ്റ് സെല് ചെയ്ത് പോണു, അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. ഇതിന് പിന്നെ ടാക്സ് ഏർപ്പെടുത്തി, പിന്നെ അത് അതും ടാക്സിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടി തുടങ്ങി. അങ്ങനെ ഹബ്ബായി മാറി. അതൊരു നമ്മുടെ 3,000-4,000 മാനുഫാക്ചേഴ്സ് ഉണ്ട് ഇവിടെ. ഗോൾഡ് മാനുഫാക്ചർ തൃശ്ശൂർ മാത്രം 3,000-4,000 മാനുഫാക്ചേഴ്സ്. അത് പലർക്കും അറിയില്ല. ഇപ്പോ പുറത്തുള്ള ജ്വല്ലറീസ്, നോർത്ത് ഇന്ത്യയിലുള്ള ജ്വല്ലറീസ് ആയാൽ പോലും, നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ജ്വല്ലറീസ് ആയാൽ പോലും അതിന് ഗോൾഡ് മാനുഫാക്ചറിംഗ് മേ ബി നമ്മുടെ തൃശ്ശൂരായിരിക്കും. നമ്മുടെ ഷുവർലി ഇന്ത്യയുടെ ഗോൾഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. അപ്പൊ ഗുജറാത്ത്, നോർത്തിലേക്കും ഗുജറാത്ത് തൃശ്ശൂരിൽ നിന്നാണ് പ്രൊഡക്ഷൻ പോണത്. തൃശ്ശൂരിൽ 70% മാനുഫാക്ചറിംഗ് നടക്കുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. അതേപോലെ ഇപ്പൊ അടുത്തത് ബൂമിംഗ് ആയിട്ട് വരുന്നത് കോഴിക്കോടാണ്. കോഴിക്കോട് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര പ്രൊഡക്ഷനും കാര്യങ്ങളും നടക്കുന്നത് കോഴിക്കോടും ഉണ്ട്. തൃശ്ശൂരും കോഴിക്കോടും ആണ്. നമ്മുടെ GAC കോഴിക്കോടും UAE സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. കമ്മിങ് 6 months നമ്മുടെ GAC കോഴിക്കോടും കാലിക്കട്ടും UAE നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ പേപ്പറും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിത്തിൻ 2 years ആയിട്ടുള്ള നമ്മളിപ്പോ GAC സ്റ്റാർട്ട് ചെയ്തിട്ട് 2 yearsനുള്ളിൽ തന്നെ നമ്മള് 20+ സ്റ്റാഫ്സും 50+ ക്ലയൻസും കോർപ്പറേറ്റ് ക്ലയൻസ് ഇൻക്ലൂഡിങ് കോർപ്പറേറ്റ് ക്ലയൻസ് വരെ ഉണ്ട് ഇപ്പൊ നമുക്ക്.
20+ സ്റ്റാഫും ഉണ്ട് നമുക്ക്. അപ്പോൾ ഒരു വെൽ ടീമാണ് നമ്മള്. അത് എക്സ്പാൻഡ് ചെയ്യാൻ നിൽക്കാണ് നമ്മള്. അപ്പോൾ നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഡയമണ്ട് ഗ്രേഡറോ അല്ലെങ്കിൽ ഒരു ജമോളജിസ്റ്റോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുപോലെ നമ്മുടെ കോഴ്സും ഉണ്ട്. നമ്മൾ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ലൈക്ക് എങ്ങനെ ഡയമണ്ട് ഗ്രേഡിങ്ങിനും ജമോളജിക്കും ഉള്ള ഒരു കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. 2 കോഴ്സും കൂടിയിട്ട് ഒരു 3 month കോഴ്സാണ്. 3 month കോഴ്സാണ്. അപ്പോൾ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം അത് നോക്കുക. ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ്റെ അടിയിൽ കാണും, ഉണ്ടാവും. യെസ്, ഇതുപോലെ തന്നെയാണ് ഈ ഡയമണ്ട് മാനുഫാക്ചറിങ് നമ്മുടെ തൃശ്ശൂർ ഉണ്ടായിരുന്നതാണ്. കുറെ കാലം മുന്നേ കട്ടിങ് ആൻഡ് പോളിഷിങ്ങും നമ്മുടെ തൃശ്ശൂർ തന്നെയായിരുന്നു മെയിൻ ഹബ്ബ്. പിന്നെ അത് ലേബേഴ്സിന്റെ ഇഷ്യൂവും കുറെ പ്രശ്നങ്ങൾ കാരണം ഇപ്പൊ ഇല്ല. ഇപ്പൊ എല്ലാരും സൂറത്തും ഗുജറാത്തിലേക്കൊക്കെ അവിടെയായി ഹെഡ് ഓഫീസും കാര്യങ്ങളും. 90% വേൾഡിലെ ഡയമണ്ട് കട്ട് ചെയ്ത് പോളിഷ് ചെയ്യുന്നത് ഇന്ത്യയിലാണ്. വേൾഡിലെ 90% ഡയമണ്ട് ഇന്ത്യയിൽ കട്ട് ചെയ്ത് പോളിഷ് ചെയ്തിട്ടാണ് ബാക്കി കൺട്രീസിലേക്ക് പോണത്. റഷ്യയിലാണ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡയമണ്ട്. റഷ്യയിലാണ് സ്കിൽഡ് ആയിട്ടുള്ള ലേബർ, ഇത്രയും സ്കിൽഡ് ആയിട്ടുള്ള ലേബർ നമുക്കുള്ളത് ഇന്ത്യയിലാണ്. സെമി പ്രഷ്യസ് വേഴ്സസ് പ്രഷ്യസ് സ്റ്റോൺസിനെ കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാമോ? പ്രഷ്യസ് സ്റ്റോൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്ന റൂബി, എമറാൾഡ്, സഫയർ ആൻഡ് ഡയമണ്ട് ആണ്. ഈ 4 പ്രഷ്യസ് സ്റ്റോൺസിൽ വരുന്നത്. ബാക്കി വരുന്ന സ്റ്റോൺസ് ഉണ്ട്. ഇപ്പോൾ സിട്രിൻ, അമെത്തസ്റ്റ്, ക്വാർട്സ്, അങ്ങനത്തെ സ്റ്റോണുകളൊക്കെ നമുക്ക് ടോർക്കോയ്സ് എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സൽമാൻ ഖാന്റെ റിങ്, അതൊക്കെ സെമി പ്രഷ്യസിലേക്കാണ് വരുന്നത്. അത് ഈ പേര് പറയണ പോലെ പ്രഷ്യസിന് കുറച്ചുകൂടി വാല്യൂ കൂടുതലാണ്, സെമി പ്രഷ്യസിന് കുറച്ച് വാല്യൂ കുറവാണ്. വാല്യൂ കുറവാന്ന് മീൻസ് വാല്യൂ ഇല്ല എന്നല്ല, വാല്യൂ കുറവാണ്. പിന്നെ അതിന് കുറച്ച് റയറിറ്റിയും കൂടുതലാണ്. നല്ല ക്വാളിറ്റി പ്രഷ്യസ് സ്റ്റോൺസിന് ഈ പ്രഷ്യസിൽ വരുന്നതിനൊക്കെ കുറച്ച് റയറിറ്റി കൂടുതലാണ്. അതും കാരണം കൊണ്ടാണ് അത് പ്രഷ്യസ് ആവണത്. ഈ പ്രഷ്യസ് സ്റ്റോൺ വെച്ചൊരു ജ്വല്ലറി നമ്മളത് വെക്കാൻ പോകുമ്പോഴത്തേക്കും അതെന്താ നേരത്തെ പറഞ്ഞ മോഹബല തന്നെയാണോ അതോ അതിന് സ്പെസിഫിക്? നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ നീതാംബാനിയുടെ, അത് എനിക്ക് തോന്നുന്നത് ഒരു 300-400 കോടി അങ്ങോട്ട് ആ കൊളംബിയൻ എമറാൾഡ്സിന്റെ അതെന്തോ ബേസിസിലായിരിക്കും അവർ പ്രൈസിങ് ഇട്ടത്. പ്രൈസിങ് എന്ന് വെച്ചാൽ അത്ര വലിയൊരു പീസ് കട്ട് ആൻഡ് പോളിഷ് ചെയ്തെടുക്കാൻ അത് അതിന്റെ റയറിറ്റി, അതൊരു സംഭവം. പിന്നെ അതിന്റെ ഞാൻ പറഞ്ഞല്ലേ 4 C's, കളർ, കട്ട്, ക്ലാരിറ്റി, ക്യാരറ്റ്, അതും ഒരു വലിയ ഫാക്ടറാണ്. അതിന്റെ കളറും ഇപ്പൊ കൊളംബിയൻ എമറാൾഡ് ആണ് ഏറ്റവും നല്ല വലുതാണ്, അതിന്റെ വെയിറ്റ് വലുതാണ്, കട്ടും ഒരു സ്ക്വയർ ഷേപ്പില് ഒരു സിംഗിൾ പീസ് ആണല്ലോ. നമുക്ക് മനസ്സിലാവും അതിന്റെ കളർ കണ്ടു നമുക്ക് തോന്നും ഇതൊരു വലിയൊരു പോർഷൻ ഓഫ് റോക്ക് എന്നാണ് ഇത് പൊട്ടിച്ചെടുക്കുക. ആ ഒരു പ്രൊപ്പോർഷൻ അവർ നോക്കും. അതായത് ഈ റോക്ക് പൊട്ടിച്ചാൽ ഇത്ര വലിപ്പമുള്ള ഒരു വേസ്റ്റേജ് കുറച്ചിട്ട് ഇത്ര സൈസിലൊരു സ്റ്റോൺ കട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി അതിന്റെ പ്രൊപ്പോർഷനൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഇത് നമ്മൾ വാങ്ങുള്ളൂ, റഫ് വാങ്ങുന്നവര്. അപ്പൊ അത്ര വലിയ സ്റ്റോണും വന്ന് ഈ ഒരു ഇത്ര വലിയ പീസ് വേസ്റ്റേജ് ഇല്ലാണ്ട് എടുക്കാൻ പറ്റുകയാണെങ്കിൽ അതിന് റയറിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. പ്രൈസ് 530 carats ആണ് നമ്മൾ മെൻഷൻ ചെയ്തു. 530 carats ഓഫ് എമറൽഡ് ആയിരുന്നത്. ആ 530 carats ഓഫ് സിംഗിൾ പീസ് കിട്ടുന്നുണ്ടായിരുന്നെങ്കിൽ മിനിമം 2000 carats ഓഫ് റഫ് ഉണ്ടാവണം. റഫ് ടോട്ടലി ആ ഒരു വലിയ കല്ല് പോലെ അത് മിനിമം 2000 അല്ലെങ്കിൽ 1000 carats ഉണ്ടാവണം ആസ് ടോട്ടൽ. അതിൽ നിന്നാണ് ഈ 530 carats ഓഫ് പെർഫെക്റ്റ് കട്ട് എമറാൾഡ് ഫ്രീ ആയിട്ടും കളർ അത്രയും നല്ല കളറായിട്ടും ഒരു സ്ക്വയർ ഷേപ്പ് കിട്ടണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. യൂണിഫോം കളർ ആയിരിക്കണം. ഒരു ജെം സ്റ്റോൺ വാങ്ങുമ്പോൾ അതിന്റെ പകുതി സൈഡ് ഒരു കളറും ഇപ്പർ സൈഡ് ഒരു 90% വേറെ കളറും ആണെങ്കിൽ അതിൽ കാണുമ്പോൾ നമുക്ക് ഒരു ഇത് തോന്നില്ല. ആ യൂണിഫോം കളറിൽ കിട്ടണമെങ്കിൽ അത്ര പൈസ അതിന് കൊടുക്കണം, അത്ര വേറെ ആയിരിക്കും സംഭവം. അതുകൊണ്ടാണ് ഈ പ്രൈസിങ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നത്. മനസ്സിലായി. ഇത് ഇപ്പൊ ഇവരിപ്പോ പറഞ്ഞത് നിത അംബാനി വാങ്ങിച്ചത് 300 കോടിയല്ലേ? 500 കോടി അവര് റിവീൽ ചെയ്താണ്. അത് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. ഗൂഗിളിൽ വെച്ച് നോക്കുമ്പോ ആ ഒരു എമൗണ്ട് ആണ് കാണിക്കുന്നത്, പ്രൈസ് റേഞ്ചാണ് കാണിക്കുന്നത്. ശരി, അത് അവരിപ്പോ എത്ര 2-3 വർഷം വാങ്ങിച്ചിട്ട് കാണത്തില്ല ഇത്? ഇപ്പൊ ഈ മാരേജ് ആനന്ദ് അംബാനിയുടെ വെഡിങ് ആണ് വാങ്ങിച്ചത്. 12 മാസം കഴിഞ്ഞപ്പോ അത് ഇന്നെന്തോ ഒരു മാർക്കറ്റ് വാല്യൂ കാണുമായിരിക്കും. ഇന്നിപ്പോ അവര് യൂസ് ചെയ്ത കാരണം ഡബിൾ ആയി ഉണ്ടാവും. അതിന്റെ 500 പിന്നെ അവരത് എന്തായാലും വിൽക്കില്ല. അതൊരു ലെഗസി പോലെ അവർ കീപ്പ് ചെയ്യാൻ പോണ സാധനമാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ലക്ഷറി സാധനമാണ്. ഇത് അങ്ങനെ അവരവരുടെ ഒരു ലക്ഷറി ആയിട്ട് കാണുന്ന ഒരു സാധനമാണ്. അത് അവരെന്തായാലും വിൽക്കുകയാണെങ്കിൽ അത്ര ഓപ്ഷനൊക്കെ വെച്ചിട്ട് അത്രയും ഇനിയും അത് വിൽക്കുകയാണെങ്കിൽ എന്തായാലും പ്രൈസ് ഡബിൾ ആണ്. അതെ, അതിപ്പോ ഏതൊരു കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. അതിപ്പോ നമ്മുടെ സർ അലക്സ് ഫെർഗൂസൻ എന്നൊരു കോച്ച് ഉണ്ട്. ആള് ലാസ്റ്റ് മാച്ചിന് ആളുടെ റിട്ടയർമെന്റ് മാച്ചിന്
കോച്ച് ചെയ്യണ സമയത്ത് ആള് സ്പ്ലിറ്റ് ചെയ്തൊരു ബബിൾക്കം ഉണ്ട്. ആ ബബിൾക്കം വിറ്റുപോയത് ഓപ്ഷൻ വെച്ച് വിറ്റുപോയത് കോടികൾക്ക്. ജസ്റ്റ് ചൂസ് ചെയ്ത് നിലത്തിട്ട സാധനത്തിന് അത്ര ആൾക്കാർ കാണുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോ സ്പോർട്സ് ഇതിൽ നോക്കുകയാണെങ്കിൽ റൊണാൾഡോയുടെ ഒരു ജേഴ്സി ആള് കളിച്ചിരുന്ന ഒരു ജേഴ്സി അവിടെ വലിച്ച് ഊരിട്ട് പോയത് അവിടുത്തെ ഒരാള് എടുത്തു പോയി ഓപ്ഷൻ വെച്ചപ്പോ അതിനെ ഒരു കുട്ടിക്ക് സേവ് ചെയ്യാൻ ക്യാൻസർ എന്തോ സേവ് ചെയ്യാനുള്ള എത്രയുണ്ട് വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആണ്. സെലിബ്രിറ്റി ഇൻഫ്ലുവൻസ് അതിലുണ്ട് നല്ലപോലെ. ഓൾറെഡി അത് റയർ ആണ് അത്രയും വലിയൊരു സിംഗിൾ പീസ് ഓഫ് സ്റ്റോൺ കിട്ടാൻ. അത് മ്യൂസിയം ക്വാളിറ്റി ആണത്. ആക്ച്വലി മ്യൂസിയത്തിലൊക്കെ വെക്കേണ്ട ക്വാളിറ്റി അങ്ങനത്തെ കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ആ ഒരു ഇവർ യൂസ് ചെയ്തെന്ന് പറയുമ്പോ തന്നെ അതിന്റെ റേറ്റും 400 മേടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ വിൽക്കുമ്പോൾ 800,000 അടിക്ക് ഒരിക്കലും പോകില്ല. നല്ലൊരു സെക്യൂർഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇപ്പൊ സെലിബ്രിറ്റി യൂസ് ചെയ്താൽ മാത്രമല്ല നമ്മുടെ ഒരു റയർ പീസ് ഉണ്ടെങ്കിലും അതൊരു ട്രഷറാണ്. പക്ഷെ ഒരു സെലിബ്രിറ്റി എന്ന് പറയുമ്പോൾ കൂടും. നമ്മുടെ എന്ന് പറയുമ്പോൾ ഒരു 1x 2x കൂടും. സെക്യൂർഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഒരു വണ്ടിയും ലാലാട്ട് ഉപയോഗിച്ച വണ്ടി വിൽക്കണതും ഭയങ്കര വ്യത്യാസം ഉണ്ടല്ലോ. ഇവൻ വിറ്റ വണ്ടി ഒരു വണ്ടി അല്ലേ, ഒരു വണ്ടിയാണത്, ഒരു വെഹിക്കിൾ, ഒരു മെറ്റീരിയലിസ്റ്റിക് ഒബ്ജക്റ്റ് ആണത്. പക്ഷെ അതിന് വാല്യൂ കൂടി എങ്ങനെയാ സെലിബ്രിറ്റിക്കാർ. പിന്നെ ഇതെല്ലാം ഒരു എർത്തിന്റെ വണ്ടറാണ്, നമ്മുടെ നേച്ചറിന്റെ ഓരോ വണ്ടേഴ്സ് ആണ്. അത് നമ്മൾ അതേപോലെ ഈക്വലി റെസ്പെക്ട് കൊടുക്കണം. ലൈക്ക് ഇത്ര വർഷങ്ങളെടുത്ത്, ഇത്ര മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുത്തിട്ടാണ് ഇത് ഉണ്ടായി വരുന്നത്. അത് ലൈക്ക് 1000-1 ചാൻസ് ആണ് നമുക്ക് ഇതുപോലത്തെ ഒരു വലിയ പീസ് ഓഫ് എമറൽഡ്. ഒരു ഇമോഷനും കൂടി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇപ്പൊ നമ്മള് ജീവിക്കുന്ന ഈ ഭൂമിയുടെ അടിയിൽ നിന്ന് അത്രയും ബില്യൺ ഓഫ് ഇയേഴ്സ് നമ്മുടെ അപ്പാപ്പന്മാരുടെ നമുക്ക് ചിന്തിക്കാനില്ല. അത്രയും മുമ്പ് ഇത് ഫോർമേഷൻ തുടങ്ങിയിട്ടുള്ളതാണ് ഇതിന്റെയൊക്കെ. ഇപ്പൊ ഡയമണ്ട് മാത്രമല്ല, ഇപ്പൊ ഒരു എമറാൾഡ് കിട്ടണമെങ്കിലും ഓൾമോസ്റ്റ് ഒരു എത്ര ബില്യൺ ഇയേഴ്സ് തന്നെ വേണം. എമറാൾഡ് ആണെങ്കിലും സഫയർ ആണെങ്കിലും ഇത്രയും മില്യൺ ഇയേഴ്സ് കഴിഞ്ഞാലാണ് അതും ഫോം ആയി വരുള്ളൂ. ഡയമണ്ട് മാത്രമല്ല ഇത്രയും ബില്യൺ ഇയേഴ്സ് കഴിഞ്ഞ് ഫോം ആകണത്. എല്ലാം ഒരു ടൈം എടുത്തിട്ടുണ്ടാവുന്ന ഒരു പ്രോസസ്സാണ്. അപ്പം അതൊരു ഇമോഷനാണ്. നമ്മൾ ജീവിക്കുന്ന ഭൂമിയിൽ നമ്മൾ അത്രയും പഴക്കമുള്ള ഒരു സാധനം നമ്മൾ വേറെ അതിന് ഒരു ഇമോഷനാണ്. അത് ഇമോഷന്റെ പേരിലും കൂടിയാണ് സെല്ലാവണത്. ഇമിറ്റേഷൻസ് ഒരുപാട് ഉണ്ടാക്കാം. ലാബിൽ അത് ഗ്രോ ചെയ്യാം. ലാബിൽ ഗ്രോ ചെയ്യാൻ മാക്സിമം 3-4 ഡേയ്സ്, മാക്സിമം പോയ ഒരാഴ്ചക്കുള്ളിൽ അതേ രീതിയിലുള്ള ഒരു എമറൽഡോ അല്ലെങ്കിൽ ഇമോഷനായിട്ട് വേറെ ആണെങ്കിൽ നമ്മൾ എന്തായാലും നാച്ചുറൽ റെസ്പെക്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ടത് നമുക്ക് അതിനൊരു ഇമോഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും നമ്മൾ നാച്ചുറൽ വേറെ ഇല്ല. നമുക്ക് അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്കിപ്പോൾ അതിനൊരു തിളക്കം കിട്ടിയാൽ മതി, സിന്തറ്റിക് യൂസ് ചെയ്താൽ മതി. സിന്തറ്റിക്കിന് ചിലപ്പോൾ നമുക്ക് കൂടുതൽ തിളക്കം കിട്ടും, കൂടുതൽ തിളക്കം കിട്ടും. മിന്നുന്നതെല്ലാം പൊന്നല്ല, എല്ലാം പൊന്നല്ല, ഇതും പൊന്നാവില്ല. നാച്ചുറലിന് അതിൻ്റെതായ ഒരു ബ്യൂട്ടി ഉണ്ട്, വേറെ ഒരു ബ്യൂട്ടി ഉണ്ട്, അതിനൊരു ഇമോഷൻ ഉണ്ട്, അതിനൊരു സ്റ്റോറി ഉണ്ട് അതിനെ പറയാൻ വേണ്ടിയിട്ട്. ഹിസ്റ്ററി ഉണ്ട്. അത് കാരണമാണ് അത് വാല്യൂ കൊടുക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഈ പ്രൈസ് കൂടുന്നതും നമ്മുടെ മാർക്കറ്റിൽ. നമ്മളിപ്പോൾ കൊടുക്കുക അത് മേടിക്കുകയാണെങ്കിൽ പോലും, ഇപ്പോൾ ഇമോഷൻ വൈസ് മേടിക്കുകയാണെങ്കിൽ പോലും, ഞാൻ എർത്തിൻ്റെ അണ്ടറിൽ ഇത്ര 50 മില്യൺ 100 മില്യൺ ഇയേഴ്സ് ഓഫ് ടൈം എടുത്തുണ്ടായ ഒരു സാധനമാണ് ഞാൻ അഡോൺ ചെയ്തിരിക്കുന്നത്. ഞാൻ ഇട്ടേക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ അതൊരു ഇമോഷനാണ്, കോൺഫിഡൻസ്. ഒരു 4 to 5 ഡേയ്സിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ലാബ് ഗ്രോണേക്കാളും നമുക്ക് ഇത്രയും കൊല്ലം പഴക്കമുള്ള ഒരു സാധനമാണ് നമ്മുടെ കയ്യിലേക്ക് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. കോൺഫിഡൻസ് വരും, നമ്മുടെ ഒരു വെയിറ്റും കൂടും, ഒന്ന് പൊങ്ങിക്കും, ഒന്ന് ബാക്കിലൊന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കും. ഓക്കെ മനസ്സിലായി. അപ്പോൾ ഈ ഡയമണ്ട് കാര്യം പറഞ്ഞപ്പോഴേ, അത് കൈക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ, പക്ഷേ നമുക്കൊരു ആണെന്ന് വെച്ചാൽ ഒരു മെർസിഡസ് ബെൻസോ ഒരു BMW വാങ്ങാൻ പോയി കഴിഞ്ഞാൽ ഈ കൺസിഡേഴ്സ് ഒരു ലക്ഷറി ഐറ്റം പോലെ. അതിൽ തന്നെ പെണ്ണുങ്ങൾക്ക് ഈ ഡയമണ്ട് വാങ്ങാൻ പോകുന്നത് ഡയമണ്ട് വേറെ ലക്ഷറി ഐറ്റം ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അത് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ ഉണ്ടോ അതിനകത്ത്? പെണ്ണുങ്ങൾക്ക് എന്തായാലും ഡയമണ്ട് ഒരു ലക്ഷറിയാണ്. അവർക്ക് ജ്വല്ലറി അവർക്കൊരു ലക്ഷറിയാണ്. ഡയമണ്ട് അല്ല, ജ്വല്ലറി. ഇപ്പൊ ഗോൾഡും വേറെ ആണെങ്കിൽ അത് അവർക്കൊരു പാർട്ട് ഓഫ് ലക്ഷറിയാണ്. എനിക്കൊരു BMW വേണം എന്ന് പറയുന്നു, അതിന് ഇത്രയും പൈസ കൊടുത്ത് ഞാൻ വാങ്ങുന്നു. അവർക്ക് അതേപോലെ ഒരു ഡയമണ്ട് ജ്വല്ലറി ആയിരിക്കും അവർക്ക് ചിലപ്പോൾ വേണ്ടി വരാം. അത് അവരുടെ ഒരു ലക്ഷറിയാണ്. എന്റെ ലക്ഷറി BMW ആയിരിക്കാം. അപ്പൊ അത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലക്ഷറി. അത് അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് കാണേണ്ട ഒരു ഇതാണ് ഈ ജ്വല്ലറി കാര്യങ്ങളൊക്കെ. അതേപോലെ ഇപ്പോ നമുക്ക് BMW-നേക്കാളും സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് പെണ്ണുങ്ങൾ ചെയ്യണ ഈ ഡയമണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഒരു BMW മേടിച്ചു, അത് കഴിഞ്ഞ് ഞാനൊരു 3 months കഴിഞ്ഞ് വിൽക്കാൻ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് വാങ്ങിച്ച വിലതിനേക്കാളും ഭയങ്കര ഡിപ്രീസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വിലയാണ്. വിൽക്കാൻ പറ്റുള്ളൂ. പക്ഷെ
ആ ഡയമണ്ട് ജ്വല്ലറി അല്ലെങ്കിൽ ഒരു എമറാൾഡ് ജ്വല്ലറി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജെം സ്റ്റോൺ അല്ലെങ്കിൽ ഡയമണ്ട് ജ്വല്ലറി വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഐറ്റം വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഈ BMW വിൽക്കുന്നേക്കാളും കൂടുതൽ പൈസക്ക് നമുക്ക് മേടിച്ചതിനേക്കാളും കുറച്ച് കൂടുതൽ പൈസക്ക് നമുക്ക് വിൽക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. പക്ഷെ ആരും വിൽക്കില്ല. ജ്വല്ലറി എന്ന് പറയുന്നത് അത് കുറെ നാൾ യൂസ് ചെയ്യും. കുറച്ചുകൂടി സ്മാർട്ടായിട്ട് അവർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതാണത്. കാരണം ആണുങ്ങളെക്കാളും കുറച്ച് കുറച്ചുകൂടി സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. BMW ലക്ഷറി വൈസ് നോക്കുകയാണെങ്കിൽ ജ്വല്ലറിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലൊരു ഇത്. ലക്ഷറി പിന്നെ അത് എൻജോയ് ചെയ്ത് വാങ്ങുമ്പോ GSC സർട്ടിഫിക്കറ്റഡ് ആണോ ചോദിച്ചിട്ട് വാങ്ങിക്കോളൂ. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 200% ഉറപ്പുണ്ട് ഇതിനകത്ത്. അത്രയും ഗ്യാരണ്ടി നമുക്ക്. നമ്മുടെ ഒരു ടാഗ് ലൈൻ ആണ്. നമ്മുടെ സ്ലോഗൻ അങ്ങനെയാണ്, യുവർ ട്രസ്റ്റ് അവർ പ്രോമിസ് ആണ്. കസ്റ്റമറിന്റെ വിശ്വാസം അത് നമ്മുടെ ഉറപ്പാണ്. അവരെ നമ്മള് അത്രയും കോൺഫിഡന്റ് ഉണ്ട്. നമ്മുടെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് അത്രയും കോൺഫിഡന്റ് ആയിട്ട് നമുക്കത് വാങ്ങാം. അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തില്ല. നമുക്ക് അത്രയും ഒരു ടീമും അതിനുള്ള എക്യുപ്മെന്റ്സും അതിനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ഉണ്ട്. അതിന് നിങ്ങൾ GSC എന്തുമാത്രം ക്വാണ്ടിറ്റിയിൽ ഡയമണ്ട്സ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്? നമ്മൾ GSC ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു 2 years ആയി. 2 years കഴിഞ്ഞു. 2 years കഴിഞ്ഞപ്പോഴേക്കും നമ്മളൊരു അറൗണ്ട് 30,000 ക്യാരറ്റ് ഡയമണ്ട് സർട്ടിഫിക്കേഷനും QCയും ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇപ്പൊ മാർക്കറ്റിൽ അറൗണ്ട് ഒരു 1 lakhന്റെ അടുത്ത് സർട്ടിഫിക്കേഷൻ ജെം സ്റ്റോൺസ് 1 lakhന്റെ അടുത്ത് ഡയമണ്ട് ആൻഡ് കളർ സ്റ്റോൺ സർട്ടിഫിക്കറ്റ്സ് മാർക്കറ്റിൽ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം പറഞ്ഞു അല്ല അപ്പം അതിനകത്ത് പറഞ്ഞു വരുന്നത് നിങ്ങളുടെ ഒരു ശതമാനമാണോ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് വരുന്നതോ? നമ്മള് ഇപ്പോഴും മാർക്കറ്റിൽ ഒരു 10 to 15% ആണ് നമ്മളിപ്പോൾ മാർക്കറ്റിൽ തൃശ്ശൂർ മാർക്കറ്റിൽ നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുള്ളൂ. അത്രയും വലിയൊരു ഹ്യൂജ് മാർക്കറ്റ് ആണ് നമ്മള് എന്ന് പറയുന്നത്. അതിൽ ഇപ്പൊ നമ്മൾ ക്യാപ്ചർ ചെയ്തു എന്ന് പറയുന്നത് ഒരു 10 to 15% മാത്രമേ ക്യാപ്ചർ ചെയ്തിട്ടുള്ളൂ. ഇനി കമ്മിങ് 3 to 5 years നമ്മുടെ വിഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി സെക്യൂർഡ് ആക്കാം. അവരുടെ ഇൻവെസ്റ്റ്മെന്റുകൾ നമ്മൾ കുറച്ചുകൂടി സെക്യൂർഡ് ആക്കാണ്. അതിനുള്ള ഒരു വർക്കിങ്ങും കാര്യങ്ങളും നമ്മുടെ ഒരു വിഷന്റെ പാർട്ട്. നമ്മളിപ്പോ ഞാനത് റിവീൽ ചെയ്യണില്ല, പക്ഷെ ആക്ച്വലി നമ്മുടെ ഒരു വിഷൻ ഉണ്ട്. നമ്മളിത് തുടങ്ങിയതിനൊരു വിഷൻ ഉണ്ട്. ആ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമറിനെ ഏറ്റവും സെക്യൂർഡ് ആക്കുക. അവർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ ഡയമണ്ട് വിൽക്കാനോ വാങ്ങാനോ ലോണോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെയുള്ള ഒരു 1 step സൊല്യൂഷൻ ആക്കിയിട്ട് നമ്മൾ ഒരു പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പം ജെം സ്റ്റോൺസ് അല്ലെങ്കിൽ ഡയമണ്ട് അത് എന്ത് ഡൗട്ടോ ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ അത്യാവശ്യം ഫൈനാൻസ് കുറച്ച് വേണമെന്ന് വെച്ചാൽ ബാങ്കിൽ പോയി ലോൺ എടുക്കാനാണെങ്കിലും നമുക്ക് ഒരു ക്ലിയർ ഇമേജ് വേണം. കാരണം ഡയമണ്ട് ലോൺ എന്ന് പറയുമ്പോൾ അത്ര ബാങ്കുകൾ എനിക്ക് തോന്നുന്നു ബാങ്കുകൾ ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി, അതേപോലെ മുത്തൂറ്റ്, അങ്ങനത്തെ കുറച്ച് ഗ്രൂപ്പുകളുണ്ട്. അവരാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാലും അത് റെയർ ആണ്. ഇപ്പൊ മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി ആണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഭയങ്കരമായിട്ട് ഒരു വാല്യൂ കൊടുത്ത് അവരാണ് ഇൻസ്റ്റന്റ് ആയിട്ട് ലോൺ കിട്ടും. മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ GSC സർട്ടിഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ലോൺ എമൗണ്ട് കിട്ടും. അവര് ആ ഒരു ടാർഗറ്റ് ഉണ്ട് അവർക്ക്. നമ്മളായിട്ട് ടൈഡ് അപ്പ് ആണ് അവര്. അപ്പോൾ ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ ത്രൂ അവർ ലോൺ ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മൾ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നേരെ മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റിയിലെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. ആരും പേടിക്കേണ്ട. ഡയമണ്ട് ഉണ്ടെന്ന് വെച്ച് നിങ്ങൾക്ക് ലോൺ കിട്ടുന്നില്ല, നിങ്ങൾക്ക് അത് വിൽക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ വിചാരിച്ച് ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമുക്കത് 100% നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നതാണ്. പേടിന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയമണ്ട് വെച്ചതാണെങ്കിൽ അത് എവിടെ കൊണ്ട് കൊടുക്കും? അതായത് ബാങ്കിൽ ലോൺ വെക്കാൻ പോലും നമുക്ക് ആ ഓർണമെന്റ് യൂസ് ചെയ്യാൻ പറ്റില്ല ഡയമണ്ട്സ് ഉണ്ടെങ്കിൽ. അത് ഡയമണ്ട്സ് മാറ്റിയിട്ട് വേണം ആ ഗോൾഡ് അവിടെ കൊണ്ട് വെക്കാനായിട്ട്. അപ്പൊ ആ ഒരു പേടി നിലനിൽക്കൊണ്ടാണ് ഡയമണ്ടിന്റെ വാല്യൂ തരില്ല. അവര് ഗോൾഡിന്റെ വാല്യൂ മാത്രമാണ് അവര് അപ്രൈസർ ഗോൾഡിന്റെ വാല്യൂ മാത്രമായിട്ടാണ് നമുക്ക് തരുള്ളൂ. അതിനൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഡയമണ്ട് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ആധാർ കാർഡ് പോലെയാണ്. ആ ഡയമണ്ടിന്റെ ഉള്ളിലുള്ള എല്ലാ പ്രോപ്പർട്ടീസും കാര്യങ്ങളും അതിന്റെ വെയിറ്റ് നമ്പർ എല്ലാം നമ്മുടെ സർട്ടിഫിക്കറ്റിലുണ്ട്. ആ സർട്ടിഫിക്കറ്റ് ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ടെടുത്ത് കഴിഞ്ഞാൽ അതിനുള്ള വാല്യൂ ആ ഡയമണ്ടിന് എന്തായാലും കിട്ടിയിരിക്കും. അതുപോലെ ഒരു സ്ഥലമാണ് ഈ മലങ്കര സൊസൈറ്റി എന്ന് പറഞ്ഞത്. ഓക്കെ. ഇപ്പോൾ GSC എന്ന് പറയുമ്പോൾ ഈ ഒരു സ്കെയിലിൽ നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരെ where do you see GSC in the next 3 years അല്ലെങ്കിൽ where do you see GSC in the next 5 years? GSC ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ വിഷൻ അത്രയും അടിപൊളിയാണ്. എൻ്റെ മാത്രമല്ല, ഫുൾ ടീമിന്റെ വിഷൻ ഞാൻ പറഞ്ഞില്ലേ. ഇപ്പൊ നമ്മുടെ ഒരു 20-25+ സ്റ്റാഫ് നമുക്കുണ്ട്. ഫുൾ ടീമിന്റെ വിഷൻ
നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ കാണുന്ന ഒരു വിഷൻ കഴിഞ്ഞു, സെറ്റ് ചെയ്താണ് നമ്മളെ സെറ്റ് ചെയ്ത് അതിന്റെ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഓൺ പ്രോസസ് ആണ് അത്. ഇപ്പൊ എന്റെ വിഷൻ, ഞാൻ കാണുന്ന ഒരു വിഷൻ ഉണ്ട്, അത് ഞാൻ ഇവരോട് ഷെയർ ചെയ്തു. അങ്ങനെയാണ് നമ്മളിപ്പോ ഒരു ടീമായിട്ട് ബിൽഡ് ആയണത്. കാരണം ആ ഒരു വിഷനിൽ എല്ലാവരും കൂടി ഇപ്പൊ എല്ലാവരും വർക്ക് ചെയ്യുന്ന ഒരു വിഷനാണ്, ഒരു വിഷന് വേണ്ടിയിട്ടാണ്. അപ്പോ അത് നമ്മൾ അതിന് വേണ്ടി വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മൾ 6 മന്തിനുള്ളിൽ നമ്മൾ UAE-ലും കോഴിക്കോടും പുതിയ ബ്രാഞ്ചുകളും നമ്മൾ ഓപ്പൺ ചെയ്യാണ്. അപ്പൊ അതിന്റെ വർക്കും പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ബാക്കിൽ നടക്കുന്നുണ്ട്. അപ്പോ ഫ്യൂച്ചറിൽ കസ്റ്റമേഴ്സും ഉണ്ട്, നിങ്ങളുടെ സപ്പോർട്ടും വേണം, കസ്റ്റമേഴ്സിന്റെ സപ്പോർട്ടും വേണം. ഒരു സർട്ടിഫിക്കറ്റ് അടിച്ചുണ്ടാക്കുന്ന ഒരു സ്ഥലമല്ല GSC. നമ്മളത് വി നെവർ ലെറ്റ് ദം ഡൗൺ. വെറുതെ ഉള്ള സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ അത് ഗോൾഡ് ഡയമണ്ട് ആയാലും അതെ. സി ഇപ്പോ ഒരു കാർഡ്, അതിനൊരു വാല്യൂ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു കാർഡ്, ഒരു A4 പേപ്പറിൽ ഉണ്ടാക്കുന്ന ഒരു കാർഡ്, അങ്ങനെ വാല്യൂ ആഡ് ചെയ്യാൻ കൂടിയാണ്, ആ വാല്യൂ കൂട്ടാണ്. അതിന്റെ ഒപ്പം എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഒരു ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ആൾക്കാർക്ക് ബേസിക് ആയിട്ടുള്ള അവയറല്ല, ശരിയാണ്, ബേസിക് ആയിട്ടുള്ള നോളജ് ഉണ്ടാവണം. കാരണം നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഒരു ലക്ഷറി ഗുഡാണ്, ലൈക്ക് ലാക്സ് ആൻഡ് ലാക്സ് റുപ്പീസ് കൊടുത്തിട്ടാണ് നിങ്ങൾ പൈസ കൊടുത്തിട്ടാണ് നിങ്ങൾ മേടിക്കുന്നത്. അപ്പോൾ അതിനൊരു ട്രസ്റ്റ് എൻഷുർ ചെയ്യണം, അത് ഞങ്ങളുടെ റോളാണ്. അപ്പോൾ വെറും ഒരു കാർഡ് മാത്രമായിട്ടല്ല നമ്മൾ അടിച്ചു കൊടുക്കുന്നത്, അത് നിങ്ങളുടെ വിശ്വാസത്തെ ലൈക്ക് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന നമ്മുടെ കാർഡിലൂടെ നമ്മുടെ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ആർക്കാണെങ്കിലും അവർക്ക് മനസ്സിലാക്കാൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നാച്ചുറൽ ഡയമണ്ട് തന്നെയാണ്, നിങ്ങൾ പറ്റിക്കപ്പെടുന്നില്ല. ജേക്കബ് കേട്ടിട്ടുണ്ടാവും 916 ഹോൾമാർക്ക് ഗോൾഡ് എന്നൊക്കെ, ഇല്ല കേട്ടിട്ടുണ്ടാവില്ല, BIS 916. ഇപ്പൊ ആക്ച്വലി ഇപ്പൊ ആ സാധനം ഇല്ലേ, ഇപ്പൊ അത് നിർത്തി. ഇപ്പൊ HUID ഹോൾമാർക്ക് എന്നാണ് വരുന്നത്. HUID അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു യുണീക്ക് കോഡ് അതുമ്മ ഉണ്ടാവും, എൻഗ്രേവ് ചെയ്തിട്ടുണ്ടാവും. അത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാനുഫാക്ചറർ ആരാണ്, സപ്ലയർ ആരാണ്, സെല്ലർ ആരാണ്, ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാവും, ഫുൾ ട്രാക്ക് ചെയ്യാൻ, അതിന്റെ പ്യൂരിറ്റി വരെ. അപ്പൊ അത്രയും സെക്യൂർഡ് ആയിട്ടാണ് ഇപ്പൊ ആ ഗോൾഡിൽ HUID ഗോൾഡുകൾ ചെയ്യുന്നത്. 2 ഗ്രാംസിന് മുകളിലുള്ള എല്ലാ ഐറ്റവും HUID ഹോൾമാർക്ക്ഡ് ആവണം, നിർബന്ധമാണ്. 2 ഗ്രാംസിന് മുകളിലേക്കുള്ള എല്ലാ ജ്വല്ലറിയും ഗോൾഡിന്റെ ജ്വല്ലറിയും ഹോൾമാർക്ക്ഡ് ആവണം, HUID ഹോൾമാർക്ക്ഡ് ആവണം. അതേപോലെ തന്നെ ഡയമണ്ടിലും നമ്മുടെ GSC സർട്ടിഫൈഡ് ആവണം. കസ്റ്റമർ പോയിട്ട് ജ്വല്ലറിയിൽ പോയിട്ട് ചോദിക്കാൻ തുടങ്ങണം, GSC സർട്ടിഫൈഡ് ആണോ ഇവിടുത്തെ ഡയമണ്ട് എന്ന്. കസ്റ്റമർ ഈ HUID എന്ന് പറയുന്നത് അത് ആൾക്കാരുടെ മൈൻഡിൽ പണ്ട് തൊട്ടിട്ട് അഡ്വർടൈസ് ചെയ്തിട്ട് ഇട്ടിട്ടുള്ള ഒരു സാധനമാണ്. അതേപോലെ തന്നെയാണ് ഈ GSC എന്ന് പറയുന്നതും, നമ്മളും ആ ഒരു സെയിം പ്രൊസീജിയറാണ്. അവർക്ക് HUID എന്ന് പറഞ്ഞാൽ അത് അതിന്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യുന്ന ഒരു ടീമാണ്, അത് സെൻട്രൽ ബ്യൂറോ ഓഫ് ഗവൺമെന്റിന്റെ ഒരു ഇതാണ്. അതേപോലെ തന്നെ നമ്മളും ഗവൺമെന്റ് ലൈസൻസ്ഡ് ലാബുകളാണ്, നമ്മുടെയും ഗവൺമെന്റ് ലൈസൻസ്ഡ് ലാബുകളാണ്. അപ്പൊ നമ്മളും അതേപോലെ നമ്മളും അതിന്റെ ക്വാളിറ്റി എൻഷുർ ചെയ്ത് അതിന് സർട്ടിഫൈ ചെയ്യുന്നതാണ്. അപ്പൊ കസ്റ്റമർക്ക് എങ്ങനെ പോയാലും GSC സർട്ടിഫൈഡ് ഡയമണ്ട് ആണെങ്കിൽ 100% ഗ്യാരണ്ടി ആണ്. അതിൽ അത്രയും പ്യുവർ ആയിട്ടുള്ള അത്രയും ക്വാളിറ്റി നമ്മൾ എൻഷുർ ചെയ്തിട്ടുള്ള ഡയമണ്ട് ആണ്. നമ്മുടെ ലാബിൽ തന്നെ നമ്മൾ 9 ലെവൽ ഓഫ് ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ടാണ് നമ്മളൊരു ഡയമണ്ട്, സിംഗിൾ പീസ് ഡയമണ്ട് ആണെങ്കിൽ വരെ നമ്മൾ 9 ലെവൽ ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ടാണ് നമ്മൾ അത് സർട്ടിഫൈ ചെയ്യുന്നത്. 9 ലെവൽ എന്ന് പറയുന്നത് നമ്മൾ അതിൽ ഷോർട്ട് ഫോസ്ഫറൻസ്, ലോങ് ഫോസ്ഫറൻസ്, ഫ്ലൂറസെൻസ്, സിമുലന്റ്, അങ്ങനത്തെ 5 ടെസ്റ്റുകൾ അതിൽ ചെയ്യും. ഒരു മെഷീൻ ഉണ്ട് നമ്മുടെ കയ്യിൽ, അതിൽ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ 4Cs ഉണ്ട്, കട്ട്, കളർ, ക്ലാരിറ്റി, ക്യാരറ്റ്. ഇതും നമ്മൾ ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഡയമണ്ട് സർട്ടിഫൈ ചെയ്യുന്നത്. ആൾക്കാർക്ക് കിട്ടുമ്പോ ജസ്റ്റ് ഒരു കാർഡാണ്, പക്ഷെ അതിന്റെ പുറകിൽ ഇത്രയും ടെസ്റ്റുകൾ, ഡയമണ്ടിന് മാത്രം 9 ടെസ്റ്റുകൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ സർട്ടിഫൈ ചെയ്യുന്നത്. ഓക്കെ. ഒരു കൺസ്യൂമറിന്റെ ഒരു പീസ് ഓഫ് ഡയമണ്ട് ഇരിപ്പുണ്ട്, അത് ചിലപ്പോൾ മേ ബി ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതായിരിക്കും, അല്ലെങ്കിൽ കാരണം ആ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയെന്ന് ചിലപ്പോൾ അതിന് സർട്ടിഫിക്കേഷൻ വരണമെന്നില്ല. വന്നാൽ നിങ്ങൾ വാട്ട്സ് നെക്സ്റ്റ് സ്റ്റെപ്പ്? നമ്മള് 9 ലെവൽ ടെസ്റ്റുകൾ കഴിഞ്ഞിട്ട് നമ്മൾ സർട്ടിഫൈ ചെയ്തിട്ട് കൊടുക്കും അവർക്ക്. ഓ ഓക്കെ ഓക്കെ. അപ്പൊ അതിന് നിങ്ങൾ GSC എന്നുള്ള സർട്ടിഫിക്കേഷൻ കൊടുക്കും. എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മൾ ഈ 9 ലെവൽ ടെസ്റ്റ് എന്തായാലും ചെയ്യും. അതുപോലെ നമ്മൾ ചെയ്യുന്ന വേറൊരു സാധനമാണ് റഫ് സ്റ്റോൺ ഐഡന്റിഫിക്കേഷൻ. മിക്ക ലാബുകളിലും ഉണ്ട്, നമ്മളും അതിനെ കുറിച്ച് അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു എക്സ്പെർട്ട് ടീം ഉണ്ട്. റഫ് സ്റ്റോണുകൾ ഐഡന്റിഫൈ ചെയ്യാൻ, നമുക്കിപ്പോൾ കട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് വരുന്ന സ്റ്റോണുകളാണെങ്കിൽ നമുക്ക് ഈസിലി ടെസ്റ്റുകൾ ചെയ്ത് ഐഡന്റിഫൈ ചെയ്യാം. റഫ് സ്റ്റോൺ എന്ന് പറഞ്ഞപ്പോ എല്ലാ സ്റ്റോണിന്റെയും റഫ് ആയിട്ടുള്ള ഒരു ഫിഗർ ഉണ്ട്, കിട്ടണ ആ ഫോം ഉണ്ട്. ആ ഫോം അതിന് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ നമ്മളതിന് ക്രിസ്റ്റലോഗ്രഫി എന്ന് പറഞ്ഞ ഒരു സബ്ജക്ട് ഉണ്ട്, അത് പഠിക്കണം. ക്രിസ്റ്റലോഗ്രഫി പഠിച്ചിട്ട് നമുക്ക് അതിനെ കുറിച്ചിട്ട് അതിന്റെ ക്രിസ്റ്റൽ സ്ട്രക്ചറുകൾ ഉണ്ട്. ഇപ്പോൾ ഡയമണ്ട് ആണെങ്കിൽ അതിനൊരു ക്രിസ്റ്റൽ സ്ട്രക്ചർ ഉണ്ട്, അതേപോലെ കോട്സ് ആണെങ്കിൽ അതിന് വേറൊരു ക്രിസ്റ്റൽ സ്ട്രക്ചർ ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ട് അതിനെ കുറിച്ച് ഒരു പഠിച്ച ടീമുണ്ട് നമ്മുടെ കയ്യിൽ. ക്രിസ്റ്റലോഗ്രഫി പഠിച്ച ടീമാണ് അത് ഐഡന്റിഫൈ ചെയ്യുന്നത്. കുറച്ച് ടൈം ടേക്കിംഗ് പ്രോസസ് ആണ്.
റഫ് ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ചുകൂടി. ഓക്കെ. കട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ടെസ്റ്റുകൾ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. റഫ് എന്ന് പറയുമ്പോൾ വലിയൊരു പീസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ അതിന്റെ ക്രിസ്റ്റൽ സ്ട്രക്ചറും കുറേ കാര്യങ്ങൾ സ്റ്റഡി ചെയ്തിട്ട് വേണം അതിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ. അതിനും നമുക്കൊരു എക്സ്പെർട്ട് ടീമുണ്ട്. നമ്മൾ അതും നല്ല രീതിക്ക് നമ്മളത് ചെയ്യുന്നുണ്ട്. ഇതുവരെ ആരും ഡിസാറ്റിസ്ഫൈഡ് അല്ല. കോൺഫിഡൻസ് അത് തന്നെയാണ്. നമ്മൾ ഇത്ര സർട്ടിഫിക്കറ്റ് മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്തിട്ടും ഒരു കംപ്ലൈന്റ് പോലും നമുക്ക് റേസ് ആയിട്ടില്ല ഇതുവരെ. പറഞ്ഞിട്ട് ഇതുവരെ ഒരാളും നമുക്ക് കംപ്ലൈന്റ് ആയിട്ട് ഇതുവരെ ഇങ്ങോട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാരും നമ്മൾ ചെയ്യണതിൽ സാറ്റിസ്ഫൈഡ് ആണ്. അതാണ് നമ്മുടെ ഇത്ര പോയിട്ടില്ല. അതാണ് നമ്മുടെ അടുത്ത ഹൈലൈറ്റ്. ഒരു ക്ലയന്റ് പോലും നമ്മുടെ കൈ വിട്ട് പോയിട്ടില്ല. നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവര് പോയിട്ടില്ല. നമ്മുടെ കൂടെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാണ്. കാരണം നമ്മൾ പറഞ്ഞില്ലേ, അവർക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഇപ്പൊ നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഇപ്പൊ ഈ ഒരു ജെം സ്റ്റോൺ വിൽക്കുന്ന ഡീലർമാരുണ്ട്, കുറെ പേരുണ്ട് ഈ ഫീൽഡിൽ. കുറെ കാറ്റഗറീസ് ആയിട്ട് ചെയ്യണവരുണ്ട്. ഇപ്പൊ ജെം സ്റ്റോൺ വിൽക്കണവർ, ഇപ്പൊ ഗോൾഡിന്റെ ആണെങ്കിലും പോളിഷ് ചെയ്യാൻ ഒരു ടീം ഉണ്ടാവും, കട്ട് ചെയ്യാൻ, ഡൈ വർക്ക് ചെയ്യാൻ, അങ്ങനെ കുറെ ടീമുകളുണ്ട്. അതേപോലെ തന്നെ ജെം സ്റ്റോൺസിലാണെങ്കിലും കട്ട് ചെയ്ത് പോളിഷ് ചെയ്യാനും, അതേപോലെ ഇത് മാർക്കറ്റിൽ ഹോൾസെയിൽ ചെയ്യാനും, ഇത് റീറ്റെയിൽ ചെയ്യാനും, ഇതൊക്കെ സെപ്പറേറ്റ് ആൾക്കാരുണ്ട്. അപ്പൊ ഇവർക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നാലും നമ്മളെയാണ് കോൺടാക്ട് ചെയ്യുന്നത്. നമ്മൾ കോൺടാക്ട് ചെയ്ത് നമ്മൾ അതിനുള്ള എക്സ്പെർട്ട് അഡ്വൈസും കാര്യങ്ങളും നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. അതേപോലെ അവർക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കും, സർട്ടിഫിക്കേഷൻ കാര്യങ്ങളും. അതേപോലെ നമ്മൾ എഡ്യൂക്കേഷനും കാര്യങ്ങളും നമ്മൾ അവർക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഐഡന്റിഫിക്കേഷൻ ചെയ്യേണ്ടത്, നമ്മൾ അവരിപ്പോ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ അവർക്ക് ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അവർക്ക് പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ അവരെന്തൊക്കെ ശ്രദ്ധിക്കണം, കൺസൾട്ടിങ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എല്ലാം റെഡ് കളർ ആയിട്ടുള്ള ജെംസ്റ്റോൺ റൂബി ആണോന്നില്ല. റെഡ് കളർ ജെംസ്റ്റോൺ കണ്ട് അപ്പൊ റൂബിയാന്ന് പറയുന്ന ആൾക്കാരുണ്ട്. റെഡ് കണ്ട റൂബി അല്ലേ ചോദിക്കും. ഗ്രീൻ കണ്ട എമറൽഡ് ആണെന്ന് പറയും. പക്ഷെ അല്ല, ഗ്രീൻ ജെംസ്റ്റോൺസ് ഒരുപാടുണ്ട്. അതിന്റെ സിമുലൻസ് എന്ന് പറയും. അതായത് ഗ്രീൻ കളർ ആയിരിക്കും, അതിന്റെ പ്രോപ്പർട്ടീസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ് കമ്പയർഡ് ടു എമറൽഡ്. എമറൽഡാണ് നമ്മൾ ബേസ് ആയിട്ട് വെക്കുക. നമ്മൾ എമറൽഡാണ് പ്രഷ്യസ് സ്റ്റോൺസ് എന്നുള്ള നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. റൂബി, എമറൽഡ്, ബ്ലൂ സഫയർ, ഡയമണ്ട്. ഇതിൻ്റെ അതേപോലെ കാണാൻ, ഒപ്റ്റിക്കലി കാണാൻ ലൈക്ക് സിമിലർ ആയിരിക്കും കമ്പയർഡ് ടു ദ മെയിൻ ജെം സ്റ്റോൺസ് റൂബി, എമറൽഡ്, ബ്ലൂ സഫയർ. പക്ഷേ അതിന് പ്രോപ്പർട്ടീസ് വേറെ ആയിരിക്കാം. ഓക്കെ, നമ്മൾ ജെമോളജിക്കൽ ടേംസ് ആയ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, സ്പെസിഫിക് ഗ്രാവിറ്റി, അങ്ങനെ കുറച്ച് ഹാർഡ്നെസ്, അങ്ങനെ കുറച്ച് ടേംസ് ഉണ്ട്. അപ്പോൾ ആ ടേംസ് നമ്മളവിടെ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മളത് എൻഷുർ ചെയ്യുന്നു. അത് എമറൽഡ് ആണോ, റൂബി ആണോ, അതേത് സ്റ്റോൺ ആണെന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യുന്നു. ഓക്കെ. GSC ബൈ ആൻഡ് സെൽ എന്നുള്ള പരിപാടി ഉണ്ടോ? GSC നമ്മള് സപ്പോർട്ട് കൊടുക്കും. സപ്പോർട്ട് ഉണ്ട്. ആർക്കെങ്കിലും സർവീസ് ആവശ്യമുണ്ട് ഇപ്പം ആൾക്ക് ഡയമണ്ട് മേടിക്കണം, അപ്പൊ എവിടുന്നാണ് നല്ല ഡയമണ്ട് കിട്ടുക, ലോ പ്രൈസിലാണെങ്കിലും നല്ല ചീപ്പായിട്ടാണെങ്കിലും കിട്ടാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ, ഇതിന് നമ്മുടെ ഈ ഫീൽഡിൽ തന്നെ കുറെ സബ് കാറ്റഗറികളുണ്ട്. ഇപ്പൊ ഹോൾസെയിലർ, റീറ്റെയിലർ, എല്ലാവരുമായിട്ട് നമുക്ക് കോൺടാക്ട് ഉള്ള കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ്സാണ്. നമ്മളെ ഹെൽപ്പ് ചെയ്യും, നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് കിട്ടുന്ന നെറ്റ്വർക്കിംഗ് നമ്മൾ ബിൽഡ് ചെയ്തോണ്ടിരിക്കേണ്ടത് ഇതിനകത്ത്. അപ്പൊ അത് കാരണം ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണം എന്നുള്ളൊരു ഡൗട്ട് വരും. വിൽക്കണം വെച്ച് കഴിഞ്ഞാൽ ആരെ കൺസൾട്ട് ചെയ്യണം, എവിടെ വിറ്റ് എത്ര പൈസ കിട്ടും, അതൊന്നും ആർക്കറിയില്ല. അതിപ്പോ ഒരു ജ്വല്ലറി പോയി എടുത്ത് കഴിഞ്ഞാൽ അവർ പറയും ഇത് ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഉള്ളതല്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ ബില്ലിലുള്ളതല്ല, ഇവിടെ വിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ഡിസാറ്റിസ്ഫൈഡ് ആണ്. അങ്ങനെയുള്ള ഒരാൾ നമ്മളെ കോൺടാക്ട് കഴിഞ്ഞാൽ നമ്മൾ ഗൈഡ് ചെയ്യും. എത്ര രൂപ കിട്ടും, ഇതിന്റെ വാല്യുവേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു കൊടുക്കും. മനസ്സിലായി. ഞാൻ അപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ എൻ്റെ മുമ്പിൽ 2 ജെം ടെസ്റ്റിംഗ് ലാബുണ്ട്. ഞാൻ എന്തിന് GSC കൺസിഡർ ചെയ്യണം വന്നെൻ്റെ ഡയമണ്ട് അല്ലെങ്കിൽ എൻ്റെ ജെം സ്റ്റോൺ ടെസ്റ്റ് ചെയ്യാൻ ഓവർ ദി അതർ ലാബ്? അതിന് നിങ്ങൾക്കെന്താ പറയാനുള്ളത്? ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ നേരത്തെയും പറഞ്ഞതാണ്, നമ്മുടെ കയ്യിൽ എല്ലാ ലേറ്റസ്റ്റ് എക്യുപ്മെൻസും ഉണ്ട്. എല്ലാ സ്റ്റാൻഡേർഡ്സും GIA സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതേപോലെ എല്ലാ ലേറ്റസ്റ്റ് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. നമുക്ക് അത്രയും പ്രൊഫഷണൽ ടീമുണ്ട്. പിന്നെ നമുക്ക് ഓതൻറ്റിസിറ്റി ഉണ്ട് സർട്ടിഫിക്കറ്റിന്. നമ്മുടെ സർട്ടിഫിക്കറ്റിന് മാർക്കറ്റിൽ ഓതൻറ്റിസിറ്റി ഉണ്ട്, അപ്രൂവ്ഡ് ആണ് മാർക്കറ്റിൽ. ഇപ്പോൾ ജ്വല്ലറികളാണെങ്കിലും നമുക്ക് അവരും അപ്രൂവ് ചെയ്യണ ഒരു സ്റ്റാൻഡേർഡാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ്. അപ്പോൾ അതേപോലെ പിന്നെ നമ്മുടെ സപ്പോർട്ട്. നിങ്ങൾക്ക് മെയിൻ കാര്യം നമ്മുടെ ട്രാൻസ്പെറൻസിയാണ്. മെയിനായിട്ട് നമ്മുടെ ട്രാൻസ്പെറൻസിയാണ്. മറ്റൊരു ലാബിൽ പോയാലും നിങ്ങൾക്ക് ആ ഒരു ട്രാൻസ്പെറൻസി കിട്ടില്ല. അത് നമുക്ക് അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് പറയാം നമ്മുടെ ലാബിലോട്ട് പോരെ. അങ്ങനെ സംശയം ഉള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ലാബിലോട്ട് പോരെ. നമുക്ക് നമ്മുടെ ലാബിൽ കയറി നമുക്ക് അവർക്ക് ഫുൾ പ്രൊസീജിയർ നമുക്ക് കാണിച്ചു കൊടുക്കാം. നമ്മള് സ്റ്റെപ്പ് 1 തൊട്ടിട്ട് നമ്മള് സ്റ്റെപ്പ് 9 ഇപ്പൊ നമ്മൾ പറയല്ലോ 9 ലെവലിൽ ടെസ്റ്റിംഗ് ഉണ്ടെന്ന്. 9 ലെവലിൽ ടെസ്റ്റിംഗ് നമുക്ക് അവർക്ക് ലൈവായിട്ട് കാണിച്ചു കൊടുക്കാം. അത് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഇന്റർനാഷണൽ ലാബുകൾ തൃശ്ശൂരും ഉണ്ട്.
അവിടെയും നിങ്ങൾക്ക് നടക്കില്ല അത്. ഞാൻ എൻ്റെ ഡൗട്ട് ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ സർവീസസ് ഒക്കെ മറ്റേ ലാബിലും പ്രൊവൈഡ് ചെയ്യുന്നില്ലേ? ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ലാബിലും എല്ലാതും സെയിം ഇതാണ്, സ്റ്റാൻഡേർഡ് ആണ്. GIA ആണ് ബേസ് സ്റ്റാൻഡേർഡ്, GIA ആണ് ആ സ്കെയിൽ സ്റ്റാൻഡേർഡ്, അവരുടെ ഫോളോ ചെയ്തിട്ടാണ് ബാക്കി എല്ലാ ലാബ്സും. ഈ ജെമോളജി എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടായതാണ് GIA ത്രൂ ആണ്. പിന്നെ ഇതിൽ വേണ്ടത് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എക്യുപ്മെന്റ്സും എല്ലാം ഉണ്ടായാലും കാര്യമില്ല, നമുക്കിതിൽ എക്സ്പേർട്സ് വേണം. ഈ ഇതിനെ കുറിച്ച് അറിയാവുന്ന ഒരു എക്സ്പേർട്ട് ടീം വേണം. ഇപ്പൊ നമുക്ക് എക്യുപ്മെന്റ്സ് വെച്ചിട്ട് മാത്രം നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അതിനുള്ള ഒരു എക്സ്പേർട്ട് ടീമുണ്ട്, GIA സർട്ടിഫൈഡ് ജെമോളജിസ്റ്റുകൾ ഉണ്ട് നമ്മുടെ കൂടെ. അപ്പോൾ GIAയുടെ സപ്പോർട്ടും കൂടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത്. സപ്പോർട്ട് മീൻസ് അവരുടെ എക്യുപ്മെന്റ്സും അവരുടെ GIA സർട്ടിഫൈഡ് ജെമോളജിസ്റ്റുകൾ ഉണ്ട്, ഡയമണ്ട് ഗ്രേഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ അസിസ്റ്റൻസും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്, ഐഡന്റിഫിക്കേഷൻ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഒരു സ്റ്റാഫിനെ ഇപ്പൊ ഹയർ ചെയ്യുമ്പോൾ എങ്ങനെ ഇവരുടെ പാസ് എക്സ്പീരിയൻസ് ഒക്കെ നോക്കുക? പാസ് എക്സ്പീരിയൻസ് നോക്കി നമ്മുടെ അവിടെ 12 years 13 years 14 years എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ജെമോളജിസ്റ്റുകളാണ് ഐഡന്റിഫിക്കേഷൻ കാര്യങ്ങളും ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. അതേപോലെ ഞാൻ പറയല്ലേ, ലേറ്റസ്റ്റ് എക്യുപ്മെന്റ്സും കാര്യങ്ങളും എല്ലാം ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് ഇത് ഐഡന്റിഫിക്കേഷൻ. എന്നാൽ കുറച്ചും കൂടി ഒരു പടി മുന്നോട്ട് നിൽക്കുന്ന ഒരു പടി മുന്നിലാണ്. ഒരു പടി ഉള്ളിൽ ഇപ്പൊ എന്താ ചെയ്യണേ, പുറത്തിരിക്കുമ്പം അവര് തന്ന സാധനം നമ്മൾ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് പോണു, അത്രയാണ് ആൾക്കാർ കാണുന്നുള്ളൂ. അതിനുള്ളിൽ എന്താ ചെയ്യണേ, എങ്ങനെയാ ചെയ്യണേ, എന്തൊക്കെയാണ് നടക്കുന്നത്, അവര് നമ്മുടെ ഐറ്റം മാറ്റുന്നുണ്ടോ, ഒന്നും ഒരാൾക്ക് 100% ട്രസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതാണ് നമ്മൾ പറയണേ, നിങ്ങളുടെ ഐറ്റം തന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളിലേക്ക് വരാം. നമ്മുടെ വർക്ക് ഈ 9 ലെവൽ ടെസ്റ്റ് നിങ്ങളുടെ ഫ്രണ്ടിൽ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. കൈയോടെ തന്നെ സർട്ടിഫൈ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ. ഇപ്പം നിങ്ങൾ പറഞ്ഞ ഇത്രയും സർവീസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാനും ഇത്രയും എല്ലാം ചെയ്യാൻ വേണ്ടി GIC ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്താണ് ഇന്നത്തെ ഈ ഒരു ലെവലിൽ എത്താൻ വേണ്ടി. ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടോ? ചലഞ്ചസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ തുടങ്ങിയ ടൈമിൽ നമ്മള് ചെറിയൊരു ഓഫീസായിരുന്നു. നിങ്ങൾ ഇത്ര മെമ്പേഴ്സ് ഉണ്ടെന്നോ? നമ്മൾ തുടങ്ങിയ ടൈമിൽ വെറും 3 മെമ്പേഴ്സ്, ഞാനും ഇവരും ഉണ്ടായിരുന്നില്ല ആക്ച്വലി. ഇവരൊക്കെ അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ടീമാണ്. അപ്പൊ നമ്മൾ തുടങ്ങി കഴിഞ്ഞ ഒരു 2-3 മാസത്തിലായപ്പോഴേക്കും നമുക്ക് കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ 2-3 ഫ്രണ്ട്സ് എൻ്റെ കൂടെ വർക്ക് ചെയ്ത കൊളീഗ്സ് ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് സ്ട്രഗ്ലിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ബൂമിങ് ആയി. നമ്മള് 3 monthsനുള്ളിൽ നമ്മൾ ബ്രേക്ക് ഈവണായി. എല്ലാ ലേറ്റസ്റ്റ് എക്യുപ്മെന്റ്സും വെച്ച് നമ്മൾ 3 month നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എല്ലാം എക്യുപ്മെന്റ്സ് എനിക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് മറ്റേ എല്ലാം പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്യണം, എല്ലാ പ്രോപ്പർ എക്യുപ്മെന്റ്സും വേണം. കുറച്ച് വാശിയായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് 3-4 മാസം കുറച്ച് സ്ട്രഗിൾ ആയിരുന്നു. കാരണം നമുക്ക് ലോൺ ഉണ്ട്, റെന്റ് ഉണ്ട്, കുറച്ച് എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ആൾ കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് പഠിച്ചു, നമ്മൾ മാർക്കറ്റിൽ കാര്യങ്ങൾ ഇറങ്ങാൻ തുടങ്ങി. നമ്മളെ വിശ്വസിക്കുന്ന കുറച്ച് ക്ലയന്റുകളെ കിട്ടാൻ തുടങ്ങി. നമ്മളിപ്പോൾ ഈ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മളെ വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരെ നമുക്ക് കിട്ടണം. കാരണം പെട്ടെന്ന് ഇപ്പൊ ഇന്ന് പോയിട്ട് നാളെ വരുന്ന ഒരുത്തനാണ്, അവൻ വേണമെങ്കിൽ നാളെ വന്ന് അവൻ നാളെ ഒരാഴ്ച കഴിഞ്ഞാൽ അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞ് പൂട്ടിപ്പോവാന്ന് വരെ സാധ്യതയുണ്ട്. ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു സാധനങ്ങൾ നമ്മുടെ അടുത്തേക്ക് തരുമ്പോൾ അവർക്ക് ഒരു ട്രസ്റ്റ് വേണം. അങ്ങനെ നമ്മളെ വിശ്വസിച്ച എല്ലാവർക്കും നമ്മളിപ്പോൾ ഒരു താങ്ക് യു പറയാണ് ഇവിടെ. അങ്ങനെ നമ്മൾ വിശ്വസിച്ച് ക്ലയന്റുകൾ വന്നു തുടങ്ങി. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു പെർഫെക്റ്റ് ടീം കിട്ടി. ഇവരെല്ലാവരും മലബാറിൽ വർക്ക് ചെയ്തിരുന്നവരാണ്, മലബാർ ജ്വല്ലറിയിൽ വർക്ക് ചെയ്തിരുന്നവരാണ്. അതേപോലെ നമ്മൾ കോളേജ് മേറ്റ്സും ആണ്, കോളേജിലുണ്ടായിരുന്നു. നമ്മളെല്ലാവരും ജെമോളജി പഠിച്ചവരാണ്, ഈ ഫീൽഡിലെ എക്സ്പേർട്സ് ആണ് നമ്മളെല്ലാവരും. അപ്പൊ നമ്മൾ അങ്ങനെ കണക്ട് ചെയ്ത് ഒരു ദിവസം നമ്മുടെ ഒരു വിഷൻ ഇവരോട് ഷെയർ ചെയ്യായിരുന്നു. അങ്ങനെ അപ്പൊ ഇവർക്കും അത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ഇവരുടെ മൈൻഡിൽ ആക്ച്വലി ആ ഒരു വിഷൻ ഉണ്ടായിരുന്നു. ഒരു ലാബ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു വിഷൻ ഇവരുടെ മൈൻഡിലുണ്ടായിരുന്നു. സ്റ്റാൻഡ് ഔട്ട് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. ഓൾറെഡി ജെമോളജി ഫീൽഡ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ജെംസ്റ്റോൺ ഫീൽഡ് എന്ന് പറഞ്ഞാൽ വളരെ വാസ്റ്റ് ആണ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പല തരത്തിലുള്ള ജോബ്സ് ഇതിൽ ചെയ്യാൻ പറ്റും. ഡയമണ്ട് ഗ്രേഡിംഗ് ആയിക്കോട്ടെ, ജെംസ്റ്റോൺ ഐഡന്റിഫിക്കേഷൻ ആയിക്കോട്ടെ, അതിന് റിസർച്ച് ചെയ്യാം, ട്രേഡ് ചെയ്യാം. ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു മാർക്കറ്റ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് കുറച്ചൊരു സ്റ്റാൻഡ് ഔട്ട് ചെയ്യണം, എല്ലാരും ഒന്ന് അറിയണം. ഞങ്ങള് ആക്ച്വലി പറയുകയാണെങ്കിൽ റാൻഡമായിട്ട് എത്തിപ്പെട്ടിട്ടുള്ള ഒരു കോഴ്സാണ് ജെമോളജി. ഞാൻ ശരിക്കും സ്റ്റോറി പറയുകയാണെങ്കിൽ ഞാനൊരു തമാശ ഡോക്ടർ ആവണം, പൈലറ്റ് ആവണം. ഞാൻ ജെമോളജി എടുക്കാൻ കാരണം എനിക്ക് +2 അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്ക് ഉണ്ടായിരുന്നു. ഞാൻ അക്ഷയ സെന്ററിൽ പോയിട്ട് അലോട്ട്മെന്റ് കിട്ടി. അലോട്ട്മെന്റ് എനിക്ക് കിട്ടുന്ന വെച്ചാൽ ഞാൻ വെറുതെ ട്രയൽ കൊടുത്തതാണ്. ജെമോളജി എന്താന്ന് എനിക്കറിയില്ല. ഞാൻ മറ്റേ ഗൂഗിളൊക്കെ ചെക്ക് ചെയ്തിട്ടാണ്, പിന്നെ അലോട്ട്മെന്റ് കിട്ടിയ ശേഷമാണ് ഗൂഗിളൊക്കെ ചെക്ക് ചെയ്യണത് ജെമോളജി എന്താണ്. അതിനുശേഷമാണ്
ഇതിനെക്കുറിച്ച് അറിഞ്ഞു വരുന്നതും ഈ ഒരു ഫീൽഡിനെ കുറിച്ചൊക്കെ എന്താന്ന് അറിയാണ്ട് പോലെ വന്ന് ചാടിയതാണ് ഞാൻ. എല്ലാരും അങ്ങനെ എല്ലാവരും നമ്മൾ എന്താണ് ഈ കോഴ്സ് അറിയാണ്ട് നമ്മള് ഡിഗ്രി ചെറിയ കോഴ്സ് അധികം ടഫില്ലാത്ത കോഴ്സ് അതാണ്. അതുകൊണ്ട് ഒരാൾക്ക് വെച്ചില്ല. ആ ഞാനാണെങ്കിലും ഈ കോഴ്സ് എടുക്കുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ബികോം ഒക്കെ കുറച്ച് ടഫാണല്ലോ. ഇതാവുമ്പോ ഒരു ഡിഗ്രിയും പഠിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാം വിചാരിച്ചിട്ടാണ്. അതെ കുറച്ചുണ്ട് പഠിക്കാനും ഇതിനെ കുറിച്ച് പഠിക്കാനും കാര്യങ്ങളൊക്കെ കുറച്ചുണ്ട്. ലൈഫിൽ വേറെ പ്ലാൻസ് ഉണ്ടായിരുന്നു നിങ്ങളെ ഒരുമിച്ചാക്കാനുള്ള. ഞാൻ ഇവിടെ ഇരിക്കുന്ന ആളല്ല, ഞാൻ UK പോകേണ്ടതായിരുന്നു. എനിക്ക് പൈലറ്റ് ആവണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്ന ആളാ. ഞാൻ എങ്ങനെ ഇതിലേക്ക് എത്തിയെന്ന് എനിക്ക് തന്നെ അറിയില്ല. പക്ഷെ ഇപ്പൊ അത് എൻജോയ് ഉണ്ട്. ഇപ്പൊ ഭയങ്കരമായിട്ട് എൻജോയ് ഉണ്ട്. ഇപ്പൊ കോളേജിനേക്കാളും നമുക്ക് ഓഫീസാണ്. കൂടുതൽ എൻജോയ് നമ്മൾ. ഞാൻ ഇനീസിന്റെ അടുത്ത് പറയുമായിരുന്നു, നിങ്ങളുടെ ലാബിൽ ഇന്നലെ വന്ന ടൈമിൽ ഞാൻ മൊത്തത്തിൽ എല്ലാവരും അവരവരുടെ പണി ചെയ്തുകൊണ്ടിരിക്കുക, അവരുടെ ഓരോരോ കാര്യമായിട്ട് ബിസിയായി നിൽക്കുക. ഞാൻ ഒറ്റൊരു കാര്യം മനസ്സിലാക്കി. ഒരു ബുക്ക് വായിച്ചിട്ടുണ്ട്, തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് ബൈ നെപ്പോളിയൻ ഹിൽ എന്ന് പറഞ്ഞ ആളുടെ. പുള്ളി അതിനകത്തൊരു സ്പെസിഫിക് ആയിട്ട് ലൈൻ എഴുതിയിട്ടുണ്ട്, ഒരു ബിസിനസ്സിൽ എല്ലാവരും ഒരേ ബോട്ടിൽ ഒരേ സ്പീഡിൽ റോ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ പോക്ക. നിങ്ങളുടെ ബിസിനസ് എന്തെങ്കിലും ഫോക്കസ് ചെയ്ത് അത് കണ്ടൊരു സംഭവം കേട്ടോ. എല്ലാവരും അവരവരുടെ കാര്യം നോക്കി ഫോക്കസ് ചെയ്ത് ഭയങ്കര എല്ലാവരും ഒരുമിച്ച് കൊല്ലത്തിനുള്ള ഗ്രോത്ത് എന്ന് പറയാനുള്ള കാരണം ആ ഒരു സ്പീഡാണ്. എല്ലാവരും കൂടി ഒരുമിച്ച് തുഴയണ ഒരു സ്പീഡ് കാരണമാണ് നമ്മുടെ ആ ഗ്രോത്ത്. ടീമില്ലെങ്കിൽ തീർന്നു. ടീമാണ്. ഒരാള് നിർത്തിപ്പോവില്ല, അത്രയും കോൺഫിഡന്റ് ആണ്. ഇവിടെ നിർത്തി പോണം, ഇല്ലെങ്കിൽ ജോലി മടുത്തു, എനിക്ക് വേറെ സ്ഥലത്ത് പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവില്ല. ഞാനൊരു റൈഡിലായിരുന്നു, ഞാൻ ബൈക്ക് റൈഡിലായിരുന്നു. ആ സമയത്ത് എനിക്ക് അഭിഷേക് വിളിച്ചിട്ട് പറയാണ്, എടാ ഇങ്ങനെ പഠിപ്പിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നീ ഞങ്ങളുടെ ലാബിക്ക് വരുന്നുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനൊരു കോർപ്പറേറ്റിൽ വർക്ക് ചെയ്തതാണ്. ഓൾമോസ്റ്റ് 2 years ഞാൻ മലബാർ ഗോൾഡിനൊപ്പം വർക്ക് ചെയ്തതാണ്. അവിടെയുള്ള പ്രഷറും അവിടെയുള്ള ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഹ്യൂജ് ആണ്. കാരണം ഇത്രയും വലിയൊരു കോർപ്പറേറ്റിന്റെ കൂടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്റെ റെസ്പോൺസിബിലിറ്റി, എന്റെ ഷോൾഡറിലുള്ള റെസ്പോൺസിബിലിറ്റി കൂടുതലാണ്. അത് 2 വർഷത്തോളം എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യങ് ആണ്, എന്നെ സംബന്ധിച്ച് അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൽ നിന്ന് ബ്രേക്ക് ഫ്രീ ആവാം, അതിൽ നിന്ന് എൻ്റെ ഫ്രണ്ട്സിനൊപ്പം ഒന്നിച്ച് വർക്ക് ചെയ്യാം. ഇനിയിപ്പോൾ മണി ഒരു ഫാക്ടർ ആയിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ബിക്കോസ് ഞാൻ എൻ്റെ ഗ്രോത്തിനായിരിക്കും അവിടെ കൂടുതലും ഫോക്കസ് ചെയ്യുക, പ്രയോറിറ്റൈസ് ചെയ്യുക എൻ്റെ ഗ്രോത്തിനായിരിക്കും. അങ്ങനെ ആലോചിച്ചപ്പോൾ പറഞ്ഞു, അഭിനന്ദ ഞാൻ വരാം, നീ എനിക്ക് പൈസ എന്തെങ്കിലും കുഴപ്പമില്ല, ഞാൻ വരാം. പറഞ്ഞിട്ടുണ്ട്, കാരണം സ്റ്റാർട്ടപ്പ് ആണ്. ഞാൻ പറഞ്ഞിട്ട് നിനക്ക് അറിയാം, നിനക്ക് നല്ല സാലറി കിട്ടും, ഇതിന് ഹൈ സാലറി നിനക്ക് കിട്ടുന്ന വേറെ സ്ഥലങ്ങളുണ്ടാവും, പക്ഷെ നമ്മുടെ ഇത്ര സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണ്. എനിക്ക് സ്റ്റിൽ ഓഫേഴ്സ് വരാറുണ്ട്. നീ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തോളോ, നമ്മുടെ ഫ്യൂച്ചറിൽ നമുക്ക് അതൊക്കെ നമുക്ക് റെഡിയാക്കി തരാം. ഞാൻ ശരിക്കും പ്രൗഡാണ് ആക്ച്വലി. ഞാൻ ആ ഡിസിഷൻ എടുത്തതിൽ നല്ല പ്രൗഡാണ്. ഞാൻ സ്പോണ്ടേനിയസ് ഡിസിഷൻ എടുക്കാൻ ബെസ്റ്റ് ആളാണ്. ഞാൻ ഇന്നിപ്പിന് വേറെ എങ്ങോട്ടെങ്കിലും പോകുന്ന ഒരു ആളായിരുന്നു ആ സമയത്ത്. റൈഡ് ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ സംബന്ധിച്ച് നോക്കിയപ്പോ എന്റെ ഫ്രണ്ട്സ് തന്നെ, എന്റെ സർക്കിളിലുള്ളവർ തന്നെ, സെയിം മൈൻഡ് സെറ്റ് ഉള്ളവർ തന്നെ, പിന്നെ മണി ഫോക്കസ്ഡ് അല്ല, ഗ്രോത്ത് ഫോക്കസ്ഡ് ആണ്. ലേൺ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം, പഠിക്കണം. യെസ്, എക്സാക്ട്ലി. പഠിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് കൂടുതൽ അറിയുന്നു, അത്രത്തോളം എനിക്ക് ലൈക്ക് എൻ്റെ പേഴ്സണലി എനിക്കൊരു സ്ട്രെങ്ത് തരുന്ന ഒരു കാര്യമാണ്. ഞാൻ അത് വേറെ ആൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. 1000 ഡൗട്ട് ചോദിച്ചാലും കുഴപ്പമില്ല, ഞാൻ അത് പറഞ്ഞു കൊടുക്കും. ഞാൻ പഠിപ്പിച്ചിറക്കിയ സ്റ്റുഡൻസ് ഒക്കെ ഞാൻ ആക്ച്വലി പ്രൗഡാണ്, ഞാൻ സെൽഫ് പ്രൗഡാണ്. ബിക്കോസ് അവർ പഠിച്ചിറങ്ങിയതിന് ശേഷം അവരോട് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഞാൻ അവർ പറയും. അവർ കോൺഫിഡൻ്റ് ആയിട്ട് പറയും, അവർ പഠിക്കില്ല, അവർക്ക് ആ ഒരു ഡൗട്ട് വരില്ല. ബിക്കോസ് ഞാൻ ഒരു 1000 തവണയെങ്കിലും അത് പറഞ്ഞു കൊടുക്കും. അവർക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരാളാണ്. ഞാൻ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് സംസാരിക്കുന്നതും ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു ടീമിൻ്റെ ഒപ്പം നല്ല ഫ്രീഡം ഫീൽ ചെയ്തു. ലൈക്ക് എനിക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കാം, എനിക്ക് എവിടെയും ലൈക്ക് എൻ്റെ സ്കില്ല് ഇവിടെ ട്രേഡ് ചെയ്യാം, ലൈക്ക് എൻ്റെ സ്കില്ല് ഇവിടെ കൊണ്ടുവരാം, ഇവർക്ക് അത് ബെനിഫിറ്റ് ആയിരിക്കും. അങ്ങനെ നമുക്കും ഒരു സോഷ്യൽ മീഡിയ പേജ് ഉണ്ട്, സോഷ്യൽ മീഡിയ GAC.IND എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സോഷ്യൽ മീഡിയ പേജ് ഉണ്ട്. ഫുൾ നമ്മുടെ സോഷ്യൽ മീഡിയ വീഡിയോസും കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷണൽ കണ്ടന്റ്സ് ഫുൾ ചെയ്യുന്നത് അവനാണ്. ഇതുവരെ നൈറ്റിലിരിക്കുന്ന സമയത്ത്, കഴിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇനി ചോദിച്ചു, എടാ നീ വീഡിയോസ് ചെയ്യുമെന്ന് ചോദിച്ചു. പിന്നെന്താ ചെയ്യാലോ, എനിക്ക് മനസ്സിലായി ഇവന് ഒരു ചടപ്പില്ല. എനിക്ക് ആദ്യം എന്നെ പിടിച്ച് ഇതിന്റെ ഫേസ് ആക്കണം എന്ന് വിചാരിച്ച് കയറുന്നു. പക്ഷെ എനിക്ക് ഇതിനൊരു ചടപ്പുണ്ട്. പക്ഷെ എന്റെ മൈൻഡിൽ
ഇതുണ്ട്, സോഷ്യൽ മീഡിയ ത്രൂ മാർക്കറ്റ് ചെയ്താലാണ് നമുക്ക് ഈ ബിസിനസ് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇന്ന് ഈ ടൈമിൽ ഇപ്പൊ സോഷ്യൽ മീഡിയ ഇല്ലാണ്ട് ഒന്നും നടക്കില്ല, അറിയാലോ. അപ്പൊ ആ ഒരു ടൈമിൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു പ്രസൻസ് വേണം. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു ഫേസ്, നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ഫേസും വേണം. നമ്മളിങ്ങനെ ആലോചിച്ച് അതിന് തപ്പി നടക്കുമ്പോഴാണ് ഇവൻ വന്ന് അവിടെ ജോയിൻ ചെയ്യണു. ഇവന് ഒരു ഇതുമില്ല, നമ്മൾ എന്ത് പറഞ്ഞാൽ ചെയ്യും. ഞാൻ നല്ല ക്യൂരിയസ് ആണ്, അത് ട്രൈ ചെയ്യണം. അപ്പൊ അവനൊരു മടിയില്ല. നമ്മുടെ പിന്നെ സോഷ്യൽ മീഡിയ ടീമുണ്ട്, നമുക്ക് വന്ന് ഷൂട്ട് ചെയ്യാനും എഡിറ്റിങ്ങിനും കാര്യങ്ങൾക്കും ടീമുണ്ട്. അവര് വരും, അവര് വന്ന് ഇവനെ ഇരുത്തി ഇവൻ പറയണത് ഒറ്റ ടേക്കില് 2 ടേക്കില് ഇവൻ കാര്യം തീർക്കും. നമ്മളിരുന്ന് കഴിഞ്ഞാൽ ഒരു 10 ടേക്ക് 15 ടേക്ക് ഒക്കെ എടുത്തിട്ട് നമ്മളാകെ അയ്യോ ഇത് ഇനി അടുത്തതിൽ ഞാനില്ല, കൺസിസ്റ്റൻസി പോകും നമുക്ക്. അപ്പൊ അടുത്ത വീഡിയോ വരുമ്പോൾ നമുക്ക് കൺസിസ്റ്റൻസി ഉണ്ടാവില്ല, കാരണം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോസ് ഇട്ടോണ്ടിരിക്കണല്ലോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് കോൺഫിഡൻസ് പോയ ആള് അതിന് മൈക്കും ക്യാമറ കിട്ടേണ്ട താമസമുള്ള. നേരത്തെ നമ്മളെ CVD പറ്റി സംസാരിച്ച് ഒരു ഡൗട്ട് ഉള്ളത്, ഈ ലാബ് ഗ്രോൺ ഡയമണ്ട്സ് അത് എന്തുമാത്രം ക്വാണ്ടിറ്റിയിൽ ഇപ്പൊ മാർക്കറ്റിൽ കാണും? ഓൾമോസ്റ്റ് ഒരു 60% നാച്ചുറൽ ഡയമണ്ട് തന്നെയാണ്. ബാക്കി ഒരു 40% ആണ് നമുക്ക് ഈ CVDയും HTHPയും ആയിട്ട് ലാബ് ഗ്രോൺ ഡയമണ്ട്സ് ആയിട്ട് ഇറങ്ങുന്നുള്ളൂ മാർക്കറ്റിൽ. നേരത്തെ CVD പറ്റി സംസാരിച്ചായിരുന്നു. അപ്പൊ എനിക്കുള്ള ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കറന്റ് മാർക്കറ്റിൽ എന്തുമാത്രം നമ്മുടെ ലാബ് ഗ്രോൺ ഡയമണ്ട്സ് ഇപ്പൊ ഇറങ്ങുന്നുണ്ട്? മാർക്കറ്റിലൊരു 40% ലാബ് ഗ്രോൺ ഡയമണ്ട്സ് ഇറങ്ങുന്നുണ്ട്. ബാക്കി 60% നാച്ചുറൽ ഡയമണ്ട്സ് ആണ്. നാച്ചുറൽ ഡയമണ്ട്സ്, ലാബ് ഗ്രോൺ ഡയമണ്ട്സ് CVD HTHP സാധനങ്ങൾ ഇപ്പൊ ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നൊക്കെ ആയിട്ട് മാർക്കറ്റിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ പ്രൊഡക്ഷൻ അവിടെ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇന്ത്യയിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നരേന്ദ്രമോദി ആയിട്ട് ഇപ്പൊ ഇന്ത്യയിലും ലാബ് ഗ്രോൺ ഡയമണ്ട്സിന്റെ പ്രൊമോഷനും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ ഫുൾ ഫ്ലഡ്ജിൽ അത് സ്റ്റാർട്ട് ആയിട്ടില്ല, അത് ഇൻ പ്രോഗ്രസ് ആണ്. അത് അതിന്റെ മെയിൻ പ്രയോറിറ്റി എന്ന് ഉദ്ദേശിച്ചത് മാർക്കറ്റിലേക്ക് കൊണ്ടുവന്ന ഉദ്ദേശിച്ചത് ഒരു കോമൺ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നേരത്തെ അവൻ പറഞ്ഞ പോലെ മിമിക് ചെയ്യാൻ ഒരു സാധനമാണ്. ഇപ്പോൾ മൊണാലിസയുടെ ഒരു പോസ്റ്റർ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു മൊണാലിസയുടെ പോസ്റ്റർ എനിക്ക് വെക്കാം, പക്ഷെ അത് ഒറിജിനൽ അല്ല, ഒറിജിനലിന്റെ വാല്യൂ കിട്ടില്ല, വെറുതെ അതിനെ മിമിക് ചെയ്തിട്ടൊരു സാധനം വെച്ചാണ്. അതേപോലെ ഒരു പ്രൊഡക്റ്റ് ആണ് ഈ CVD HTHP. ഇപ്പോൾ നമ്മൾ CVD HTHP ഇപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഡയമണ്ടിനേക്കാളും ഒരു 40% ലെസ് കോസ്റ്റിന് നമുക്ക് ചെയ്യാൻ പറ്റും. ഡയമണ്ടിനേക്കാളും 40% ലെസ് എന്ന് പറയുമ്പോൾ എന്തായാലും എക്സ്പെൻസീവ് തന്നെയാണ്. ഡയമണ്ടിനേക്കാൾ ഒരു 40% എക്സ്പെൻസീവ് തന്നെയാണ്. തിളക്കവും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ മോയ്സനൈറ്റ്, AD, സീസഡ് അങ്ങനത്തെ സ്റ്റോണുകൾ വെച്ചാലും ആ സെയിം തിളക്കം കിട്ടും. ഇത് രണ്ടും ഐഡന്റിറ്റിയിൽ ഒരേപോലെ ഇരിക്കുമല്ലേ? ഇത് കാണാൻ സിമിലർ ആണ്, ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ സിമിലർ ആണ്. പക്ഷെ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി ആയിട്ടുള്ള മെഷീനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതിനകത്തും സർട്ടിഫിക്കേഷൻസ് വരുമോ? ഇൻഗ്രോൺ ലാബ് ഗ്രോൺ സർട്ടിഫിക്കേഷൻ നമ്മൾ സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ലാബ് ഗ്രോൺ ഡയമണ്ട്സ് എന്ന് പറഞ്ഞിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മള് മെൻഷൻ ചെയ്യത് ലാബ് ഗ്രോൺ ആണ്, നമ്മള് സെപ്പറേറ്റ് മെൻഷൻ ചെയ്തിട്ടാണ് അവർ കൊടുക്കുള്ളൂ. അതും സെല് ചെയ്യണ ജ്വല്ലറികൾ ഉണ്ട്, ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്. ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്. ലാബ് ഗ്രോൺ ഡയമണ്ട്സും ചെയ്യുന്ന ഒരുപാട് ബ്രാൻഡ്സ്. ഉദ്ദേശിച്ചു വെച്ചാൽ കോമണർ ആയിട്ടുള്ള ഒരാൾക്ക് പോലും, ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ഉള്ളവർക്ക് പോലും ഡയമണ്ട് എന്നുള്ളൊരു ലക്ഷറി ഗുഡ് അവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റണം. അതുകൊണ്ടാണ് സിന്തറ്റിക് കൊണ്ടുവന്നത്. ബട്ട് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, അത് ലൈക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കാറ് BMW മേടിക്കണം എന്നില്ല. ആ BMW ഫേക്ക് നമുക്ക് വേണമെങ്കിൽ ചൈനയിൽ ഉണ്ടാക്കാം, ചൈനയിൽ കിട്ടും. ലൈക്ക് ഒരു എക്സാമ്പിൾ മാത്രമേ പറഞ്ഞു. അതേപോലെ തന്നെ ഒരു ഫേക്ക് മേടിച്ചിട്ടുണ്ട് ആവശ്യമില്ല. നാച്ചുറലി ഉണ്ടാവണത് നാച്ചുറലായി അതിന്റെ റെസ്പെക്ട്, അതിന്റെ ഒരു വാല്യൂ നമ്മളത് കൊടുക്കണം. അതിന്റെ ഫേക്ക് ഒരു ഒബ്ജക്റ്റ് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് അതിന്റെ ഒരു സിമിലന്റ്, അതിന്റെ ഒരു ഓപ്പോസിറ്റ് സാധനം പറ്റാത്തവർക്ക് വേണമെങ്കിൽ നമുക്ക് അവർക്ക് CVD യൂസ് ചെയ്യാം, അല്ലെങ്കിൽ HTHP യൂസ് ചെയ്യാം. ബട്ട് അതിനൊരിക്കലും വാല്യൂ ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിപ്രീഷിയേറ്റിംഗ് വാല്യൂ തന്നെ ആയിരിക്കും. ഒരു ഓവനിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം പോലെയാണ്, വെച്ച് കുക്ക് ചെയ്യുന്ന ഒരു സാധനം, ഓവനിൽ കുക്ക് ചെയ്തെടുക്കുന്ന ഒരു സാധനം. നമ്മള് അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ആണ്, അങ്ങനെ ഉണ്ടാവുന്നതാണ്. മറ്റേതെന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അടിയിൽ ബില്യൺസ് ഓഫ് ഇയേഴ്സ് കിടന്ന് അത് ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷറിൽ കിടന്ന് പുറത്തേക്ക് വരുന്നതാണ്. ഇത് GSCയിൽ എന്തുമാത്രം വരുന്നുണ്ട് ഈ ലാബ് ഗ്രോൺ? GSCയിൽ നമ്മൾ ജസ്റ്റ് ഒരു 10% ആണ് നമ്മൾ ലാബ് ഗ്രോൺ സർട്ടിഫിക്കേഷൻ ചെയ്യുന്നത്. ബാക്കി 90% നമ്മൾ നാച്ചുറൽ ഡയമണ്ട് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. സപ്പോർട്ട് ചെയ്യാത്തല്ല, മാർക്കറ്റിൽ അത്രേ ഉള്ളൂ. മാർക്കറ്റിൽ അത്രേ ഉള്ളൂ. നമുക്ക് ഒരു 10% നമ്മൾ സർട്ടിഫിക്കേഷൻ ചെയ്യുന്നുള്ളൂ. മാർക്കറ്റില് ഭയങ്കര കുറവാണ്. ഇപ്പൊ CVD HTHP എന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും അതൊരു സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങണതാണ്. പക്ഷെ അത് മാർക്കറ്റില്
ആൾക്കാർ അങ്ങനെ അഡാപ്റ്റ് ആവണില്ല അതിന്. വാങ്ങുന്ന സാധനം ഒറിജിനൽ ആണോ ആവണോ എന്നുള്ളത് കസ്റ്റമറിന്റെ ചോയ്സും കൂടിയാണ്. നാച്ചുറൽ വാങ്ങുന്നത് തന്നെ നല്ലതെന്നുള്ളതാണ് കസ്റ്റമറിന്റെ ഒരു ഇത് വരുന്നത്. ഈ ലാബ് ഗ്രോൺ ഡയമണ്ട്സിന് എനിക്ക് അറിയാത്തോണ്ട് ഞാൻ ചോദിക്കുക, ഇതിന് ലോൺ ചെയ്യുമോ? ഇല്ല, ലോൺ ചെയ്യുന്നില്ല. ലാബ് ഗ്രോൺ ഡയമണ്ട്സിന് ലോൺ കിട്ടാനും കാര്യങ്ങളും റീസെയിൽ വരെ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. നമുക്ക് ആക്ച്വലി അതിനുള്ള കോണ്ടാക്ട്സ് ഇല്ല. സപ്പോർട്ട് കൊടുക്കാം ഡയമണ്ടിൽ A to Z സപ്പോർട്ട് കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ ലാബ് ഗ്രൗണ്ടിന് നമുക്ക് ആ ഒരു സപ്പോർട്ട് നമുക്ക് അങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ അതിന് റീസെയിൽ ഭയങ്കര കുറവാണ് മാർക്കറ്റിൽ. ഫാസ്റ്റ് ഗ്രാഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ അതിന് റീസെയിൽ ഭയങ്കരമായിട്ട് കുറഞ്ഞു വരാണ്. ഗ്രാഫ് ഭയങ്കരമായിട്ട് അടിയിക്കുകയാണ് ഈ മാർക്കറ്റിൽ. ഈ ഒരു ജ്വല്ലറിയിലോട്ട് പോവാമെങ്കിൽ നമ്മളിപ്പം 2 മോതിരം എടുപ്പുണ്ട്, ഒരെണ്ണം ലാബ് ഗ്രോണും ഒരെണ്ണം നമ്മുടെ നാച്ചുറലും. എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു പ്രൈസ് ഡിഫറൻസ് വരുന്നത് പെർസെൻറ്റേജ് വൈസ് വെച്ച് നോക്കുവാണെങ്കിൽ? 1/4, അതായത് ഒറിജിനലിന്റെ 1/4 ആയിരിക്കും, അത് ആൾക്കാർ പ്രിഫർ ചെയ്യുമോ ലാബ് ഗ്രോൺ? എന്തോ ഫീൽ ചെയ്യുന്നു നിങ്ങൾക്ക്? അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ്. ഇപ്പൊ എനിക്കൊരു ബ്രാൻഡഡ് ഷൂസ് ബ്രാൻഡഡ് തന്നെ ആവണം, എനിക്ക് അത് തന്നെ ഇടണം എന്നുണ്ടെങ്കിൽ ഞാൻ അത് മേടിച്ചിടും. ഇല്ല അതിന്റെ സെയിം കോപ്പി കിട്ടാണ്ടല്ലോ മാർക്കറ്റിൽ, അതിന് സിമിലർ ആയിട്ട് തന്നെ കോപ്പി കിട്ടാണ്ട് ക്വാളിറ്റി വ്യത്യാസമുള്ളത്, എനിക്ക് അത് ഇട്ടാൽ മതി, ഞാൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഞാൻ അത് മേടിച്ചിടും. മനസ്സിലായി. ഇതിപ്പോ നമ്മുടെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് മാർക്കറ്റിൽ ഇപ്പോഴും ഡയമണ്ട് തന്നെയാണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, മനസ്സിലായി. ഇതിപ്പം നമ്മളിപ്പോൾ എപ്പോഴും കാണുന്ന ട്രാൻസ്പെറൻറ്റ് ഡയമണ്ട്സാ. ഇതുപോലെ തന്നെ ഈ കളേർഡ് ഡയമണ്ട്സ് എന്ന് വെച്ചാൽ സ്ലൈറ്റ് യെലോയിഷ് ടെൻറ്റ് വരുന്ന ഒരു ഡയമണ്ട്സ് ഇടുന്ന ആൾക്കാരും ഉണ്ട്. യെലോയിഷ് മാത്രമല്ല, നമുക്ക് ഗ്രീൻ കളറില്, ബ്ലൂ കളറില്, പിങ്ക് കളറില്, ബ്ലാക്ക് കളറില്, ബ്ലാക്ക് ഡയമണ്ടും ഉണ്ട്. അപ്പൊ ഇതൊക്കെ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഇതെല്ലാം ലാബ് ഗ്രോൺ ഐറ്റംസ്. ആക്ച്വലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഡയമണ്ടിന്റെ കെമിക്കൽ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ കാർബൺ ആണ്. പ്യുവർ കാർബൺ കോമ്പോസിഷനിലാണ് ഡയമണ്ട് ഫോം ആവുന്നത്, കളർലെസ് ഡയമണ്ട് ഫോം ആവുന്നത്. അപ്പോൾ അതിനകത്തേക്ക് ആ കെമിക്കൽ കോമ്പോസിഷനിൽ കാർബൺ ആറ്റത്തിന്റെ കൂടെ ഒരു ഇംപ്യൂരിറ്റി ലൈക്ക് ബോറോൺ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇംപ്യൂരിറ്റി, കൊബാൾട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇംപ്യൂരിറ്റി കയറുമ്പോൾ ഓരോ ഇംപ്യൂരിറ്റീസിനും ഓരോ കളറിലേക്ക് മാറും. അതിനകത്ത് ഒറ്റൊരു ആറ്റം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ കാർബൺ ആറ്റത്തിന്റെ ഉള്ളിലേക്ക് ഒരു ഇംപ്യൂരിറ്റി ആയിട്ട് ഒരു ബോറോൺ ആറ്റം കയറി കഴിഞ്ഞാൽ അതിന്റെ കളർ മാറി അത് ഗ്രീൻ അല്ലെങ്കിൽ യെല്ലോ കളറിൽ, ബ്ലൂ കളറിലേക്കാണ്. ബോറോൺ ആണെങ്കിൽ ബ്ലൂ കളറിലേക്കാണ് പോവുക. അത് നമുക്ക് CVD ആണെങ്കിലും HTHP ആണെങ്കിലും അതിന്റെയും കളർ നമുക്ക് ഈ ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്തിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഓൾറെഡി കളറൈസ് ചെയ്ത സാധനം വീണ്ടും കളർ മാറ്റാൻ പറ്റും. ഓൾറെഡി കളർലെസ് ആയിട്ട് നമുക്കിപ്പോ ലാബ് ഗ്രോൺ ആയിട്ട് ഉണ്ടാക്കി എടുക്കുമ്പോൾ കാർബൺ ആറ്റം നമ്മൾ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ലാബ് ഗ്രോൺ ആയിട്ടും ഉണ്ടാക്കണത്. ഒരു സീഡ് ഒരു ചേമ്പറിലേക്ക് ഗ്രോ ചെയ്യാൻ വെക്കുകയാണ്. ഒരു ഓയിൽ വെച്ചിട്ടാണ് നമ്മൾ ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷറിലും ഉണ്ടാക്കിയെടുക്കുന്നത്. മനസ്സിലായി. അപ്പൊ അതിന്റെയും കളർ നമുക്ക് മാറ്റാൻ പറ്റും, കാണാൻ പറ്റും. അതായത് ഫ്രം സ്റ്റേജ് 1 എല്ലാം കാണാൻ പറ്റും. കാർബണാറ്റം ഗ്രോ ചെയ്യുന്ന ശരിക്കും നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ. ഇതിന് ഈ നേരത്തെ പറഞ്ഞ മറ്റേ 4Cs പോലത്തെ ഗ്രേഡിംഗ് വരുന്നുണ്ട്. ലാബ് ഗ്രോൺ ഡയമണ്ട്സിനും ഗ്രേഡിങ്ങും കാര്യങ്ങളും ഉണ്ട്. അതും സെയിം സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ഗ്രേഡ് ചെയ്യുന്നത്. കളറും ക്ലാരിറ്റി ഒക്കെ സെയിം സ്റ്റാൻഡേർഡ്സിൽ വെച്ചിട്ടാണ് ഗ്രേഡ് ചെയ്യുന്നത്. എല്ലാം സെയിം ആണ്, പ്രോസസ് എല്ലാം സെയിം ആണ്. പക്ഷെ നമ്മൾ പറഞ്ഞില്ലേ എക്സാക്ട്ലി ലൈക്ക് ഡയമണ്ട് ആണ്. പക്ഷെ നമുക്കത് ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ സപ്പോസ് ഇപ്പൊ നമുക്ക് DBS എന്ന് പറഞ്ഞ ഒരു ടീമുണ്ട്. DBS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് വേൾഡിലെ റഫ് ഡയമണ്ടിന്റെ കൺട്രോൾ ചെയ്യുന്നത്. 90% ഓഫ് ദ മൈനിങ് നടക്കുന്നത് മൈനിന്ന് റഫ് ഡയമണ്ട് പർച്ചേസ് ചെയ്യുന്നത് DBS ആണ്. അപ്പൊ ഈ DBS ആണ് അത് കഴിഞ്ഞിട്ട് കട്ടിങ് ആൻഡ് പോളിഷിങ്ങിന് വേണ്ടിയിട്ട് ഡിഫറെന്റ് സെല്ലേഴ്സിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. പ്രൊഡക്ഷൻ ഫുള്ള് കൺട്രോൾ ചെയ്യുന്നത് DBS ആണ്. അപ്പൊ ഈ DBS ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 കൊല്ലം മുമ്പ് CVD HTHP മാർക്കറ്റിൽ ഇറങ്ങാൻ തുടങ്ങി, ചൈനയൊക്കെ ഇറക്കി തുടങ്ങി ഇങ്ങനത്തെ. അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ DBSന് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത അവർക്ക് ഭയങ്കര ഒരു പ്രോബ്ലം അവർ ഫേസ് ചെയ്തിരുന്നു. മാർക്കറ്റിൽ ഡയമണ്ടിന്റെ മാർക്കറ്റിനൊക്കെ ഭയങ്കര ഒരു ക്രാഷ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇത് ഐഡന്റിഫൈ ചെയ്യാൻ ഒരു മെത്തേഡ് ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് നേക്കഡായി വെച്ചിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണില്ല, മൈക്രോസ്കോപ്പിക് ഒബ്സർവേഷനിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണില്ല. എല്ലാം സിമിലർ, എല്ലാ പ്രോപ്പർട്ടീസും സിമിലർ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു പാസ്റ്റ് ഒരു 5 years ആയിട്ട് നമുക്ക് എല്ലാ CVD HTHP നമുക്കൊരു 5 മിനിറ്റിന്റെ സ്കാനിങ് ടൈം ഉണ്ട്. 5 മിനിറ്റ് അല്ലേ, സോറി, ഒരു 5-10 സെക്കൻഡിന്റെ സ്കാനിങ് ടൈം ഉണ്ട്. ആ സ്കാനിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം.
ഇത് നാച്ചുറൽ നാച്ചുറൽ ആണോ ലാബ് ഗ്രോൺ ആണോ സിന്തറ്റിക് ആണോ CVD ആണോ HTSP ആണോ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ലേറ്റസ്റ്റ് ടെക്നോളജി ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിന്റെ ഒരു വർക്കിംഗ് മോഡൽ നമ്മുടെ ലാബിലുണ്ട്. അതിന്റെ ഒരു വർക്കിംഗ് മോഡൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയമണ്ടിനുള്ള ഒരു സ്പെഷ്യൽ പ്രോപ്പർട്ടിയാണ് ഫ്ലൂറസെൻസ്. അപ്പോൾ ഈ ഫ്ലൂറസെൻസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി നാച്ചുറൽ ഡയമണ്ട്സിന് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് UV ലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് അത് പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിനെയാണ് നമ്മൾ ഫ്ലൂറസെൻസ് എന്ന് പറയാം. ഫോസ്ഫറസെൻസ് എന്നൊക്കെ പറയും. ഓക്കെ, അത് ലാബ് ഗ്രോൺ ഡയമണ്ട്സിന് റെഡ് കളറായിട്ടാണ് വരിക. നോർമലി നാച്ചുറൽ ഡയമണ്ട് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ബ്ലൂ ഫ്ലൂറസെൻസ് ആയിരിക്കും അതിനകത്ത് കാണിക്കുക. CVD ആണെന്നുണ്ടെങ്കിൽ അതിന്റെ റെഡ് ഫോസ്ഫറൻസ് ഫ്ലൂറസെൻസ് റെഡ് കളർ ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. എക്യുപ്മെന്റിൽ വെച്ചിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണത് അങ്ങനെയാണ്. സോ അത് ആ ഒരു എക്യുപ്മെന്റ് നമ്മൾ ലാബിലുള്ളതാണ്. അതെ, നമുക്ക് ഈസി ആയിട്ട് ഇപ്പൊ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആ പ്രോബ്ലം DBS സോൾവ് ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ലേറ്റസ്റ്റ് ടെക്നോളജി കൊണ്ടുവന്നു. അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ടെക്നോളജി ഇപ്പോൾ ബാക്കിയുള്ള കമ്പനികൾ ആ ടെക്നോളജി പഠിച്ച് അവരും അവരുടെ മെഷീനുകളും തുടങ്ങി മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങി. അപ്പം അതുപോലെ ഒരു കമ്പനി മാനുഫാക്ചർ ചെയ്ത മെഷീനാണ് നമ്മളും യൂസ് ചെയ്യുന്നത്. ആ മെഷീൻ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നമ്മുടെ കേരളത്തിൽ തന്നെ സ്റ്റാർട്ടിങ് ഫ്രം സുൽത്താൻ ബത്തേരി ഓൾ ദ വേ ടിൽ ടിപ്പ് കോവളോ അല്ല വിരിഞ്ഞം. ഇപ്പൊ കേരളത്തിൽ എന്തുമാത്രം ലാബ് ഗ്രോൺ പോകുന്നുണ്ട് എല്ലാ ജ്വല്ലറി അങ്ങ് നോർത്ത് തൊട്ട് സൗത്ത് വരെ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അതിൽ ഒരു 10% പോലും ആക്ച്വലി നമ്മൾ CVD നമ്മൾ സർട്ടിഫിക്കേഷൻ ചെയ്യുന്നില്ല. ഭയങ്കര കുറവാണ്. കേരളത്തിൽ കുറച്ച് കുറവാണ്. നമ്മൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ 1 lakh സർട്ടിഫിക്കേഷൻ അറൗണ്ട് നമ്മൾ മാർക്കറ്റിൽ ഇറക്കിയത്. അതെല്ലാം നാച്ചുറലാ. അതിനകത്ത് വെച്ച് നോക്കുമ്പോൾ 1 lakh വെച്ച് നോക്കുമ്പോൾ 1% പോലും CVD ഇല്ല. CVD സർട്ടിഫിക്കേഷൻ സിന്തറ്റിക് ഒന്നാണോ? നമ്മൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ബേസിസിലാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ എക്സ്പീരിയൻസിൽ നമുക്ക് CVD ഭയങ്കര, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ 1 ലക്ഷം സർട്ടിഫിക്കേഷനിൽ നമ്മൾ 1% പോലും നമ്മൾ CVD HTSP ചെയ്തിട്ടില്ല. പക്ഷെ നമുക്ക് ആക്ച്വലി കിട്ടാറുണ്ട്. നമ്മൾ ഇതിന്റെ ഇടയിൽ നമ്മൾ ഇപ്പൊ മാനുഫാക്ചറിനാണെങ്കിൽ നമ്മൾ ലൂസ് ഡയമണ്ട് അസോർട്ട്മെന്റ് ഉണ്ട്. അത് ആക്ച്വലി കുറച്ച് പണിയുള്ള ഇതാണ്. ഇപ്പൊ നമുക്ക് ചെറിയ കല്ലുകൾ വരും. ചെറിയ കല്ലുകൾ നമ്മൾ ക്വാളിറ്റി അനുസരിച്ച് സോർട്ട് ചെയ്ത് കൊടുക്കും മാനുഫാക്ചറിന്. അപ്പൊ മണ്ണ് കണ്ടിട്ടില്ലേ, ബീച്ചിലെ മൺതരി പഞ്ചസാരനേക്കാളും ചെറുതാണ് ആക്ച്വലി ആ ഡയമണ്ട്. അത് നമ്മൾ ഓരോന്ന് പിക്ക് ചെയ്ത് നമ്മൾ അത് മൈക്രോസ്കോപ്പിക്കൽ നോക്കും. ഇൻക്ലൂഷൻ ഉണ്ടോ, അതിന്റെ ക്ലാരിറ്റി എങ്ങനെയുണ്ടോ, നല്ലതാണോ. അത് നമ്മൾ പല ഗ്രേഡുകളായിട്ട് നമ്മളത് അസോർട്ട് ചെയ്തിട്ട് അത് നമ്മുടെ ഡയമണ്ട് ഗ്രേഡേഴ്സ് ഉണ്ട്. അതിന് നമുക്കൊരു ടീമുണ്ട്, ഡയമണ്ട് ഗ്രേഡേഴ്സ് ഉണ്ട്. അപ്പൊ ആ ടീം അത് ഫുൾ അസോർട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് പല ഗ്രേഡുകളായിട്ട് അവർ തിരിക്കും. എന്നിട്ട് നമ്മൾ മാനുഫാക്ചറിന് കൊടുക്കും. എന്നിട്ടാണ് മാനുഫാക്ചർ അത് പണിയുന്നത്. അത് ആ കല്ലുകൾ ജ്വല്ലറിയിൽ വെക്കണത്. എന്നിട്ട് വീണ്ടും നമ്മുടെ അടുത്തേക്ക് വരും. നമ്മുടെ അടുത്തേക്ക് ചെക്ക് ചെയ്യാൻ വരും. ആ വെച്ചാണത് സെയിം ക്വാളിറ്റി തന്നെയാണോ. അപ്പൊ ആ വരുന്ന അത്രയും ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ അവൻ പറഞ്ഞ പോലെ കടലിലെ മണ്ണിന്റെ തരികള് അതിനകത്ത് ഇഷ്ടം പോലെ CVD HTSP മിക്സ് ആക്കിയിട്ടിടും അവര്. എങ്ങാനും അത് പിടിക്കപ്പെടാണ്ട് അത് കയറി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു സെന്റിന് 700 rupees 800 rupees പ്രൈസ് ഉണ്ട് ഡയമണ്ടിന്. 700 to 800 rupees ഒരു സെന്റിന് പ്രൈസ് ഉണ്ട്. ഇത്രയും ഒരു 100 ക്യാരറ്റ് അല്ലെങ്കിൽ ഒരു 200 ക്യാരറ്റ് അല്ലെങ്കിൽ ഒരു 300 ക്യാരറ്റിൽ ഒരു 50 to ഒരു 100 ഒരു 1 ക്യാരറ്റ് മിക്സ് ആയാലും നമുക്ക് അത് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലായിരുന്നു. ഇപ്പൊ എളുപ്പമാണ് ആക്ച്വലി. ഇപ്പൊ നമ്മള് ലേറ്റസ്റ്റ് എക്യുപ്മെന്റ്സ് നമുക്ക് അതൊക്കെ ഉള്ള കാരണം നമ്മുടെ അവിടെ നിന്ന് പിടിക്കാണ്ട് പോവില്ല. ഇപ്പൊ ഇത്ര ഫെസിലിറ്റി ഉണ്ട് GIC-ല്. ഇതുപോലെ തന്നെ ഈ എഡ്യൂക്കേഷൻ വരുമ്പോഴത്തേക്ക് ഈ എഡ്യൂക്കേഷനകത്ത് ഈ ഒരു പോർഷൻ വരുന്നുണ്ടോ? ഇനി ലാബ് ഗ്രോൺ അത് സെപ്പറേറ്റ് ഐഡന്റിഫിക്കേഷനുള്ള മെത്തേഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. അപ്പൊ എങ്ങനെ 2 സെക്ഷനായിട്ടാണ് കൊടുക്കുന്നത്? അതായത് ഒരു സബ്ജക്റ്റ് ആണത് ഈ ലാബ് ഗ്രോൺ ഐഡന്റിഫിക്കേഷൻ. അതിന് നമ്മൾ കീ ടെസ്റ്റുകൾ ഉണ്ട്. ഓരോ സ്റ്റോണിനും ഓരോ കീ ടെസ്റ്റുകൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതുണ്ട്. GIS സ്റ്റാൻഡേർഡ്സിലും ഉണ്ട് കീ ടെസ്റ്റുകൾ. അപ്പൊ ആ കീ ടെസ്റ്റുകൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. ആ ടെസ്റ്റുകൾ എങ്ങനെയാണ് എടുക്കേണ്ടത്, അതിനുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ വേണം. നമുക്ക് എക്യുപ്മെന്റ്സ് വെച്ചിട്ടാണ് ഈ കീ ടെസ്റ്റുകളൊക്കെ എടുക്കുന്നത്. അതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിപ്പിച്ച് ട്രെയിനിങ് കൊടുക്കും നമ്മൾ. അതേപോലെ പ്ലേസ്മെന്റ് സപ്പോർട്ട് ഉണ്ട് നമുക്ക്. കോർപ്പറേറ്റ് കമ്പനികളായിട്ടുള്ള ടൈപ്പ് ഉള്ള കാരണം നമുക്ക് അവിടേക്കും ഓൾ ഓവർ ഇന്ത്യക്ക് പുറത്തേക്ക് പ്ലേസ്മെന്റുകൾ ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ പ്ലേസ്മെന്റ് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ജോബിനുള്ള ഇതിന് കോഴ്സ് ഡ്യൂറേഷൻ എന്തോ 3 months ആണ് നമ്മളിപ്പോ പറയുന്ന കോഴ്സ്. 45 days എക്സാക്ട്ലി പറഞ്ഞു. 45 days ആണ്. 3 monthsനുള്ളിൽ നമ്മൾ കവർ ചെയ്യും വിത്ത് പ്രാക്ടിക്കലാണ് ഏറ്റവും കൂടുതൽ. ഇതിനകത്ത് പ്രാക്ടിക്കലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ. തിയറി ഉണ്ട്. തിയറി നമുക്കൊരു 1 week ഒക്കെ നമുക്ക് 2 week 3 week തിയറി ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മള് പ്രാക്ടിക്കലിന്റെ കൂടെ ഇങ്ങനെ
പോലെയാണ്. ഒരു മന്ത് ഇത്ര സ്ലോട്ട്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ ഭയങ്കര ലിമിറ്റഡ് സ്ലോട്ടുകൾ എടുക്കുന്നുള്ളൂ. നമുക്ക് ആക്ച്വലി നമ്മളൊരു 10-15 പേരൊക്കെ നമ്മൾ ഒരു സ്ലോട്ടിൽ എടുക്കുള്ളൂ. കാരണം നമുക്ക് അത്രയും ക്വാളിറ്റി ആയിട്ട് അവരെ പഠിപ്പിച്ച് നമുക്ക് ആരെയും പുറത്തേക്ക് വിടണമെന്നില്ല. നമുക്ക് പഠിപ്പിച്ചെടുത്തവരെ നമുക്ക് തന്നെ വേണം. നമുക്ക് തന്നെ ആവശ്യമുണ്ട് നമ്മൾ പഠിപ്പിച്ചെടുക്കണവരെ. അപ്പൊ നമ്മള് അത്യാവശ്യം ആൾക്കാർ നമുക്ക് വേണ്ടതാണ്. അപ്പൊ സ്വന്തം കമ്പനിയിൽ ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു എംപ്ലോയിനെ ആരും വെക്കില്ലല്ലോ. അപ്പൊ തീർച്ചയായും അത്രയും ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. പഠിച്ചെടുക്കുന്നവരെ നമുക്ക് തന്നെ ആവശ്യമുണ്ട്. പിന്നെ അവർക്ക് നമ്മളെ വേണ്ടെങ്കിൽ അവർക്ക് പുറത്തു പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുക്കും. അങ്ങനത്തെ ഇത് വരാൻ ചാൻസ് കുറവാണ്. അങ്ങനത്തെ ചാൻസ് വരാൻ കുറവാണ്. ഇവിടെ വന്നവരാർക്കും പോവില്ല. അതാണ് ഫ്രണ്ട്ലി എൻവയൺമെന്റ് ആണ്, വളരെ ഫ്രണ്ട്ലി എൻവയൺമെന്റ് ആണ്. സ്റ്റാഫിന്റെ കൂടെ അപ്പൊ എന്തെങ്കിലും ഒരു ഓവർ വർക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ കൂടെ ഇരിക്കും. നമ്മളിപ്പോ ബോസ് ആണെങ്കിൽ ഓണർ എന്നുള്ള രീതിയിൽ എവിടെയും പോയിരിക്കില്ല. നമ്മൾ അവരെ കൂടെ തന്നെ. സൺഡേസ് വരെ നമ്മൾ ഓപ്പണാ. സൺഡേസ് വരെ ഓപ്പൺ ആയിട്ട് 9 to 5 അങ്ങനൊന്നുമില്ല. 9 to 5 എല്ലാവരും നമ്മൾ വിളിച്ച അപ്പ വരും. നമ്മള് സ്റ്റാർട്ടപ്പ് ആയ സ്ട്രഗ്ലിംഗ് എന്ന് പറഞ്ഞില്ലേ, സ്ട്രഗ്ലിംഗിലെ ഏറ്റവും വലിയ സ്ട്രഗിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒരു വർക്ക് കിട്ടി, നമുക്കത് പറഞ്ഞ ടൈമിൽ ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്കതൊരു ഭയങ്കര ഒരു വിഷമം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വിശ്വസിച്ചൊരു വർക്കാണ്, നമുക്കത് ഭയങ്കര ടെൻഷനാണ്. അപ്പോ ഭയങ്കര ടെൻഷനുള്ള നമുക്ക് ആ ക്ലയന്റിനെ ഒരിക്കലും ഡിസപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അത്രയും നിലത്ത് വെച്ച് ഉറുമ്പായിരിക്കും താഴെ വെച്ച പേനായിരിക്കും പറയുന്ന പോലെയാണ് നമ്മൾ ക്ലയന്റിനെ കൊണ്ടു നടക്കുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് ആ സിറ്റുവേഷൻ നമ്മുടെ സ്റ്റാഫുകൾക്കും അറിയാം നമ്മൾ അങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണമെന്ന്. അത് കാരണം അവരും ചേട്ടാ നമുക്ക് നാളെ തുറക്കാം, ഞായറാഴ്ച ഇരിക്കാം, ഞങ്ങൾ വരാം, കുറച്ച് ലേറ്റ് ആയിട്ട് പോവാം, ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരു അത്ര അടിപൊളി. ഇപ്പൊ നീ ഇന്നലെ വന്നപ്പോ നീ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ടീമിനെ. അത്രയും നല്ലൊരു ടീമാണ്. അവരെ കുറിച്ച് നമ്മൾ മെൻഷൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല ഈ വീഡിയോയില്. കാരണം കുറച്ച് സ്ട്രെയിനുള്ള വർക്കാണ്. അതായിട്ട് പോലും അവര് ഒരു ഡേ ആണ് അവർക്ക് ലീവ് കിട്ടണേ. അവരതാണെങ്കിലും കുഴപ്പമില്ല ചേട്ടാ, നമ്മള് സൺഡേസ് കമ്പനിക്ക് വേണ്ടിയിട്ടാണ് അവർക്ക് തന്നെ മൈൻഡിൽ അങ്ങനെ ആൾക്കാർ നമ്മുടെ കൂടെ വേണ്ട ടീമിൽ. കാരണം നമ്മൾ സ്ട്രഗ്ലിംഗ് പീരീഡിൽ നമ്മുടെ കൂടെ നേരത്തെ പറഞ്ഞല്ലോ എല്ലാവരും ഒരേ സ്പീഡിൽ തുഴയണം. ആ ഒരു ടീമുണ്ട്. പിന്നെ അതേപോലെ നമുക്ക് ഇതിനകത്ത് വേറൊരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ എന്റെ മൈൻഡിലുണ്ടായിരുന്ന ബ്ലഡ് ഡയമണ്ട്. രാത്രി വരെ ഇരുന്ന് കുറെ ആൾക്കാർക്ക് ഒരു രാത്രി 10 മണി 11 മണി വരെ നമ്മളിരുന്ന് വർക്ക് ചെയ്ത് ഒരു ദിവസം മൊത്തിരുന്ന് വർക്ക് ചെയ്തവരുണ്ട്. അപ്പൊ അതായത് സേ ഇപ്പൊ ഒരു കസ്റ്റമർ ഇത്ര എമൗണ്ട് ഓഫ് ക്വാണ്ടിറ്റി ആയിട്ട് വന്ന്, അതായത് യൂഷ്വലി നിങ്ങളുടെ ഒരു ടെസ്റ്റിംഗ് ടൈം എന്ന് പറയുമ്പോൾ 3-4 ദിവസമായിരിക്കും. നിങ്ങളൊരു മിനിമം ഒരു ഡ്യൂറേഷൻ പറഞ്ഞ കസ്റ്റമറിന്. അതിപ്പം കസ്റ്റമർ വന്ന് എമർജൻസി ആയിട്ട് നാളെ തന്നെ വേണമെന്ന് പറഞ്ഞു. അതാണ് അതിനു വേണ്ടി രാത്രി ആരും മുമ്പിൽ തലവണിക്കില്ല. നമ്മൾ ഒരു വിഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിരിക്കും. നമ്മുടെ സ്റ്റാഫ്സ് ആണെങ്കിലും നമുക്ക് പറയാണ് നമുക്ക് ഇത് നാളെ കൊടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഓക്കെ നമുക്ക് ഇന്ന് നൈറ്റ് ഇരിക്കാം, കുഴപ്പമില്ല, ഇന്ന് നൈറ്റ് ഇരുന്ന് നമുക്ക് എന്തായാലും ആൾക്ക് ചെയ്ത് കൊടുക്കും. എത്ര ലേറ്റ് നൈറ്റ് ആണെങ്കിലും നമ്മുടെ സ്റ്റാഫ്സ് ഏറ്റെടുത്ത് ചെയ്യും. ആ ഒരു കോൺഫിഡൻസ് നമുക്കുണ്ട്. ഓട്ടോമേറ്റഡ് ആണ്. അതാണ് നമ്മളിപ്പോ ഇരിക്കുന്നത്. ഒരു പ്രോപ്പർ സിസ്റ്റം ബിൽഡ് ചെയ്യാൻ പറ്റി. 4 മെയിൻ മെമ്പേഴ്സ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അത് കാരണം ഇപ്പോഴും ഓഫീസിൽ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്മൂത്ത് ആയിട്ട് നടക്കുന്നുണ്ട്. എനിക്ക് ആക്ച്വലി കോൾ പോലും വന്നിട്ടില്ല. കോള് വരുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. കോള് പോലും വരാണ്ട് അവരത് മാനേജ് ചെയ്ത് ടീം. ഓൺട്രപ്രനറിനെ സംബന്ധിച്ച് ഒരു കോള് ഓഫീസിൽ നിന്ന് വരാത്തതാണ് ഏറ്റവും അവൻ ഉണ്ടാക്കി വെച്ച സിസ്റ്റം അത്ര ഞങ്ങള് 3 പേരും. അവൻ ലാബിലെ ഹെഡാണ്, ലാബിലെ കാര്യങ്ങളാണ് അവൻ ഫോക്കസ്ഡ്. ഞങ്ങള് 3 പേര് ആക്ച്വലി മാർക്കറ്റിംഗ് സൈഡാണ് നമ്മൾ നോക്കണത്. മാർക്കറ്റിംഗ് സൈഡ് നോക്കുമ്പോ നമുക്കാണ് ഏറ്റവും കൂടുതൽ കോൾ വരുന്നത്. പക്ഷെ അതും അവര് ഹാൻഡിൽ ചെയ്ത് ഫുള്ള് നമ്മളെ ഫ്രീ ആക്കിയിട്ടാണ് നമ്മൾ ഇന്ന് നിന്റെ അടുത്തേക്ക് വിട്ടത്. നല്ലൊരു ടീമാണ് നമ്മൾ ഇതുവരെ ബിൽഡ് ചെയ്തേക്കുന്നത്. ഈ ഇങ്ങനത്തെ ഒരു ടീമിനെ ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തൊക്കെ ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വന്നു ഇത്രയും സ്ട്രോങ് ടീമിനെ ബിൽഡ് ചെയ്യാൻ? ക്ഷമ. കാരണം അവര് തെറ്റ് ചെയ്യാം. അടിയാണ് സീൻ വരെ ഉണ്ടായിട്ടുണ്ട്. അടിയാണ് സീൻ എന്ന് വെച്ചാൽ ഞാനാണ് പൊതുവെ ഏറ്റവും കൂടുതൽ ഷൗട്ട് ചെയ്യാം. എനിക്ക് ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ എനിക്ക് കയ്യിൽ നിന്ന് പോയാൽ ഞാൻ ഷൗട്ട് ചെയ്യും. ഷൗട്ട് ചെയ്താലും 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ കാമാവും. അവരെന്നെ വന്നിട്ട് പറയും മതിയാട്ടാ പോരെ വിട്ടുകളാ. അവരെന്നെ വന്ന് പറയും ശരി എന്നാ. അപ്പൊ തന്നെ നമ്മുടെ ഇതൊക്കെ തീർന്നു. ബിസിനസ് പറയുന്നത് എളുപ്പമുള്ള ഒരു പണിയല്ല. പേഷ്യൻസ് വേണം, നമുക്ക് റിസ്ക് എടുക്കാൻ റെഡി ആവണം, പേഷ്യൻസ് വേണം. പിന്നെ ഈ പ്രായത്തിൽ നമ്മള് ഈ പ്രായത്തിൽ റിസ്ക് എടുക്കുന്നതെന്ന് തോന്നുന്നു. എനിക്ക് കുറച്ചുകൂടി സെക്യൂർഡ് ആയിട്ട് തോന്നുന്നുണ്ട്. ഈ പ്രായത്തിലാണ് നമുക്ക് കുറച്ചുകൂടി സെക്യൂർഡ് ആയിട്ട് നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റുള്ളൂ. എടുത്തു നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. സക്സസ് ആവും. ആയില്ലെങ്കിൽ നമ്മൾ ട്രൈ ചെയ്തിട്ടെങ്കിലും ഉണ്ട് അറ്റ്ലീസ്റ്റ് ലെവൽ ബെസ്റ്റ് ട്രൈ ചെയ്തിട്ടുണ്ട്. കാരണം ഞങ്ങളെല്ലാവരും ഒരു 25 years
നാച്ചുറൽ എനിക്ക് മാത്രമേ 27 26 ആയിട്ടുണ്ട്. ഓക്കെ, നിങ്ങളെല്ലാം 25 താഴെയാ? ഇവരെല്ലാം യങ് ഓൺടർപ്രണേഴ്സാ. ഇനീസ് മാത്രം മൂക്കി കുറച്ച് പല്ല് വന്നു. നീയും അയ്യോ, ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മളിന്ന് ഒരുപാട് കാര്യങ്ങളെ പറ്റി സംസാരിച്ച്, നേരത്തെ നമ്മൾ 2 തവണ സംസാരിച്ച്, എന്നാലും ഒരു മനസ്സിലൊരു ഡൗട്ടാണ്. നമ്മൾ നേരത്തെ 4 സീസിനെ പറ്റി സംസാരിച്ച്, അതിൽ ഓരോ സീനിനെ പറ്റി ഒന്ന് ബ്രീഫായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ആക്ച്വലി 4 സീസ് എന്ന് പറയുന്നത് കളർ, കട്ട്, ക്ലാരിറ്റി, ക്യാരറ്റ് ആണ്. അതിൽ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ABC ഉണ്ട്. ആൽഫബറ്റിക് ഓർഡറിൽ A to Z വരെയാണ് നമ്മളിത്. അതിൽ ABC ഇതുവരെ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അത് മാറ്റി വെച്ചാൽ അത്രയും കളർലെസ് കിട്ടിയിട്ടില്ല. അത് ഒരു ഗ്രേഡ് വരാൻ വേണ്ടിട്ട് വെയിറ്റിംഗ് ആണ്. അത് ആക്ച്വലി വന്നിട്ടില്ല. D തൊട്ടിട്ട് Z വരെയാണ് നമ്മൾ കളർ ഗ്രേഡിങ് ചെയ്യുന്നത്. D ആണെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ EF എന്ന് പറയുന്ന ഗ്രേഡാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് മാർക്കറ്റിൽ. ഡിക്ക് ശേഷമുള്ള EF ഗ്രേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത്രയും അതാണ് കളർ ഗ്രേഡ് വരുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലാരിറ്റി വരുന്നുണ്ട്. ക്ലാരിറ്റിയിൽ വരുന്നത് ഫ്ലോലെസ്, ഇന്റേർണലി ഫ്ലോലെസ്, VVS1, VVS2, VS1, VS2 അങ്ങനെ ഗ്രേഡുകളുണ്ട്. I വരെ ഗ്രേഡുകളുണ്ട്. ഒരു 6 ഗ്രേഡുകളുണ്ട്. ക്ലാരിറ്റിന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഇൻക്ലൂഷൻസ് ഉണ്ട്, ക്ലിയർ. അതിന്റെ ഉള്ളിൽ ഒരു ഇൻക്ലൂഷനും ഇല്ല, അത് ക്ലിയർ ആണ്. VVS എന്ന് പറഞ്ഞാൽ വെരി വെരി സ്ലൈറ്റ്ലി ഇൻക്ലൂഡഡ് എന്നാണ്. ഫ്ലോലെസ് എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഷനേ ഇല്ല. ഇന്റേർണലി ഫ്ലോലെസ് എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് കാണാൻ പറ്റില്ല. അതിന്റെ ഉള്ളിൽ ഇൻക്ലൂഷൻസ് ഉണ്ടാവും. ലൈക്ക് ഇന്റേർണൽ ഇൻക്ലൂഷൻസും ബ്ലെമിഷസും ഉണ്ട്. ഇൻക്ലൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളില് ക്രിസ്റ്റല്, പിൻ പോയിന്റ്, ഫെദർ, അങ്ങനത്തെ കുറച്ച് ക്രിസ്റ്റൽസ്, ഇൻക്ലൂഷൻസ്, ക്ലൗഡ്, അങ്ങനത്തെ കുറെ ഇൻക്ലൂഷൻസ് ഉണ്ട്. അത് കുറെ പഠിക്കാനുണ്ട് അതിനെ കുറിച്ച്. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലാത്ത ഒരു ക്ലിയർ പീസ് തന്നെയാണ് നമ്മള് ഫ്ലോലെസ് എന്ന് പറയുന്നത്. അതിൽ VVS എന്ന് പറഞ്ഞാൽ വെരി 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 സ്ലൈറ്റ്ലി ഇൻക്ലൂഡഡിനെയാണ് നമ്മള് VVS എന്ന് പറയുന്നത്. VS എന്ന് പറയുമ്പോൾ വെരി സ്ലൈറ്റ്ലി ഇൻക്ലൂഡഡ്. ചെറിയ ചെറിയ ഇൻക്ലൂഷൻസ് വരാം. ഒട്ടും ഇൻക്ലൂഷൻസ് ഇല്ലാത്ത ഭയങ്കര റയർ ആണ്. നമ്മൾ നേരത്തെ അത് ബ്ലെമിഷസ് ആണ്. ബ്ലെമിഷസിലാണ് ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ. ബ്ലെമിഷസ് എന്ന് പറഞ്ഞാൽ പുറത്തുള്ള കാര്യങ്ങൾ. ഈ പൊട്ടലും ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ബ്ലെമിഷസിലേക്കാണ് വരാം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ക്ലാരിറ്റിനെ ഗ്രേഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന്റെ കളർ, കട്ട്, ക്ലാരിറ്റി, കട്ടുണ്ട്. കട്ട് എന്ന് പറയുന്നത് ഒരു 57 ഫെസറ്റിന്റെ ഒരു കട്ടാണ്. അത് അത്രയും സ്കിൽഡ് ആയിട്ടുള്ള ഒരു ലേബർ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അത് കട്ട് ചെയ്താൽ അത് പ്രോപ്പർ പ്രപ്പോർഷനിൽ അതിന്റെ കട്ട് വന്നില്ലെങ്കിൽ ഡയമണ്ടിന് ആ ഒരു ഗ്ലോ ഉണ്ടാവില്ല. RBC കട്ട് എന്ന് പറയുന്നത്, കട്ട് എന്ന് പറയുന്നത് ആ ഒരു കട്ട് വന്നാൽ മാത്രമാണ് നമുക്ക് അതിനൊരു ഫയർ കിട്ടുള്ളൂ, അതിന്റെ ഒരു ബ്രില്യൻസും കാര്യങ്ങളും നമുക്ക് കിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ക്യാരറ്റ്. ക്യാരറ്റ് എന്ന് പറയുമ്പോൾ കുറെ ആൾക്കാർ ഒരു പ്യൂരിറ്റി ആണെന്ന്. ഈ ക്യാരറ്റ് എന്ന് പറയുമ്പോൾ 4C ലാസ്റ്റ് വരുന്നത് ക്യാരറ്റ്. ലാസ്റ്റ് അല്ല, 4 സീസിലെല്ലാം ഇമ്പോർട്ടന്റ് ആണ്, ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. 1 2 3 ആകുമ്പോൾ ലാസ്റ്റ് ക്യാരറ്റ് ആണ് വരാം. ക്യാരറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വെയിറ്റ് ആണ്. അപ്പൊ ഈ മറ്റേ നമ്മുടെ ഈ ഗോൾഡിന്റെ ക്യാരറ്റും ഗോൾഡിന്റെ ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്യൂരിറ്റി ആണ്. 22 ക്യാരറ്റ് എമൗണ്ട് ഓഫ് ഗോൾഡ്, അതായത് പ്യുവർ ഗോൾഡിന്റെ അംശം അതിൽ എത്ര ഉണ്ടെന്നുള്ളതാണ് മറ്റേ ഗോൾഡിൽ വരുന്ന ക്യാരറ്റ് മാറ്റി വെച്ചിട്ട് എത്ര അംശം ഗോൾഡ് ഉണ്ട് അതിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടറാണ് ആ ക്യാരറ്റ്. അത് K ആണ്, 22K. ഗോൾഡ് എന്ന് പറയുന്നത് അതില് 75% പ്യുവർ ഗോൾഡും 25% അലോയ്സും ആണ്. അതുകൊണ്ടാണ് 916 എന്ന് പറയുന്ന ഒരു ഗ്രേഡിലേക്ക് അത് വരുന്നത്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സീൻ കൂടി ഉണ്ട് നമ്മൾ ആഡ് ചെയ്തത്. 5 സീസിൽ വരുന്നതാണ് സർട്ടിഫിക്കേഷൻ. അത് നല്ലൊരു റെപ്യൂട്ടഡ് ലാബ് സർട്ടിഫൈ ചെയ്യാന്നുള്ളത് മസ്റ്റ് ആണ്. എന്ത് പ്രഷ്യസ് ആണെങ്കിലും സെമി പ്രഷ്യസ് ആണെങ്കിലും പർച്ചേസ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് അതൊരു റെപ്യൂട്ടഡ് ലാബ് ആണോ എന്ന് കൺഫേം ആക്കുക. GSC തന്നെ വേണമെന്ന് നമ്മൾ നിർബന്ധം പറയുന്നില്ല. ഒരു റെപ്യൂട്ടഡ് ലാബ് ആണോ എന്ന് അത് കൺഫേം ആക്കുക. ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും റെപ്യൂട്ടഡ് ലാബ് ആണോ എന്ന്. അപ്പൊ അതുകൂടി ഒന്ന് കൺഫേം ചെയ്തതിന് ശേഷം പർച്ചേസ് ചെയ്യാം. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആമസോണിലൊക്കെ ഇഷ്ടം പോലെ ഫേക്ക് സർട്ടിഫിക്കറ്റുകളാണ് കിടക്കുന്നത്. എൻ്റെ ഇഷ്ടം പോലെ ഫ്രണ്ട്സ് എന്നോട് എൻക്വയറി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് വാങ്ങി കഴിഞ്ഞിട്ട് അവർ എനിക്ക് ആ സർട്ടിഫിക്കറ്റ് അയച്ചു തരും. ആ സർട്ടിഫിക്കറ്റ് അയച്ചു തന്നിട്ട് അതിൽ നാച്ചുറൽ ഡയമണ്ട് അല്ലെങ്കിൽ നാച്ചുറൽ എമറാൾഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി നാച്ചുറൽ പോലും ആവില്ല. അങ്ങനെ ലാബ് ഗ്രോൺ ആവാം, സിന്തറ്റിക് ആവാം. അപ്പോൾ അങ്ങനത്തെ ട്രാപ്പുകളിൽ പോയിട്ട് ചാടാണ്ട് നോക്കുക. ഓൺലൈനിൽ നിന്ന് വാങ്ങുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സർട്ടിഫിക്കറ്റ് വാലിഡ് ആണോ, അതിന് ഓതന്റിസിറ്റി ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പ് വരുത്താം. ലാബ് ഗ്രോൺ ആണോ സിന്തറ്റിക് ആണോ അതിലും വ്യത്യാസമുണ്ട്.
സിന്തറ്റിക്സിൽ വേറെ എലിമെന്റ്സും യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. Like വേറെ ലാബ് എന്ന് പറയുമ്പോൾ സെയിം പ്രോപ്പർട്ടീസ് വെച്ചിട്ട് നമുക്ക് ലാബിൽ നിന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാം. ഡയമണ്ട് അതേ പ്രോപ്പർട്ടീസ് വെച്ച് അതേപോലെ എമറാൾഡിന്റെ അതേ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കുന്നതാണ് ലാബ് ഗ്രോൺ എന്ന് പറയുന്നത്. സിമിലൻ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് കളർ പച്ചയായിരിക്കാം. എമറാൾഡ് കളർ പച്ചയായിരിക്കാം. പച്ച കളറിലുള്ള എല്ലാ എമറാൾഡ് ആവില്ല. സിന്തറ്റിക് ആയിട്ടുള്ള പ്ലാസ്റ്റിക് അങ്ങനത്തെ മെറ്റീരിയൽസ്, ഗ്ലാസ് അങ്ങനത്തെ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് എടുക്കുന്നതാണ് സിന്തറ്റിക്. ലാബ് ഗ്രോൺ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് കുറച്ചുകൂടിയും ഇപ്പൊ ബെറിൽ സ്പീഷീസ് എന്നാണ് നമ്മളെ എമറാൾഡ് കിട്ടുന്നത്. അപ്പൊ അതിന്റെ ഒരു കെമിക്കൽ കോമ്പോസിഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ലാബിൽ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ് എമറാൾഡ്. ഇപ്പൊ ഡയമണ്ട് മാത്രമല്ല ലാബ് ഗ്രോൺ ആയിട്ട് ഇറങ്ങുന്നത്, എല്ലാ സ്റ്റോണും ലാബ് ഗ്രോൺ ആയിട്ട് ഇറങ്ങുന്നുണ്ട്. എല്ലാം നമുക്ക് അതിനെ കുറിച്ചുള്ള ഡെവലപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അവര് ടെക്നോളജികൾ അവർ യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ അറ്റ് ലാസ്റ്റ് ഇത് എന്താ പറയാ, ഫേക്ക് ഇറക്കുന്നത് എന്തിനാണ്? വില പറഞ്ഞ ആൾക്കാർക്ക് സാധനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ളവർ അത് പർച്ചേസ് ചെയ്യുന്നുണ്ട്. മെയിൻ കീ പ്ലെയർ എന്ന് പറയുമ്പോൾ റഷ്യയും ചൈനയൊക്കെയാണ് കീ പ്ലേയേഴ്സ്. ഇത് ആൾക്കാർക്ക് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ ഇത് ഒറിജിനൽ ആണെന്ന് പറഞ്ഞിട്ടാണ് ഇവര് ഫേക്ക് വെക്കുന്നത്. അങ്ങനെയുള്ളവരെ കണ്ടുപിടിക്കാനുള്ള പ്രൈസ് കുറച്ച് ഓവർ പ്രൈസ് ആണ്. നമ്മളിപ്പോ ലാബ് ഗ്രോൺ എന്ന് പറഞ്ഞിട്ട് വാങ്ങുമ്പോഴും അത് പ്രൈസ് ഫുൾ ആണ്, എക്സ്പെൻസീവ് തന്നെയാണ്. അത് ആ ടൈം നമുക്ക് വേണമെങ്കിൽ നാച്ചുറലും ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ലൊരു ഡീലർ അല്ലെങ്കിൽ ചിലപ്പോൾ നാച്ചുറൽ റീസെയിൽ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അത് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് അതിനെ സെല് ചെയ്യണമെങ്കിൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് വേണം. നാച്ചുറൽ ആണെങ്കിലാണ് നമുക്ക് റീസെല്ലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ആ ഒരു വാല്യൂ അവരും കൊടുക്കുന്നത് അങ്ങനെയാണല്ലോ. റീസെയിലേഴ്സ് ആണെങ്കിലും സെല്ലേഴ്സ് ആണെങ്കിലും ബയേഴ്സ് ആണെങ്കിലും അവരും നാച്ചുറൽ തന്നെയാണ് ആ വാല്യൂ കൊടുക്കുന്നുള്ളൂ. മനസ്സിലായി. അതുപോലെ വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ ഇതിനെ കുറിച്ചിട്ട്? പിന്നെ നമ്മള് പറയേണ്ടത് ഒരു പോയിന്റ് ഇല്ലടാ, നമ്മള് ഇപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നത് ജ്വല്ലറീസിനല്ല. ആ സാധനം അതൊന്ന് വ്യക്തമായിട്ട് പറയണത്. ആരാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സ്? നീ ഒരു ചോദ്യം നമ്മളോട് ചോദിക്കണം. ഇപ്പൊ GACയുടെ മെയിൻ കസ്റ്റമേഴ്സ് ആരാ? ജ്വല്ലറീസ് ആണോ അതോ നമ്മുടെ സാധാ കൺസ്യൂമേഴ്സ് ആണോ? GAC നമുക്ക് ക്യാഷ് തരുന്നത് ജ്വല്ലറിക്കാരും മാനുഫാക്ചേഴ്സ് ആണ്. പക്ഷെ നമ്മുടെ കസ്റ്റമേഴ്സ് അവരല്ല. പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കാണ്. പബ്ലിക്ക് ജ്വല്ലറി പോയിട്ട് ഈ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അവരാണ് നമ്മുടെ കസ്റ്റമേഴ്സ്. അവർക്കാണ് നമ്മൾ ഈ ട്രസ്റ്റ് കൊടുക്കുന്നത്. അവർക്കാണ് നമ്മുടെ ഈ സർവീസും കാര്യങ്ങളും അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് പ്രൊവൈഡ് ചെയ്യുന്നത്. അവർക്ക് ഡയറക്റ്റ് ഇന്ററാക്ഷൻ ഇല്ല നമ്മളായിട്ട്. പക്ഷെ ഒരു നമ്മൾ പക്ഷെ ബിൽഡ് ചെയ്യാൻ നോക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് നമ്മള് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ കുറച്ചുകൂടി എന്റർടൈൻ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമേഴ്സ് ആയിട്ട് കുറച്ചുകൂടി ഡയറക്റ്റ് ഇന്ററാക്ഷൻസ് വരാൻ വേണ്ടി നമുക്ക് കസ്റ്റമേഴ്സ് ആയിട്ട് കുറച്ചുകൂടി ഒരു ട്രസ്റ്റും ബോണ്ടും ബിൽഡ് ചെയ്യണം. സർട്ടിഫിക്കേഷൻ വാല്യൂ ആണെങ്കിലും നമുക്ക് കസ്റ്റമറിന് ആ ഒരു ട്രസ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റണം. കസ്റ്റമറിനാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കസ്റ്റമർ പോയിട്ട് ഒരു ജ്വല്ലറിയിൽ GAC സർട്ടിഫൈഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആയിട്ട് നമ്മൾ കാണുന്നത്. പല കസ്റ്റമേഴ്സിന് അറിയില്ല എന്തിനാണ് സർട്ടിഫിക്കറ്റ് തരണേ, എന്താണ് ഇതിന്റെ യൂസ്, ആരും എക്സാമ്പിൾ പറഞ്ഞാൽ എന്റെ വീട്ടിൽ തന്നെ ഞാനൊരു ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നതിന് മുമ്പ് ഡയമണ്ട്സിന്റെ ഓർണമെന്റ്സ് വാങ്ങുമ്പോൾ അതിന്റെ കൂടെ എന്തോ കിട്ടിയെന്നുള്ള സംഭവം മാത്രമേ ഉള്ളൂ. അതൊരു സർട്ടിഫിക്കറ്റ് ആണെന്ന് പോലും ആൾക്കാർക്ക് നമ്മൾ അത് മാറ്റി അവര് ചോദിച്ചു മേടിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നില്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് തന്നില്ലെങ്കിൽ അവര് അങ്ങോട്ട് ചോദിക്കണം. കസ്റ്റമറിന്റെ അവകാശമാണ് അവർ പറയണ ലാബിൽ നിന്ന് സർട്ടിഫൈ ചെയ്തിട്ടുള്ള സാധനം മാത്രമേ വാങ്ങുള്ളൂ എന്ന് പറയാൻ കസ്റ്റമറിന് റൈറ്റ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ മെയിൻ കൺസ്യൂമേഴ്സ് ഇപ്പൊ സോഫാർ എനിക്ക് മനസ്സിലാക്കുന്നത് നമ്മുടെ കസ്റ്റമേഴ്സ് അതൊന്ന് കോമൺ പീപ്പിൾ ബിറ്റ്വീൻ ഏജ് ഗ്രൂപ്പ് ഒരു 22 ഏജ് ഗ്രൂപ്പ് നമ്മുടെ കസ്റ്റമേഴ്സ് ആണ്. ഓർണമെന്റ്സ് യൂസ് ചെയ്യണ എല്ലാരും മേടിക്കുന്ന സമയത്ത് ഇത് ചോദിച്ചു തന്നെ മേടിക്കണം. GAC സർട്ടിഫൈഡ് ആണോ എന്നുള്ളത് 100% ചോദിച്ച് ഉറപ്പാക്കിയിട്ട് വേണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്ട്ലി കോൺടാക്ട് ചെയ്യാം. ഗൂഗിളിൽ നോക്കിയാലും നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. നമ്മുടെ ലാബ് തൃശ്ശൂരാണ്. തൃശ്ശൂർ ടൗണിൽ തന്നെയാണ് നമ്മുടെ ലാബ് വരുന്നത്. അതെ, തൃശ്ശൂർ മലയാള മനോരമയുടെ ഓഫീസ് ഉണ്ട് ഇക്കണ്ടവാര്യ റോഡ്. അതിന് നേരെ ഓപ്പോസിറ്റ് CJ ടവർ എന്ന ബിൽഡിംഗിൽ സെക്കൻഡ് ഫ്ലോറിലെ ഏറ്റവും വലിയ ഓഫീസ് നമ്മുടെയാണ്. നേരിട്ട് വന്ന് 4 പേരിൽ ഒരാളെ കാണാം. പിന്നെ നമ്മുടെ വണ്ടർഫുൾ ടീം ഉണ്ട്, എല്ലാവരും കാണാം. നമുക്ക് ഫുൾ പ്രോസസ് എങ്ങനെയാന്നുള്ളതും കാണിച്ചു കൊടുക്കാം. അത്രയും കോൺഫിഡന്റ് ആണ്. 9 നവരത്ന കല്ലുകൾ അതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റും നിങ്ങളുടെ നോളജ്? നവരത്ന സ്റ്റോൺസ് നമ്മൾ ഒരുപാട് സർട്ടിഫിക്കേഷൻ ചെയ്യുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നവരത്ന റിങ്, സ്റ്റഡ്, പെൻഡൻസ് കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട് മാർക്കറ്റിൽ. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 9 സ്റ്റോൺസ് ആണ് വെക്കുന്നത്. റൂബി, എമറാൾഡ്, സഫയർ, ഡയമണ്ട്, കാറ്റ്സൈ,
പേള്, കോറല്, അങ്ങനത്തെ 9 സ്റ്റോണുകൾ വെച്ചിട്ടാണ് അവരെന്നെ ചെയ്യുന്നത്. ഓരോ സ്റ്റോണും ഓരോ പ്ലാനറ്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പോൾ സണ്ണിനെ റെപ്രസെന്റ് ചെയ്യുന്നത് റൂബിയാണ്. അപ്പൊ അങ്ങനെ ഓരോ സ്റ്റോണും ഓരോ പ്ലാനറ്റ്സിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിനൊരു പവർ ഉണ്ട് എന്നാണ് ആൾക്കാർ ബിലീവ് ചെയ്യുന്നത്. അത് ഇപ്പൊ ബിലീവ് ചെയ്യാൻ തുടങ്ങിയതല്ല, അത് കൊല്ലങ്ങൾ മുമ്പ് ബിലീവ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളതാണ്. സെഞ്ചുറീസ് ബാക്ക് പോയിട്ട് അവർ അതിനെ ബിലീവ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളതാണ്. അത് ഇപ്പോൾ ഞാൻ കേട്ടിട്ടുള്ളത് ചെന്നൈയിൽ ആ ഏരിയയിൽ, തമിഴ്നാട് ഏരിയയിലൊക്കെ ഒരു വീട് പണിയാൻ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി പണിയണേക്കാളും അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് പണിയണേക്കാളും മുമ്പ് ഈ സ്റ്റോൺസ് ഭൂമിയുടെ അടിയിൽ കുഴിച്ചിടും. ഭൂമിയുടെ അടിയിൽ കുഴിച്ചിട്ടിട്ടാണ് അവർ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നത്. അതിന്റെ മുകളിലാണ് കൺസ്ട്രക്ഷൻ തുടങ്ങുന്നത്. അതേപോലെ ഇത് റിംഗ് ആയിട്ടൊക്കെ വേറെ പോസിറ്റീവ്നെസ്സിനും വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നതാണ്, ഒരു കാംനെസ്സിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ സ്റ്റോണുകളുണ്ട്. അതിൽ മെയിനായിട്ട് ഡയമണ്ട് ആണ് വരുന്നത്. ഏറ്റവും മെയിൻ സ്റ്റോൺ ഡയമണ്ട് ആണ്. എമറാൾഡ് ഉണ്ട്, പറഞ്ഞില്ല എല്ലാ ഡയമണ്ട് തന്നെയാണ്. അതിൽ ഏറ്റവും പ്രഷ്യസ് സ്റ്റോൺ ഡയമണ്ട് ആണ്, ഏറ്റവും പ്രഷ്യസ്. എല്ലാ പ്രഷ്യസ് തന്നെയാണ്. അതില് പ്രഷ്യസ് ആയിട്ടുള്ള എല്ലാ സ്റ്റോൺസും ഉണ്ട്, അതുപോലെ സെമി പ്രഷ്യസ് ആയിട്ടുള്ള സ്റ്റോണും ഉണ്ട്. റൂബി അല്ല, ഈ കോറല്, പേള്, ഇതൊക്കെ സെമി പ്രഷ്യസിൽ വരുന്നതാണ്. ഗോമേത, കാറ്റ്സൈ, അപ്പൊ ആ സ്റ്റോണുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതാണ് മെയിൻ 9 നവരത്ന സ്റ്റോൺസ് വരുന്നത്. അപ്പം നമ്മളിന്ന് ഒരുപാട് ഗ്രേഡിങ്സിനെ പറ്റി മനസ്സിലാക്കി, ഒരുപാട് ഡയമണ്ട്സിനെ പറ്റി മനസ്സിലാക്കി, സർട്ടിഫിക്കേഷനെ പറ്റി മനസ്സിലാക്കി. നേരത്തെ എന്തോ അഭിഷേക് പറഞ്ഞ പോലെ പണ്ട് ഡയമണ്ട് വാങ്ങാൻ പോകുമ്പോൾ കൂടെ ഒരു കാർഡ് തരും, അത് വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോകും. ഫീൽഡിലോട്ട് ഇറങ്ങിയപ്പോഴാണ് ഈ സർട്ടിഫിക്കേഷൻ്റെ വാല്യൂ നമുക്ക് മനസ്സിലായി തുടങ്ങിയത്. ഇനി നമ്മൾ എപ്പോഴെങ്കിലും ഒരു ജ്വല്ലറി വാങ്ങാൻ പോകുമ്പോൾ, അതല്ലെങ്കിൽ ഡയമണ്ട് ഉള്ള ഒരു ജ്വല്ലറി വാങ്ങാൻ പോകുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സർട്ടിഫിക്കേഷൻ. അതിന് വേണ്ടി GAC സർട്ടിഫിക്കേഷൻ ആണ് നമ്മൾ നോക്കേണ്ടത്, നമ്മുടെ ചുമതല. ഒരുപാട് സ്റ്റോൺസിനെ പറ്റി മനസ്സിലാക്കി, ഇവരുടെ കംപ്ലീറ്റ്ലി ഒരു GAC എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കേഷൻ്റെ പുറകിൽ വരുന്ന ഓരോ ഹാർഡ് വർക്കും ഓരോ സ്ട്രഗിൾസിനെയും പറ്റി മനസ്സിലാക്കി. നേരത്തെ അഭിഷേക് പറഞ്ഞ പോലെ ഡയമണ്ട് നമ്മൾ പണ്ട് വാങ്ങാൻ പോകുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ട് തിരിച്ച് വീട്ടിൽ പോകും, അതെന്തോന്നു പോലും അറിയാൻ. പക്ഷേ ഫീൽഡിലോട്ട് ഇറങ്ങിയപ്പോൾ സർട്ടിഫിക്കേഷൻ്റെ വാല്യൂ, അതിൻ്റെ പുറകിൽ എന്തുവാണെന്ന് നമുക്കെല്ലാം മനസ്സിലായി. അപ്പം ഇനി നമ്മൾ എന്തെങ്കിലും ഒരു ഡയമണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ജ്വല്ലറി വാങ്ങാൻ പോകുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം GAC സർട്ടിഫിക്കേഷൻ. അതിനായിട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് നെറ്റിൽ നോക്കണമെങ്കിലും ഗൂഗിളിലും അവൈലബിളാണ്, വിളിച്ചാലും 24/7 അവൈലബിളാണ്. കോൺടാക്ട് GAC ഇഫ് യു റിക്വയർ എനി ഇൻഫർമേഷൻ റിഗാർഡിങ് ഡയമണ്ട്സ് ഓർ ജെം സ്റ്റോൺസ്. അപ്പോൾ ഈ വീഡിയോ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് അസ് ടു ദിസ്. താങ്ക് യു. പറഞ്ഞു കഴിഞ്ഞിട്ടില്ല നമ്മള്. നമുക്ക് ഇത് പറയാനാണെങ്കിൽ ഇനിയും ഉണ്ട് ഒരു ഇഷ്ടം പോലെ നമുക്ക് പറയാനുണ്ട്. കാരണം ഞങ്ങള് ഡെയിലി സംസാരിച്ചിട്ട് ഇത് ഇതുവരെ തീർന്നില്ല സംസാരിച്ചിട്ട്. കാരണം നമ്മള് അത്രയും പാഷനേറ്റ് ആയിട്ട് ഈ ഫീൽഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ നിന്നൊരു കയറ്റവും ഇതിൽ നിന്ന് ഇറക്കില്ല. നമ്മളല്ല, ഞങ്ങള് ലോക്കാണ് ഇതില്, ഡെയിലി നമ്മൾ ഓരോ കാര്യങ്ങൾ ലോക്ക് ചെയ്തേക്കാണ് ഇതില്. അപ്പൊ ഇനി നിങ്ങൾക്ക് ഒരു ഇതില്ല. അപ്പോ നമ്മളെല്ലാം നമ്മള് ഇടാണ് ഇതിലേക്ക്. അപ്പോ താങ്ക് യു. നമുക്ക് ഇങ്ങനെ ഒരു ചാൻസ് തന്നാലും താങ്ക് യു. നമ്മൾ ഹോസ്റ്റ് ചെയ്താലും താങ്ക് യു. അതുപോലെ നമുക്ക് ഇനിയും ഇരിക്കണം. ഇനിയും കോഴിക്കോട് ബ്രാഞ്ച് അല്ല UAE ബ്രാഞ്ച് തുടങ്ങുമ്പോഴത്തേക്കും അവിടുത്തെ അവിടെ നിന്ന് ഒരു ലൈവ് നമുക്ക് വരാം. അതുപോലെ നമുക്കൊരു വീഡിയോയിൽ നമുക്ക് കാണിച്ചു കൊടുക്കാം എങ്ങനെയാണ് നമ്മൾ ടെസ്റ്റിംഗും പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ചെയ്യണത്. നമുക്ക് വേണമെങ്കിൽ പോഡ്കാസ്റ്റിലും നമുക്ക് കാണിച്ചു കൊടുക്കാം എങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ താങ്ക് യു നമ്മളെല്ലാവരും. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് us. താങ്ക് യു.